നമസ്കാരം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇന്ന് ഡിസംബർ 13 2020 ഡിസംബർ 13. കൃത്യം 10 വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഇതേ സമയം സ്ഥലം കറാച്ചി. ഒരു വലിയ കെട്ടിടം. ആ കെട്ടിടത്തിൻ്റെ ഗേറ്റിന് പുറത്ത് മതിലിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ദി വൈറ്റ് ഹൗസ്. നമ്മൾ ദ വൈറ്റ് ഹൗസ് എന്ന പേര് കേൾക്കുക സാധാരണ അമേരിക്കൻ പ്രസിഡന്റിന്റെ വീടുമായി ബന്ധിപ്പിച്ചാണ്. അതിമനോഹരമായ ഒരു വീട്. കറാച്ചി റേഞ്ചേഴ്സ് എന്ന പേരിലുള്ള അനവധി ആളുകൾ ശരിക്കും AK-47 പോലുള്ള തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ വീടിന് കാവൽ നിൽക്കുകയാണ്. അതിബൃഹത്തായ ഒരു കെട്ടിട സമുച്ചയമാണ്. നമ്മൾ ആ ഗേറ്റിനുള്ളിലേക്ക് കടക്കുമ്പോൾ വലതുഭാഗത്തായി മൊയിൻ പാലസ് എന്നൊരു വലിയ ബിൽഡിംഗ് കാണാം. അതിമനോഹരമായ ഇറ്റാലിയൻ മാർബിൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു കെട്ടിടം. താജ്മഹലിനെ അനുസ്മരിപ്പിക്കുന്ന ശൈലിയിൽ ഒരുപാട് നിർമ്മാണങ്ങൾ ആ ഭാഗത്ത് നോക്കിയാൽ കാണാം. അതിൻ്റെ ഇടതുവശത്തായിട്ട് വേറെയും ഒരു ഹൗസ് ഉണ്ട്. ആ വീടിനോടനുബന്ധിച്ച് ഒരു സ്വിമ്മിംഗ് പൂള് കാണാം. വെറും സ്വിമ്മിംഗ് പൂൾ അല്ല, കൃത്യമായും ചൂട് നിയന്ത്രിക്കാൻ കഴിയുന്ന സ്വിമ്മിംഗ് പൂൾ. ആവശ്യത്തിന് തണുപ്പിക്കാനും ആവശ്യത്തിന് ചൂടാക്കാനൊക്കെ കഴിയുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ. കുറച്ച് മാറി ഒരു ടെന്നീസ് കോർട്ട്. അതിന് സമീപത്തായിട്ട് തന്നെ ഒരു ബാഡ്മിൻ്റൺ കളിക്കാനുള്ള കോർട്ടുണ്ട്. അതിന് സമീപത്തായി ഒരു ട്രാക്കുണ്ട്, ഓടാനും ഒക്കെയുള്ള സൗകര്യങ്ങളുള്ള. അതിവിശാലമായ ആ കോമ്പൗണ്ടിൽ മൊയിൻ പാലസിന് സമീപത്തായിട്ട് കുറെ അതിഥികളെ ആ സന്ധ്യയ്ക്ക് കാണാം. ആ അതിഥികളുടെ മുഖത്തൂടെ നമ്മളത് കണ്ണോടിച്ചാൽ നമുക്ക് ചില അത്ഭുതങ്ങളൊക്കെ തോന്നും. പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൻ്റെ നെടും തൂണുകൾ എന്ന് പറയാവുന്ന പലരുമാണ് അവിടെ നിൽക്കുന്നത്. അവർ ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ആ നെടും തൂണുകളുടെ മുഖത്ത് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയാൽ അവരെ കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് തിരിച്ചറിയാം. ഒരാൾ പഞ്ചാബ് പ്രാവിശ്യയുടെ മുഖ്യമന്ത്രിയാണ്, അതുപോലെ ബലൂചിസ്ഥാൻ പ്രാവിശ്യയുടെ മുഖ്യമന്ത്രിയുമുണ്ട്. പിന്നെയും നമ്മളൊന്ന് സൂക്ഷിച്ചൊക്കെ നോക്കുമ്പോൾ നല്ല സുമുഖരായ ചെറുപ്പക്കാരെ കാണാം. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അവരൊക്കെ പാകിസ്ഥാൻ സിനിമയുടെ അവിഭാജ്യ ഘടകങ്ങളായ നടന്മാരാണെന്ന്. സംവിധായകരുണ്ട്, നിർമ്മാതാക്കളുണ്ട്, അതുപോലെ സുന്ദരിമാരായ നടികളുമുണ്ട്. ഒരുപാട് ബിസിനസ്സുകാരെ അവിടെ കാണാം. ഇവരൊക്കെയും അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഒരു ഇല തറയിൽ വീണാൽ കേൾക്കാവുന്ന നിശബ്ദതയിലാണ് നിൽക്കുന്നത്. ആരും സംസാരിക്കുന്നില്ല. വളരെ നിശബ്ദതയോടുകൂടി അച്ചടക്കത്തോടുകൂടി അവർ ആരെയോ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ആ വീട്ടിലേക്ക് വരുന്ന റോഡിൽ ഒരു വാഹന വ്യൂഹം വരികയാണ്. ഒരു കറുത്ത മെഴ്സിഡസ് കാർ. അതിന് പുറകിലായിട്ട് അനവധി കാറുകളുടെ ഒരു നിര തന്നെയുണ്ട്. എല്ലാ കാറുകളിലും കറാച്ചി റേഞ്ചേഴ്സ് എന്ന പേരിലുള്ള തോക്കുധാരികളായ ആളുകളുണ്ട്. പാകിസ്ഥാനിലെ പ്രസിഡന്റിന് ഇല്ലാത്ത സെക്യൂരിറ്റിയാണ് ആ വാഹന വ്യൂഹത്തിൽ വരുന്ന വ്യക്തിക്കുള്ളത്. ആ തെരുവിന്റെ ഇരുഭാഗത്തും താമസിക്കുന്ന ആൾക്കാർക്കും അതുവഴി കടന്നു പോകുന്ന ആൾക്കാർക്കും കടകളിലുള്ള ആൾക്കാർക്കൊക്കെ ആ വാഹന വ്യൂഹത്തെ നല്ല പരിചയമാണ്. അറിയാതെ അവരൊക്കെ ആ സീറ്റുകളിൽ നിന്ന് എണീറ്റ് പോവുകയാണ്. തൊഴുതുകൊണ്ട് അവർ ആ വാഹനത്തെ നോക്കുന്ന കാണാം. ആ വാഹനം സാവധാനം ഒഴുകി വരുന്ന പോലെ ദ വൈറ്റ് ഹൗസ് എന്ന് എഴുതിയിരിക്കുന്ന വീടിന് മുന്നിലെത്തുമ്പോൾ ഗേറ്റ് മലർക്കെ തുറക്കപ്പെടുകയാണ്. ആ ഗേറ്റിനുള്ളിലേക്ക് ആ കറുത്ത മെഴ്സിഡസ് വാഹനം വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നു. 5 അടി 11 ഇഞ്ച് പൊക്കമുള്ള ഒരു മനുഷ്യൻ, നല്ല കറുത്ത കട്ടിവീശിയുള്ള ഒരാൾ. അയാൾ ഇറങ്ങുമ്പോൾ തന്നെ അയാളുടെ മുഖത്തേക്ക് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു മെനൈസിങ് ഗെയ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരൊരു മുഖഭാവമാണ് അയാളുടെ കണ്ണുകൾക്കുള്ളത്. അസാധ്യമായ ആ ലുക്കുള്ള, ആ നോട്ടമുള്ള ആ വ്യക്തിയെ നിങ്ങൾ ഏവരും അറിയും. ദ ഓൺ ആൻഡ് ഓൺലി ദാവൂദ് ഇബ്രാഹിം, കറാച്ചിയുടെ കിരീടം വയ്ക്കാത്ത രാജാവ്. പാകിസ്ഥാനിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും നിയന്ത്രണം ആർക്കാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ദാവൂദ് ഇബ്രാഹിമിന്. ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയിലെ പല പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് ഇതുപോലുള്ള വീടുകളുണ്ട്. എല്ലാ വീടിനും ഒരേ പേരാണ്, ദി വൈറ്റ് ഹൗസ്. നമുക്ക് പരിചയമുള്ള വൈറ്റ് ഹൗസിൽ പ്രസിഡന്റ് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളല്ല ദാവൂദ് ഇബ്രാഹിമിന്റെ വൈറ്റ് ഹൗസിൽ ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് മാത്രം. വൈറ്റ് ഹൗസിലെ ആ മനുഷ്യനെ കാത്ത് പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലെ അധികാരന്മാർ എന്തിന് കാത്തു നിൽക്കണം? ദാവൂദ് ഇബ്രാഹിം വന്നിറങ്ങിയ ഉടൻ തന്നെ എല്ലാവരും നിർനിമേഷരായി അവരുടെ പ്രസൻസ് ദാവൂദ് ഇബ്രാഹിമിന്റെ മുന്നിൽ പ്രകടിപ്പിക്കുകയാണ്. ദാവൂദ് ഇബ്രാഹിം അവരെ കണ്ട് നേരെ അകത്തേക്ക് നടക്കുകയാണ്. അദ്ദേഹത്തിന് ഇരിക്കാനായിട്ട് വിശാലമായ ഒരു സോഫ ഉള്ള സംഭവമുണ്ട്. നമ്മൾ ദാവൂദ് ഇബ്രാഹിമിന്റെ വേഷവിധാനങ്ങളിലൂടെ ഒന്ന് കടന്നുപോയാൽ ഒരു പേന
അദ്ദേഹം പോക്കറ്റിൽ കുത്തിയിരിക്കുന്ന കാണാം. ഏറ്റവും കുറഞ്ഞത് ഒരു 5 ലക്ഷം രൂപയെങ്കിലും വിലപിടിപ്പുള്ള ഒരു പേനയാണ്, രത്നങ്ങൾ പതിച്ച ഒരു പേന. അതുമാത്രമല്ല, അവിടെ കാണുന്ന ഓരോ കാഴ്ചയും ലക്ഷങ്ങളും കോടികളും വിലമതിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരാൾ സാവധാനം എത്തുന്നു. അയാളുമായിട്ട് ദാവൂദ് ഇബ്രാഹിം സംസാരിക്കുകയാണ്. അനവധി ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിൽപ്പുണ്ട്. ആരും ഒരക്ഷരം പോലും മിണ്ടാതെ ആ ചർച്ച നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു തരത്തിലുള്ള മുഷിപ്പും ആരുടെയും മുഖത്തില്ല. അങ്ങനെ മുഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ മുന്നിലല്ല അത് നിൽക്കുന്നത് എന്നതാണ് ആ നിൽപ്പിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ കറാച്ചിയുടെ നിയന്ത്രണത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ എന്താണ് ദാവൂദ് ഇബ്രാഹിം എന്ന വ്യക്തിയുടെ പിന്നിലെ കഥ? ആ കഥയാണ് പരമ്പരയായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ കഥയെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ 1950കളിലേക്ക് മടങ്ങേണ്ടിയിരിക്കുന്നു. 1950കളിൽ ബോംബെ എന്ന് പറയുന്നത് സമാധാനകാംക്ഷികളുടെ ഒരു സ്ഥലമാണ്. വേറെ അക്രമ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടം. 40കളിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധിപ്പിച്ച് അനവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അധികം തല്ലൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം. വല്ലപ്പോഴും ഒരു പിടിച്ചുപറി, ഒരു മോഷണം എന്നൊക്കെ പറയുന്നത് കേട്ടുകേൾവി മാത്രമായിരുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉത്തർപ്രദേശിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നുമൊക്കെ അനവധി ആളുകൾ കൂടുതൽ തൊഴിലവസരങ്ങൾ തേടി ബോംബെയിലേക്ക് വരുന്നത്. അനവധി പ്രതീക്ഷയോടുകൂടി ബോംബെയിൽ എത്തിച്ചേർന്ന ആ ചെറുപ്പക്കാരിൽ പലർക്കും കാലം മുന്നോട്ട് പോയപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു കാര്യം മനസ്സിലായി: വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ബോംബെയിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ പിന്നെ മറ്റെന്ത് ചെയ്യാൻ കഴിയും? ശരിക്കും തടിമിടിക്കുള്ള ചെറുപ്പക്കാരാണ് പലരും. അവർ പതുക്കെ പതുക്കെ ചില ഗുണ്ടാ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. പതുക്കെ പതുക്കെയുള്ള ഗുണ്ടാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തല്ലാണ് പ്രധാന പരിപാടി. പിരിവ് നടത്തുക, പിരിവ് കൊടുക്കാൻ വിസമ്മതിക്കുന്ന കടക്കാരെ തല്ലുക, ഇങ്ങനെയൊക്കെയുള്ള ചില ചോട്ടാ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിന്റെ അന്ത്യത്തിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ആ സമയത്ത് തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിന് സമീപത്തു നിന്ന് ഒരു കുടുംബം ബോംബെയിലേക്ക് വരികയാണ്. ഉത്തർപ്രദേശിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നുമാണ് സാധാരണ ധാരാളം ആളുകൾ വന്നുകൊണ്ടിരുന്നതെങ്കിലും ഇപ്പോൾ തെക്കിൽ നിന്നും ആളുകൾ വരുന്ന സമയമാണ്. ആ കുടുംബത്തിലെ പ്രായമായ വ്യക്തി ഒരു സൈക്കിൾ ഷോപ്പ് ബോംബെയിൽ തുടങ്ങിയാണ്. ആ സൈക്കിൾ ഷോപ്പിൽ തന്റെ മകനെ കൂടി അദ്ദേഹം ജോലിക്കാരനായിട്ട് വെക്കുകയാണ്. ജീവിച്ചു പോകണമെങ്കിൽ വരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. 8 വയസ്സ് മാത്രം പ്രായമുള്ള ആ കൊച്ചുകുട്ടി ആ കടയിലെ പ്രധാനപ്പെട്ട പണിക്കാരനായി മാറുകയാണ്. എല്ലുമുറിയെ പണിയെടുത്താലും വളരെ കുറച്ച് മാത്രം വരുമാനമുള്ള കാലഘട്ടമാണ്. പല ദിവസവും ഈ കൊച്ചു പയ്യൻ റോഡിലൂടെ നടക്കുമ്പോൾ ചീറിപ്പാഞ്ഞു പോകുന്ന പല വാഹനങ്ങളെയും കൗതുകത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മലബാർ ഹിൽസ് ഭാഗത്തുള്ള കൂറ്റൻ ബംഗ്ലാവുകളെയും നോക്കി നിന്നിട്ടുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ അത്തരം ഒരു ബംഗ്ലാവിൽ തനിക്ക് കയറി ചെല്ലുവാൻ കഴിയുമോ? എന്നെങ്കിലും ഒരിക്കൽ ഈ റോഡിലൂടെ പോകുന്ന കൂറ്റൻ വാഹനങ്ങളിൽ ഒന്നിൽ യാത്ര ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ കൗതുകത്തോടെ ആ പയ്യൻ ആലോചിക്കാറുണ്ട്. ആ പയ്യൻ പതുക്കെ പതുക്കെ വളർന്നു വന്നു. 18 വയസ്സായി. 18 വയസ്സായപ്പോൾ ആ പയ്യൻ അവന് അച്ഛനോട് പറഞ്ഞു: അച്ഛാ, മറ്റെന്തെങ്കിലും ജോലി ഞാൻ നോക്കുന്നതായിരിക്കും നല്ലത്. അച്ഛന്റെ സഹായത്താൽ ആ പയ്യൻ ബോംബെയിലെ ഷിപ്പ് യാർഡിലേക്ക് വരികയാണ്. മസ്താൻ എന്നാണ് ആ പയ്യന്റെ പേര്. മസ്താൻ ബോംബെ ഷിപ്പ് യാർഡിൽ വരുമ്പോൾ ഒരു കൂലിയായിട്ടാണ് അവിടെ പ്രവർത്തിക്കാനായിട്ട് വരുന്നത്. സാധനങ്ങൾ കപ്പലിൽ നിന്ന് ചുമന്ന് എത്തിക്കുന്ന ഒരു ജോലിയിലേക്കാണ് മസ്താൻ എത്തിയിരിക്കുന്നത്. ആ ജോലി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് മസ്താനോട് പിതാവ് ഒരു കാര്യം മാത്രം പറഞ്ഞു: ഒരു കാരണവശാലും കള്ളം ചെയ്യരുത്, അനാവശ്യമായ ഒരു കാര്യങ്ങളിലും ഇടപെടുകയും ചെയ്യരുത്. മസ്താൻ അച്ഛനോട് അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് പതുക്കെ പതുക്കെ ആ കൂലി ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് 1944 1944-47 കാലഘട്ടത്തിൽ മസ്താൻ കൂലിയായിട്ട് പണിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക നിയമം ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന സമയമാണ്. എന്ത് സാധനങ്ങളും ഇറക്കുമതി ചെയ്തു വരുമ്പോൾ വൻതോതിൽ നികുതി അടച്ചിട്ടാണ് ഇവിടെ വിൽക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ നികുതി അടയ്ക്കപ്പെട്ട സാധനങ്ങൾക്ക് വലിയ വിലയുമാണ്. കപ്പലിൽ വരുന്ന സാധനങ്ങളെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിൽ എത്തിക്കുന്ന ജോലിയാണ് പലപ്പോഴും ഇവിടെ മസ്താൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മസ്താന് ഒരു ആലോചന വന്നു. കപ്പലിൽ നിന്ന് ഇറക്കി കസ്റ്റംസ് വഴി ഉടമയുടെ അടുത്തേക്ക് എത്തിക്കുമ്പോൾ കസ്റ്റംസിന് ഒരു നികുതി കിട്ടുകയാണ്. ആ സാധനം കസ്റ്റംസ് അറിയാതെ ഉടമയുടെ അടുത്തെത്തിയാൽ ഉടമയ്ക്ക് കൂടുതൽ വില കിട്ടുമല്ലോ എന്നൊരു ആലോചനയാണ് മസ്താന്റെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ ആലോചിക്കാനുള്ള പ്രധാന കാരണം ബ്രിട്ടീഷ് നിയമത്തിനെതിരായിട്ട് ഇന്ത്യയിലെമ്പാട് സമരം നടക്കുന്ന കാലഘട്ടമാണ്. ബോംബെയിൽ എല്ലാ ബ്രിട്ടീഷ് നിയമങ്ങൾക്കെതിരെയും സംഘടിക്കണം, പ്രതികരിക്കണമെന്നുള്ള ഗാന്ധിയുടെ ആഹ്വാനം നിലനിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് മസ്താന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. മസ്താൻ അക്കാര്യം സാധനങ്ങൾ ഏറ്റുവാങ്ങാൻ വരുന്ന ഉടമകളോട് സൂചിപ്പിച്ചു. അവർക്കും അത് കേട്ടപ്പോൾ ഒരു താല്പര്യം വന്നു. അങ്ങനെ പലപ്പോഴും കസ്റ്റംസ് അറിയാതെ പല സാധനങ്ങളും മസ്താൻ കപ്പലിൽ നിന്ന് നേരെ ഉടമയുടെ അടുത്ത് എത്തിക്കുന്ന പതിവ് തുടങ്ങി.
ഉടമ അതിന് എന്തെങ്കിലുമൊക്കെ വരുമാനം കൊടുക്കും. അങ്ങനെ ഇരിക്കെയാണ് ഇതുപോലെ പലപ്പോഴും സാധനങ്ങൾ കടത്തുന്ന പ്രക്രിയയിൽ സജീവമായിരുന്ന ഒരു അറബിയുടെ കണ്ണിൽ നമ്മുടെ ഈ മസ്താൻ പെടുന്നത്. ഷെയ്ഖ് മുഹമ്മദ് അൽ ഖാലിബ് എന്നാണ് ആ അറബിയുടെ പേര്. ഏഥൻസിൽ നിന്നും അതുപോലെ ദുബായിൽ നിന്നും മറ്റ് പോർട്ടുകളിൽ നിന്നൊക്കെ അനവധി സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഇദ്ദേഹത്തിനുള്ളത്. അത് കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കാതെ ഉടമകളുടെ അടുത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അതിനകത്തൊരു ലാഭമുണ്ട് എന്ന് അറബിക്ക് അറിയാം. അറബി മസ്താനുമായിട്ട് കമ്പനിയാകുന്നു. മസ്താനോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും കപ്പലിൽ നിന്ന് ഈ സാധനം ഇവിടെ കൊണ്ടുവരുന്നതിനിടയിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അണ്ടർവെയറിൽ കുറച്ച് വാച്ചുകൾ തൂക്കിയിട്ടൂടെ? പറ്റും എന്ന് മസ്താൻ. അതുപോലെ തന്നെ എന്തായാലും തലയിൽ കെട്ടിയിട്ടാണ് വരുന്നത്, ആ തലക്കെട്ടിനകത്ത് വേണമെങ്കിൽ കുറച്ച് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ ഒളിപ്പിച്ചു വെച്ചൂടെ? മസ്താൻ പറഞ്ഞു, പറ്റുമല്ലോ. അതുപോലെ വേണമെങ്കിൽ ടർബൻ കെട്ടിയിട്ടും സാധനങ്ങൾ ചുമന്നുകൊണ്ട് വരാലോ, ആ ടർബനകത്തും പല സാധനങ്ങൾ വെച്ചൂടെ? വെക്കാമല്ലോ. അങ്ങനെ ചെയ്താൽ തനിക്ക് എന്ത് കിട്ടും എന്ന് മസ്താൻ ചോദിക്കുന്നു. നല്ല ഒരു വരുമാനം തരാമെന്ന് അറബി മസ്താനോട് സമ്മതിക്കുകയും ചെയ്തു. മസ്താന് ആ സമയം വരെ ഒരു മാസം കൂലിയായി ലഭിച്ചിരുന്നത് 15 രൂപയാണ്. ഈ പ്രക്രിയയിൽ അറബിയോടൊപ്പം കൂടിയപ്പോൾ മസ്താന്റെ മാസശമ്പളം അങ്ങ് വർദ്ധിക്കുകയാണ്, 50 രൂപയാകുന്നു. ആ കാലഘട്ടത്തിൽ 50 രൂപ എന്ന് പറയുന്നത് വളരെ വളരെ വലിയ തുകയാണ്. 50 രൂപ ലഭിച്ചു തുടങ്ങിയതോടുകൂടി മസ്താന്റെ ജീവിത സാഹചര്യങ്ങൾ ഒന്ന് മെച്ചപ്പെടുകയാണ്. അതുമാത്രമല്ല, പലരുടെയും ശ്രദ്ധയിൽ മസ്താൻ പെടുകയാണ്. എന്നാൽ ഇതേ സമയത്ത് നേരത്തെ ഉത്തർപ്രദേശിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഒക്കെ പലരും ബോംബെയിലേക്ക് കുടിയേറിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അങ്ങനെ കുടിയേറിയ പലരും ചെറിയ ചെറിയ ഗുണ്ടാ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന കാര്യവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന ഒരു ടീമിൽ ചില പത്താന്മാരുണ്ട്. ആ പത്താന്മാര് ചില ഗുണ്ടകളുമായി ചേർന്ന് ഈ ഷിപ്പ് യാർഡിൽ വന്നിട്ട് ഈ കൂലികളിൽ നിന്ന് പണം പിടിച്ചു വാങ്ങുന്ന ഒരു ശൈലിയുണ്ട്, ഒരു ഗുണ്ടാ പിരിവ്. ഓരോ മാസവും അവർക്ക് വരുമാനമായി ലഭിക്കുന്ന 15 രൂപയിൽ നിന്ന് ഒരു വിഹിതം ഈ ഗുണ്ടകൾക്ക് പിരിവായി കൊടുത്തില്ല എങ്കിൽ ഈ ഷിപ്പ് യാർഡിൽ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. ഇതാണ് ഈ ഗുണ്ടകളുടെ ശൈലി. സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ ശാരീരികമായി ഉപദ്രവിക്കും, ശരിക്ക് തല്ലും. ഈ പത്താന്റെ തല്ല് പേടിച്ചിട്ട് പല കൂലികളും ഇയാൾക്ക് കൃത്യമായും മാസത്തവണ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ കഥ നടക്കുന്നത്. നമ്മുടെ മസ്താൻ അങ്ങനെ അറബിയുമായി കമ്പനി അടിച്ച് കുറേശ്ശെ കള്ളക്കടത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പത്താൻ ഇടയ്ക്ക് പിരിവിന് വരുന്നത്. ഒരു ദിവസം മസ്താൻ ആ കാഴ്ച കാണുകയാണ്. ശരിക്കും ക്രൂരമായിട്ട് ഒരു കൂലിയെ ഈ പത്താൻ മർദ്ദിക്കുന്നത്. ഇതിന് എന്തായാലും ഒരു തിരിച്ചടി കൊടുക്കണം എന്ന് മസ്താൻ മനസ്സിൽ ഉറപ്പിക്കുന്നു. മസ്താൻ ആ കൂലികളുടെ കൂട്ടത്തിലുള്ള ചില ചെറുപ്പക്കാരോട് ഈ വിവരം സംസാരിക്കുന്നു. നമ്മൾ എല്ലുമുറിയെ പണിയെടുത്ത് ഉണ്ടാക്കുന്ന വരുമാനം ഇങ്ങനെ വരുന്ന ഒരാൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. അയാൾക്ക് പണം വേണമെങ്കിൽ അയാൾ പണിയെടുക്കട്ടെ. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ പണമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതിനെ ഒരാളിങ്ങനെ പിടിച്ചു പറിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നത് ശരിയല്ല, നമുക്ക് പ്രതികരിക്കണമെന്ന് മസ്താൻ തൻ്റെ കൂട്ടുകാരോട് പറയുന്നു. മസ്താന്റെ അഭിപ്രായത്തോട് അനുഭവമുള്ള ഏകദേശം 10ഓളം ആളുകളെ മസ്താൻ സംഘടിപ്പിക്കുന്നു. അങ്ങനെ ആ ദിവസം എത്തുകയാണ്. ഷേർഖാൻ പത്താൻ, ഇതാണ് ആ പത്താന്റെ പേര്. എല്ലാ വെള്ളിയാഴ്ചയുമാണ് ഇയാൾ പിരിവിന് വരിക. കാരണം ആഴ്ചയുടെ ആഴ്ചയാണ് ഇവർക്ക് പലപ്പോഴും പണം ലഭിച്ചിരുന്നത്. വെള്ളിയാഴ്ച ഇയാൾ പിരിവിന് വന്നപ്പോൾ പെട്ടെന്ന് മസ്താനും 10 പേരും കൂടി ഈ ഷേർഖാൻ പത്താനെ വളയുകയാണ്. ഷേർഖാൻ പത്താന്റെ കൂടെ ഉള്ളത് 4 ഗുണ്ടകളാണ്. അവരുടെ കൈവശം കുഞ്ഞു കത്തിയുണ്ട്, മടക്കാൻ കഴിയുന്ന കത്തിയാണ്. ഒരു വശത്ത് മൂർച്ചയുള്ള കത്തിയാണ്. അത് രാംപൂരി കത്തി എന്ന പേരിലാണ് പേര് കേട്ടിരുന്നത്. അത് വയറ്റിലോട്ടൊന്ന് കയറ്റി ഒരു പിടി പിടിച്ചാൽ കുടലൊക്കെ അറ്റുപോകും. അത്തരം കത്തിയുമായിട്ടാണ് ഈ ഗുണ്ടകൾ അന്ന് ബോംബെ തെരുവ് അടക്കി ഭരിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ മസ്താന്റെയും ടീമിന്റെ കയ്യിലുള്ളത് നല്ല നീളമുള്ള വടികളാണ്. അവിടെ എന്തായാലും ഒരു സംഘടനം ആരംഭിക്കുകയാണ്. കത്തിയുമായിട്ട് പത്താനും ഗുണ്ടകൾ ഒരു വശത്തും വടിയുമായിട്ട് മസ്താനും കൂട്ടരും മറുവശത്തും. അതിഭീകരമായ ഒരു സംഘടനം. അതിഭീകരമായ തല്ലെന്ന് പറഞ്ഞാൽ പത്താന്റെ ശരീരത്തിൽ ഇനി ഓടിയാൻ എല്ലുകൾ ബാക്കിയില്ല എന്ന് പറയുന്ന ശൈലിയിലേക്ക് മസ്താന്റെ ടീം അടിച്ചു ഓടിച്ചു. മസ്താൻ ജനിച്ച നാൾ മുതൽ ജോലി ചെയ്യുന്നു എന്ന് പറയുന്ന ശൈലിയിലുള്ള ഒരാളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 8ാമത്തെ വയസ്സ് മുതൽ സൈക്കിൾ വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്ന ആളാണ് മസ്താൻ. അവിടെ നിന്നാണ്
18ാമത്തെ വയസ്സിൽ ഈ ഷിപ്പ് യാർഡിലേക്ക് വന്നിരിക്കുന്നത്. ശരിക്കും പണിയെടുത്ത് കൈക്ക് നല്ല കരുത്തുള്ള മസ്താന്റെ ഇടി താങ്ങാൻ കഴിയാതെ ഷെർഖാൻ പത്താൻ താഴെ വീണുകയും താഴെ വീണ ഷെർഖാൻ പത്താനെ മസ്താൻ അവിടെ ഇട്ട് ചവിട്ടിക്കൂട്ടുകയും ചെയ്തു. എന്തായാലും ഈ സംഭവം മസ്താന് ഒരു പേരുണ്ടാക്കി. മസ്താൻ ഉണ്ടെങ്കിൽ ഇനി ഒന്നും പേടിക്കേണ്ട, ഒരാൾക്കും ഇനി നമ്മൾ ഗുണ്ടാ പിരിവ് കൊടുക്കേണ്ടതില്ല എന്ന് കൂലികൾക്ക് തോന്നുന്ന ഒരു സമയമാണിത്. കൂലികളുടെ നേതാവായി പതുക്കെ മസ്താൻ അങ്ങ് വളർന്നു വരികയാണ്. ഇത് കൂലികളുടെ ഇടയിൽ മാത്രമല്ല മസ്താന് പേരുണ്ടാക്കി കൊടുത്തത്, മസ്താന് നേരത്തെ ടിപ്പൊക്കെ കൊടുത്തിരുന്ന അറബിക്കും വലിയ കാര്യമായി. ഷെയ്ഖ് മുഹമ്മദ് അൽ ഖാലിദ് എന്ന ആ അറബി അന്ന് മുതൽ നമ്മുടെ മസ്താനെ കൂടി അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ പാർട്ണറാക്കുകയാണ്. പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ല, ലാഭത്തിന്റെ 10% മസ്താന്. അത് വലിയൊരു സംഖ്യയായിട്ടാണ് മസ്താൻ അനുഭവപ്പെട്ടത്. എന്തായാലും മസ്താൻ ആദ്യമായി ഒരു ബിസിനസിന്റെ ഭാഗമാകുകയാണ്. അതിനോടൊപ്പം ഷെയ്ഖ് മുഹമ്മദ് അൽ ഖാലിബ് മസ്താനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. സ്വർണത്തെ എങ്ങനെയാണ് വിലയിടുന്നത്, എങ്ങനെയാണ് അതിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത്, എങ്ങനെയാണ് സ്വർണത്തെ സൂക്ഷിച്ചു വെക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മസ്താനെ ഖാലിബ് പഠിപ്പിക്കുകയാണ്. ആ സമയമായപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 5 വർഷമായിരിക്കുകയാണ്. മഹാരാഷ്ട്രയും ഗുജറാത്തും കൂടെ ചേർന്ന് അന്ന് ഒറ്റ സംസ്ഥാനമാണ്. മൊറാർജി ദേശായിയാണ് അന്നത്തെ മുഖ്യമന്ത്രി. അതിശക്തനായ മുഖ്യമന്ത്രിയാണ്. എല്ലാ കാര്യങ്ങളും അടിച്ചമർത്തുന്ന ഒരു സ്വഭാവമുള്ള, ഒരു മുതലാളിത്ത മനോഭാവമുള്ള ആളാണ് അന്ന് മൊറാർജി ദേശായി. മൊറാർജി ദേശായി അവിടെ ഒരു നിയമം നടപ്പിലാക്കുകയാണ്. മദ്യം ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളുടെയും ഇറക്കുമതി പൂർണ്ണമായിട്ടും മൊറാർജി ദേശായി ബോംബെയിൽ നിരോധിക്കുകയാണ്. ഇത് കള്ളക്കടത്തുമായി ബന്ധിപ്പിച്ച് നിൽക്കുന്ന ആൾക്കാർക്കൊരു ചാകരയായി മാറുകയാണ്. മദ്യം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് സർക്കാർ കൊടുക്കാതെ വന്നാൽ അത് കിട്ടുന്നത് എവിടെ നിന്നാണോ അവിടെ നിന്ന് വാങ്ങാനുള്ള ഒരു പ്രവണതയുണ്ട്. കള്ളച്ചാരായം എത്തിക്കുന്നത് ഒരു വലിയ ലാഭമുള്ള ബിസിനസ്സായി മാറുന്നത് അങ്ങനെയാണ്. മൊറാർജി ദേശായി അതിൻ്റെ കാരണക്കാരനായി തീർന്നു എന്ന് മാത്രം. ഉൾക്കടലിൽ നങ്കൂരമിടുന്ന കപ്പലുകളിൽ നിന്ന് രഹസ്യമായിട്ട് പല സാധനങ്ങൾ രാത്രിയുടെ മറപറ്റി ബോംബെയുടെ തീരത്തേക്ക് എത്തിച്ച് അത് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് മസ്താനും കൂട്ടരും ചെയ്തിരുന്നത്. അങ്ങനെ മസ്താനും ഷെയ്ഖ് മുഹമ്മദ് അൽ ഖാസിബും ധാരാളം കാശുണ്ടാക്കുന്ന സമയമാണ്. മൊറാർജി ദേശായിയുടെ നിരോധനം നിലവിലുള്ളത് കൊണ്ട് ആവശ്യക്കാർ ഇഷ്ടംപോലെ ഉണ്ടെന്ന് അർത്ഥം. ഗവൺമെന്റ് വക സപ്ലൈ ഇല്ലാതെ വരുമ്പോൾ സപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായാൽ അവിടേക്ക് ജനം ഒഴുകിയെത്തുന്നത് സ്വാഭാവികമായ നീതിയാണ്, അത് സ്വാഭാവികമായ കാര്യമാണ്. അതിൻ്റെ ഫലമായിട്ട് ഇഷ്ടംപോലെ കാശുണ്ടായപ്പോൾ ഒരു വീട് വാങ്ങാനുള്ള കാശ് മസ്താന് കിട്ടുകയാണ്. പക്ഷേ മസ്താന്റെ ഭാഗ്യം അധികം നീണ്ടു നിന്നില്ല. പോലീസ് മസ്താന്റെ മുതലാളിയായ ഷെയ്ഖ് മുഹമ്മദ് അൽ ഖാസിബിനെ അറസ്റ്റ് ചെയ്യുകയാണ്. കള്ളക്കടത്തിന്റെ പേരിലാണ് അറസ്റ്റ്. ഷെയ്ഖ് മുഹമ്മദ് അൽ ഖാസിബ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് മസ്താൻ കടലിലാണ്. കടലിൽ നിന്ന് ഒരു പെട്ടി സ്വർണ്ണ ബിസ്ക്കറ്റുമായി കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ അദ്ദേഹത്തിന്റെ മുതലാളി അറസ്റ്റ് ചെയ്യപ്പെട്ട വിവരം അറിയുന്നത്. ഒരു പെട്ടി നിറയെ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ. ആ സ്വർണ്ണ ബിസ്ക്കറ്റ് ഇനി എന്ത് ചെയ്യണം? ഇതായി മസ്താന്റെ അന്വേഷണം, അല്ലെങ്കിൽ മസ്താന്റെ ആലോചന. ആവശ്യക്കാർ അനവധി ഉള്ള ഒരു സാധനമാണ് സ്വർണം. അപ്പൊ ആർക്ക് കൊടുത്താലും കാശ് കിട്ടും. പക്ഷെ ഇത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഖാസിബിന്റെ സാധനമാണ്. അയാളാണെങ്കിൽ പോലീസ് കസ്റ്റഡിയിലാവുകയും ചെയ്തു. അപ്പൊ ഇനി എന്ത് ചെയ്യും? മസ്താന്റെ മനസ്സിലേക്ക് അപ്പൊ കടന്നു വന്നത് മസ്താന്റെ അച്ഛൻ നൽകിയിട്ടുള്ള ഉപദേശമാണ്. അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത്, ഒരു കാരണവശാലും കൂടെ നിൽക്കുന്ന ആളിനെ ചതിക്കരുത്. ഇത് രണ്ടും വേദവാക്യം പോലെ മനസ്സിൽ കരുതിയിരിക്കുന്ന, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന വ്യക്തിയാണ് നമ്മുടെ മസ്താൻ. മസ്താൻ അതുകൊണ്ട് തന്നെ ഈ പെട്ടി സുരക്ഷിതമായി ഒരു സ്ഥലത്ത് വെക്കുകയാണ്. കാലം ഇങ്ങനെ വേഗം ഓടിപ്പോവുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഷെയ്ഖ് മുഹമ്മദ് അൽ ഖാസിബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാണ്. കേസ് നടത്താനൊക്കെ ഒരുപാട് പണം ചെലവഴിക്കപ്പെട്ടു. ശരിക്കും കുത്തുപാള എടുത്തു നിൽക്കുന്ന സമയമാണ്. തിരിച്ച് ഗൾഫിലേക്ക് മടങ്ങിപ്പോണോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണോ എന്നുള്ള ശൈലിയിലായി ഖാസിബിന്റെ ആലോചന. ശരിക്കും പെട്ടു നിൽക്കുന്ന ഒരു അവസരമാണ്. ആ സമയത്ത് മസ്താൻ ഹാസിബിനെ കാണാൻ വരുന്നു. ഹാസിബിനെ കണ്ടിട്ട് ഒന്നും പറയാതെ ഹാസിബിന്റെ കൈയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടക്കുകയാണ്. ഒരു കാര്യം പറയാനുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മസ്താന് ശരിക്കും വിശ്വാസമുള്ള ഷെയ്ഖ് മുഹമ്മദ് അൽ ഖാസിബ് മസ്താനോടൊപ്പം നടക്കുകയാണ്. നടന്ന് ശരിക്കും ഇടുങ്ങിയ ഒരു വഴിയിലൂടെ നടന്ന് ഒരു കുടിലെത്തിച്ചേരുകയാണ്. സാധാരണ മനുഷ്യന്മാർ താമസിക്കുന്ന ഒരു കുടിൽ പോലുള്ള വീട്. മസ്താൻ കുറച്ച് വൃത്തിയുള്ള വീട് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ വീട്ടിലേക്കല്ല മസ്താൻ ഷെയ്ഖ് മുഹമ്മദ് അൽ ഖാസിബിനെ കൊണ്ടുപോയത് ഒരു ചെറിയ വീട്ടിലേക്കാണ്. അവിടെ
ശരിക്കും പൊളിഞ്ഞു കിടന്ന ഒരു കുഴി പോലുള്ള സ്ഥലമുണ്ട്. അതിൻ്റെ പുറത്ത് കുറേ പഴംതുണികളൊക്കെ കിടപ്പുണ്ട്. ആ പഴംതുണിയൊക്കെ മാറ്റിയിട്ട് ഒരു പെട്ടി പുറത്തെടുത്ത് കാണിക്കുകയാണ്. ഷെയ്ഖ് മുഹമ്മദ് അൽ ഹാസിം ആ പെട്ടി കണ്ട് ഞെട്ടി. ആ പെട്ടിയുടെ മൂടി തുറന്നപ്പോൾ അതിനകത്ത് നിറയെ സ്വർണ്ണ ബിസ്ക്കറ്റുകളാണ്. ഒരു പെട്ടി നിറയെ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ. ഹാസിബിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിൽ അതിശയമൊന്നുമില്ല. ഉടമയായ ഷെയ്ഖ് മുഹമ്മദ് അൽ ഹാസിം ജയിലിലായ സ്ഥിതിക്ക് സാധാരണ ഇതിൽ ആരാണെങ്കിലും ആ സ്വർണവുമായി മുങ്ങാനാണ് പതിവ്. ആ സ്വർണവുമായി മുങ്ങുകയേ ഉള്ളൂ. കാരണം ഇതൊരു കള്ളക്കടത്ത് ബിസിനസ്സാണ്. കള്ളക്കടത്ത് സാധനവും സൂക്ഷിക്കുന്നതിന് അപകടകരമാണ്. മസ്താനോട് ഷെയ്ഖ് ചോദിച്ചു, അല്ല മസ്താനെ, നിനക്കിത് നേരത്തെ ആർക്കെങ്കിലും കൊടുത്ത് പൈസ ആക്കി എവിടെയെങ്കിലും പോയി സുഖമായി ജീവിച്ചുകൂടായിരുന്നു? അതിന് മസ്താൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. എനിക്ക് ആരുടെ കണ്ണു വെട്ടിച്ച് വേണമെങ്കിലും ഈ സ്വർണം ഇവിടുന്ന് ഒളിച്ചു കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. പക്ഷേ നമുക്കൊക്കെ മുകളിൽ സ്രഷ്ടാവില്ലേ? അദ്ദേഹത്തിൻ്റെ കണ്ണ് വെട്ടിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. ഇത് എന്നോട് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ള വാചകമാണ്. അതുകൊണ്ടാണ് ഞാനിത് സൂക്ഷിച്ചത്. ആ വാക്കുകൾ ഷെയ്ഖ് മുഹമ്മദ് അൽ ഹാസിബിന് ഒരു വല്ലാത്ത തേൻമഴ പോലെയാണ് അനുഭവപ്പെട്ടത്. ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയുന്ന ആളുകളെ കൂടെ കിട്ടുക എന്ന് പറയുന്നത് അപൂർവതയിൽ അപൂർവമായ ഒരു സംഭവമാണ്. ഇവിടെ ഈ കൊച്ചു മസ്താൻ ഇത് അവിശ്വസനീയമായ ഒരു വിശ്വാസം കാണിച്ചിരിക്കുന്നു. 3 കൊല്ലക്കാലം എത്രയോ മൂല്യമുള്ള സ്വർണ്ണ ബിസ്ക്കറ്റുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. സ്വർണ്ണ ബിസ്ക്കറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. മറ്റു സ്വർണ്ണ ഉരുപ്പടികൾ പോലെയല്ല, ഒന്നും സംഭവിക്കത്തില്ല. ഒരു കുഴപ്പവും പറ്റാതെ അതുപോലെ തന്നെ ഇരിക്കും. എത്ര കാലം വേണമെങ്കിലും ബിസ്ക്കറ്റ് രൂപത്തിൽ സ്വർണത്തെ സൂക്ഷിക്കാൻ പറ്റും, ഒന്നും സംഭവിക്കത്തില്ല. ഇവിടെ തനി സ്വർണമാണ് ഇതാ മസ്താൻ നമ്മുടെ ഷെയ്ഖിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഷെയ്ഖിന് ഇതിൽ പരം വേറെ സന്തോഷമുണ്ടോ? ഷെയ്ഖ് മസ്താനെ കെട്ടിപ്പിടിച്ചു. മസ്താനോട് പറഞ്ഞു, ഇനി മുതൽ നമ്മുടെ പാർട്ട്ണർഷിപ്പ് മാറുകയാണ്. എന്ത് കിട്ടിയാലും അതിൽ 50-50, 50% നിനക്ക്, 50% എനിക്ക്. ഇവിടെ മുതൽ മസ്താന്റെ ജീവിതമാകെ മാറി മറിയുകയാണ്. 50% എന്ന് പറഞ്ഞാൽ ആ നിമിഷം മുതൽ മസ്താൻ ഒരു കോടീശ്വരനായി മാറുകയാണ് എന്നുള്ളതാണ് സത്യം. അത്രമാത്രം മൂല്യമുള്ള സ്വർണ്ണ ബിസ്ക്കറ്റുകളാണ് ആ പെട്ടിയിൽ ഉണ്ടായിരുന്നത്. ഒറ്റ ദിവസം കൊണ്ട് മസ്താൻ മുംബൈയിൽ ഒരു കോടീശ്വരനായി മാറിയിരിക്കുകയാണ്. ഇന്നത്തെ വില അനുസരിച്ചാണ് നമ്മൾ കോടീശ്വരൻ എന്ന് പറയുന്നത്. അന്ന് മസ്താൻ യഥാർത്ഥത്തിൽ കിട്ടിയത് 5 ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ്, അല്ലെങ്കിൽ 5 ലക്ഷം രൂപയാണ് കിട്ടിയെന്ന് പറയാം. 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് 1955 വലിയ സംഖ്യയാണ്. ഇപ്പോഴത്തെ കോടികളെക്കാൾ മൂല്യമുണ്ടെന്ന് അർത്ഥം. എന്തായാലും മസ്താന്റെ ഈ സത്യസന്ധത ബോംബെയിലെ അധോലോകമായി വളർന്നു വരുന്ന മേഖലയിൽ വലിയൊരു പാട്ടായി മാറി. സാധാരണക്കാർക്കിടയിലും മസ്താൻ ഒരു താരമായി മാറുകയാണ്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളായിട്ട് മസ്താനെ എല്ലാവരും കാണുകയാണ്. ചതിക്കില്ല എന്നുള്ള ഒരു പേരാണ് മസ്താന്റെ പേരിലേക്ക് വരുന്നത്. മസ്താൻ അനവധി പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. മസ്താന്റെ പ്രവർത്തനങ്ങളൊക്കെ ഈ കള്ളക്കടത്തുമായി ബന്ധിപ്പിച്ചാണെന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. പുറംകടലിൽ വരുന്ന കപ്പലിൽ നിന്ന് വാച്ചും അതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങളും ഒക്കെ കൃത്യമായിട്ടും ബോംബെയിൽ രാത്രി ആരും അറിയാതെ ഇറക്കുക, അത് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക. മസ്താൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ വിവിധ സ്ഥലത്ത് കൊണ്ടുപോയി വിൽക്കാനായിട്ട് ഏജന്റുമാരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായി. അനവധി ആളുകളാണ് മസ്താന്റെ ഏജന്റുമാരായി മാറുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഏജന്റ്സ് എന്ന് പറയാം. അപ്പൊ സാധനങ്ങളൊക്കെ നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് അൽ ഹാസിം വിവിധ സ്ഥലങ്ങളിൽ പോയി പർച്ചേസ് ചെയ്ത് അയക്കുന്നതാണ്. അപ്പോൾ വളരെ വില കുറച്ച് സാധനങ്ങൾ കിട്ടുന്ന ദുബായ് പോലുള്ള പല രാജ്യങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ട് കപ്പലിൽ ബോംബെയിൽ എത്തിക്കുന്ന ജോലിയാണ് നമ്മുടെ ഷെയ്ഖിനുള്ളത്. ബോംബെയിൽ അത് മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ജോലി മസ്താനുമാണ്. ബിസിനസ് വളരുന്നതനുസരിച്ച് മറ്റ് ആളുകളുമായി ടൈപ്പ് ഉണ്ടാക്കാനും മസ്താൻ മറന്നില്ല. ഗുജറാത്തിന്റെ ഭാഗമായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഡാമൻ ഡ്യൂ. ഡാമൻ കേന്ദ്രീകരിച്ചുകൊണ്ട് കള്ളക്കടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കള്ളക്കടത്ത് രാജാവാണ് സുഗൂർ നാരായൺ ബക്കിയ. സുഗൂർ നാരായണൻ ബക്കിയും മസ്താനും തമ്മിൽ ടൈപ്പ് ആകുന്നു. ഒരു ഏരിയ സുഗൂർ നാരായണൻ ബക്കിയയ്ക്കും മറ്റേ ഏരിയ മസ്താനും. ഇവർ തമ്മിലൊരു പാർട്ട്ണർഷിപ്പായി. അപ്പോൾ വിവിധ ആളുകളുമായി പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്നതിലേക്ക് മസ്താൻ പതുക്കെ പതുക്കെ വളരുകയാണ്. ഒരാളുടെ ടെറിട്ടറിയിൽ മറ്റൊരാൾ കയറാത്ത ശൈലിയിൽ കാര്യങ്ങൾ വരികയാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വിഷയമുണ്ട്. പലരും അതിക്രമിച്ച് കയറും. അതിക്രമിച്ച് കയറുമ്പോൾ അവരെ തടയാനായിട്ടൊരു സംഭവം വേണം. അവിടെയാണ് പുതിയ ഒരു സംഭവം ഉടലെടുക്കുന്നത്. കരുത്തുള്ള, ആയുധങ്ങൾ ധരിക്കാൻ കപ്പാസിറ്റിയുള്ള, എന്ത് കാര്യങ്ങൾ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ചില ആളുകൾ ഇവർക്ക് അനിവാര്യമായി വരുന്നു. അവിടെ 2 പുതിയ താരോധയങ്ങൾ ഉണ്ടാവുന്നു. കരീം ലാല എന്നും വരദരാജ മുതലിയാർ എന്നും പേരുള്ള 2 പേർ. വരദരാജൻ മുനീസ്വാമി മുതലിയാർ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനാണ്. വളരെ കുഞ്ഞു പ്രായത്തിൽ, അതായത് 7 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴേ
ജോലി ചെയ്യാൻ നിർബന്ധിതനായ ഒരു ബാല്യമാണ് വരദരാജൻ മുതലിയാർക്കുള്ളത്. മദ്രാസിലെ മൗണ്ട് റോഡിലുള്ള ഒരു സ്റ്റുഡിയോയിൽ സഹായിയായിട്ടാണ് വരദരാജൻ മുതലിയാർ തന്റെ ജീവിതം ആരംഭിക്കുന്നത്. ശരിക്കും പണിയുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലത്ത് സ്റ്റുഡിയോയിൽ വരുന്ന ആളുകളുമായി സംസാരിക്കാനുള്ള അവസരം പലപ്പോഴും വരദരാജന് കിട്ടിയിരുന്നു. അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനുമുള്ള ഒരു ശേഷി വരദരാജൻ അവിടെ വെച്ച് തന്നെ നേടിയെടുക്കുകയാണ്. തമിഴും അതുപോലെ തന്നെ പഠിച്ചെടുക്കുകയാണ്. ഇതൊക്കെ മറ്റു കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കുന്ന സമയത്ത് സ്കൂൾ സഹായം ഇല്ലാതെയാണ് വരദരാജന്റെ പഠനം നടക്കുന്നത്. പ്രായം കൂടി വരുന്നതിനനുസരിച്ച് ചെറുപ്പത്തിന്റെ തുടക്കത്തിൽ വരദരാജൻ കൂടുതൽ മെച്ചപ്പെട്ട സ്ഥലം തേടി നേരെ ബോംബെയിലെത്തുന്നു. ബോംബെയിൽ എത്തിക്കഴിഞ്ഞ വരദരാജൻ ജോലിക്കായി ചെന്നുപെട്ടത് വിക്ടോറിയ ടെർമിനലാണ്. വിക്ടോറിയ ടെർമിനൽ ധാരാളം ട്രെയിനുകളിൽ യാത്രക്കാർ വരുമ്പോൾ അവർക്ക് സാധനങ്ങൾ എടുത്തു വയ്ക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന പോർട്ടറുടെ ജോലിയിലേക്ക് വരദരാജൻ മുതലിയാർ വരികയാണ്. പോർട്ടറുടെ ജോലി ശരിക്കും ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. എത്ര നന്നായി യാത്രക്കാരെ സഹായിച്ചാലും ആ കാലഘട്ടത്തിലെ യാത്രക്കാർ മിക്കവാറും പോർട്ടർമാരെ വഴക്ക് പറയുക, ചീത്ത പറയുക എന്നൊക്കെ ശീലമാക്കിയ കാലഘട്ടമാണ്. ഇന്നത്തെ പോലെ ജോലിക്കാരോട് ഒരു നല്ല മനസ്സോടെ പെരുമാറുന്ന ആളുകളല്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. കൂടുതൽ ഉടമസ്ഥാവകാശമുള്ള അടിമയും ഉടമയും ശൈലിയിലുള്ള പെരുമാറ്റമൊക്കെയാണ് പലപ്പോഴും യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്നത്. ശരിക്കും ബുദ്ധിമുട്ടുള്ള ഒരു പകലിന്റെ അന്ത്യത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം വരദരാജ മുതലിയാർ വിക്ടോറിയ ടെർമിനലിന് പുറകുവശത്തുള്ള ഏകദേശം 260 വർഷത്തോളം പഴക്കം വരുന്ന ഒരു ക്ഷേത്രമുണ്ട്. ഒരു ബാബയുടെ ക്ഷേത്രമാണ്. അവിടെ എത്തും. അവിടെ എത്തുന്നത് വെറുതെയല്ല, കയ്യിൽ കുറച്ച് പൊതികൾ കാണും. ആ പൊതിയിലൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ആ ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്തായി വിശന്നിരിക്കുന്ന അനവധി ആളുകളുണ്ട്. അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും. അന്നേ ദിവസം അധ്വാനിച്ചുണ്ടാക്കിയ കാശിന്റെ നല്ലൊരു പങ്കാണ് യഥാർത്ഥത്തിൽ വരദരാജൻ മുതലിയാർ അന്നിങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമല്ല, ആഴ്ചയിൽ എല്ലാ ദിവസവും ഈ പ്രക്രിയ വരദരാജ മുതലിയാർ ചെയ്തുകൊണ്ടേയിരുന്നു. ചെറുപ്രായത്തിലാണ്, 18 വയസ്സ് മാത്രം പ്രായമുള്ള കാലഘട്ടമാണ്. ഈ പ്രക്രിയ ഇങ്ങനെ തുടർന്നു വരുന്നതിനിടയിൽ വരദരാജ മുതലിയാർ പതുക്കെ പതുക്കെ പോർട്ടർമാരുടെ ഇടയിൽ ഒരു സ്വീകാര്യനായി മാറുകയാണ്. നല്ലൊരു പയ്യൻ, ശരിക്കും സത്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊരു പേര് പതുക്കെ പതുക്കെ ഉണ്ടാവുകയും പലരും വരദരാജ മുതലിയാരുടെ ഈ ആക്ടിവിറ്റിയോട് സഹകരിക്കുകയും ചെയ്യും. കിട്ടുന്നതിലൊരു പങ്ക് വിശന്നിരിക്കുന്നവർ കൂടി കൊടുക്കുക. അത് എന്താണെങ്കിലും ആ ഒരു ശൈലിയിലേക്ക് പതുക്കെ പതുക്കെ വരദരാജ മുതലിയാർ വളർന്നു വരുമ്പോൾ 1952 ആകുന്നു. അന്ന് ഗുജറാത്തും മഹാരാഷ്ട്രയും ചേർന്ന് ഒറ്റ സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് മൊറാർജി ദേശായി. മൊറാർജി ദേശായി ഈ 2 സ്റ്റേറ്റിലും കൂടി മദ്യം അങ്ങ് നിരോധിക്കുകയാണ്. മദ്യപിച്ച് നല്ല തഴക്കവും പഴക്കവുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മദ്യം ലഭിക്കാതെ വന്നാൽ അത് എവിടെ ലഭിക്കുമോ അവിടെ പോയി കുടിക്കും. മദ്യ നിരോധനം എന്ന് പറഞ്ഞാൽ കാർപ്പറ്റ് നിരോധനമാണ്. സർക്കാർ എല്ലാ കണ്ണുകളിലൂടെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരും മദ്യപിക്കേണ്ട. ഗാന്ധിജിയുടെ മദ്യ നിരോധനത്തിന്റെ മറ പറ്റിക്കൊണ്ടാണ് ഈ നിരോധനമൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ആവശ്യക്കാർക്ക് മദ്യം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ പറ്റിയാൽ അത് ഉണ്ടാക്കുന്ന ആൾക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഹാജി മസ്താന്റെ കഥയിലൂടെ നമ്മൾ പഠിച്ചിരുന്നു. അതേ കഥ തന്നെ ഇവിടെ വരദരാജൻ മുതലിയാരിലേക്കും വരികയാണ്. മദ്യം എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അവിടെ ഒരു ഫോർച്യൂൺ ഉണ്ടാവുകയാണ്. അവിടെ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം ഉണ്ടാകുന്നു എന്ന് വരദരാജൻ മുതലിയാർ തിരിച്ചറിയുന്നു. അവിടെ നിന്ന് നാം അറിയുന്ന അധോലോക രാജാവായിട്ട് പതുക്കെ പതുക്കെ വരദരാജ മുതലിയാർ വളരുകയാണ്. ബോംബെയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളൊന്ന് ഇത്തരം ബിസിനസ്സിന് പറ്റി എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ടെന്നുള്ളതാണ്. അത് അവിടുത്തെ ജോഗ്രഫിയുടെ കൂടി പ്രത്യേകതയാണ്. ധാരാവി ആയാലും തൊട്ട് സമീപത്തുള്ള പ്രദേശങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ചെറിയ 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 വീടുകളും ചെറിയ ചെറിയ വഴികളുമാണ്. ഒന്നും രണ്ടുമല്ല, നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അവിടെ അനധികൃതമായി മദ്യക്കച്ചവടം ചെയ്യുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കുവാനായി പോലീസ് എത്തിയാൽ അത് കണ്ടുപിടിക്കാൻ കഴിയുന്ന പോലീസിന് നോബൽ സമ്മാനം കൊടുക്കേണ്ടി വരും. അത്ര ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. എന്തെങ്കിലും കാരണവശാൽ വരദരാജൻ മുതലിയാരുമായി ബന്ധിപ്പിച്ച ആരെയെങ്കിലും പോലീസ് പിടിച്ചാൽ, അല്ലെങ്കിൽ വരദരാജൻ മുതലിയാരെ തന്നെ പിടിച്ചാൽ, വരദരാജൻ മുതലിയാരും ആ പോലീസും തമ്മിലൊരു സംഭാഷണം ആരംഭിക്കുകയാണ്. സംഭാഷണത്തിന്റെ അവസാനം, അത് ഏത് പോലീസുകാരനാണെങ്കിലും അവസാനം വരദരാജ മുതലിയാരുടെ വാചകമടിയിൽ വീണു പോകും എന്നൊരു കഥ ആ കാലത്ത് പതുക്കെ പതുക്കെ പടരുകയാണ്. ഏകദേശം 28, 29, 30 വയസ്സ് മാത്രം പ്രായമുള്ള വരദരാജ മുതലിയാരുടെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. ചെറുപ്പത്തിൽ തന്നെ ആളുകളെ പറഞ്ഞു വീഴ്ത്താനുള്ള ഒരു അസാധ്യ ശേഷിയുള്ള ഒരു മദ്രാസിയാണ് ഈ വരദരാജൻ മുതലിയാർ എന്നൊരു കഥ പതുക്കെ എല്ലാ ആളുകളുടെ ഇടയിലേക്കും പരക്കുകയാണ്. പോലീസുകാർക്കും ഇദ്ദേഹത്തെ വലിയ ഇഷ്ടമായി തുടങ്ങി.
മറ്റൊരു കാര്യം കൂടി 1950 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിൽ ധാരാവിയെക്കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ ധാരാവിയിൽ ഒരു പോലീസ് കേസൊക്കെ ഉണ്ടെങ്കിൽ ആ ആൾക്ക് ഒരു വെയിറ്റ് ആണ്. എൻ്റെ പേരിൽ ഒരു പോലീസ് കേസുണ്ട്, അത് ചാരായം കടത്തുമായി ബന്ധിപ്പിച്ചോ അല്ലെങ്കിൽ നല്ലൊരു കുറ്റകൃത്യവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരും പെരുമയൊക്കെ വളരെ വലുതാണ്. വല്ല സില്ലി കേസ്, ചെറിയ അടിപിടി കേസോ അല്ലെങ്കിൽ എന്താ പറയുക ചെറിയ ഏതെങ്കിലും പെറ്റി കേസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നാണക്കേടാണ്. കേസൊക്കെ ഉള്ള ആളുകൾ ഒരു രാജാവിന്റെ പരിവേഷത്തോടു കൂടിയാണ് അവിടെ കാണുന്നത്. ആൾക്കാർക്ക് അവർ വലിയ കാര്യമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലെ ആളുകളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കേസൊന്നും ആളുകൾക്കൊരു പ്രശ്നമേ അല്ല എന്നർത്ഥം. ആളുകളുടെ ഈ മാനസികാവസ്ഥയെ മിക്കവാറും എല്ലാ അധോലോക നായകന്മാരും നന്നായി എല്ലാ കാലത്തും എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ആ കാലഘട്ടത്തിൽ ധാരാവിയുടെ ചതുപ്പ് നിലങ്ങളാണ് മിക്കവാറും വാറ്റുചാരായത്തിന്റെ ഉൽപാദന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ചതുപ്പ് നിലങ്ങളിൽ നൂറുകണക്കിന് വാറ്റ് കേന്ദ്രങ്ങൾ കാണും. ഏകദേശം 120ഓളം ലിറ്റർ വാറ്റുചാരായമാണ് ഒരു ചൂളയിൽ നിന്ന് ഒരു ദിവസം ഉണ്ടാക്കിയെടുക്കുക. മിക്കവാറും എല്ലാ ആളുകളും തമിഴ്നാടുമായി ബന്ധിപ്പിച്ച ആളുകളുമായിരിക്കും. എന്നാൽ വരദരാജൻ മുതലിയാർ ആളുകളെ തമിഴ്നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇഷ്ടംപോലെ സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, അവരുടെ പരിചയക്കാരെയൊക്കെ ബോംബെയിലേക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അവരൊക്കെ തന്നെ ചതുപ്പ് നിലങ്ങളിൽ രാത്രി പോലീസിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ചാരായം വാറ്റും. ആ വാറ്റിയെടുക്കുന്ന ചാരായത്തെ വിൽക്കുന്ന ജോലിയാണ് അടുത്ത ടീമിനുള്ളത്. വരദരാജൻ മുതലിയാർ മാത്രമല്ല ഇത്തരം ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നത്. പലരും ഏർപ്പെടും. പക്ഷേ വരദരാജൻ മുതലിയാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് നല്ല പങ്ക് തിരിച്ച് ഈ ബിസിനസ്സിൽ തന്നെ മുടക്കും. അതിശക്തമായൊരു നെറ്റ്വർക്കാണ് വരദരാജൻ മുതലിയാർ ഈ കള്ളച്ചാരായം വാറ്റിയെടുത്ത് വിതരണം ചെയ്യുന്ന മേഖലയിൽ ഉണ്ടാക്കിയെടുത്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തമിഴ്നാട്ടിൽ നിന്ന് അനവധി ആളുകളെ എത്തിച്ചിട്ട് ബോംബെയുടെ വിവിധ ഭാഗങ്ങളിൽ വരദരാജൻ മുതലിയാർ അവർ സെറ്റിലാക്കിയാണ്. ധാരാവിയിൽ മാത്രമല്ല, ചെമ്പൂരിലും ചുറ്റുവട്ടത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും, സെൻട്രൽ ബോംബെയിൽ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പുതിയ തമിഴ് കോളനികൾ ഉണ്ടാവുകയാണ്. ഒരു കുടുംബം വരുന്നു, അവരുമായി ബന്ധിപ്പിച്ച് വേറെ ആളുകൾ വരുന്നു, അവരുമായി ബന്ധിപ്പിച്ച് അനവധി മറ്റാളുകൾ വരുന്നു. ഇവരൊക്കെയും ആത്യന്തികമായി എത്തിച്ചേരുന്നത് വരദരാജൻ മുതലിയാർ ഒരുക്കിയിരിക്കുന്ന നെറ്റ്വർക്കിലേക്കാണ്. ഇവരുമായി ബന്ധമില്ലാത്ത ആളുകളും തമിഴ്നാട്ടിൽ നിന്ന് ബോംബെയിൽ എത്താറുണ്ട്. അവരും ആത്യന്തികമായി അവസാനം വരദരാജൻ മുതലിയാരുടെ നെറ്റ്വർക്കിൽ എത്തിച്ചേരും. ഒന്നുകിൽ ചാരായം വാറ്റുന്ന ആളുകൾ, അല്ലെങ്കിൽ ചാരായം വിൽക്കുന്ന ആളുകൾ, അതുമല്ലെങ്കിൽ ഇത് രണ്ടിനിടയിൽ ഇത് കൊണ്ടുപോകാനുള്ള ആളുകൾ, അതുമല്ലെങ്കിൽ മറ്റൊരു കൂട്ടരുണ്ട് പോലീസിനും വരദരാജൻ മുതലിയാർക്കും ഇടയിൽ നിൽക്കുന്ന ആളുകൾ. പോലീസിന്റെ സംഘം അല്ലെങ്കിൽ പോലീസുമായി ബന്ധിപ്പിച്ച ആരെങ്കിലും എവിടെയെങ്കിലും എത്തുന്ന വിവരം അറിഞ്ഞാൽ ചെയിനായിട്ട് ആ വിവരങ്ങൾ കൃത്യമായി എത്തേണ്ട സ്ഥലത്ത് എത്തും. പോലീസ് എത്തുമ്പോൾ ആട് കിടന്ന സ്ഥലത്ത് പൂട പോലും ഇല്ല എന്ന് പറഞ്ഞു കേൾക്കില്ലേ, അതുപോലെ ഒന്നും കാണത്തില്ല, ശുദ്ധം ശൂന്യം. അങ്ങനെ വളരെ സേഫ് ആയിട്ടുള്ള അടിപൊളി ഒരു നെറ്റ്വർക്കാണ് വരദരാജൻ മുതലിയാർ തന്റെ ബിസിനസ് വളർത്തിയെടുക്കാൻ വേണ്ടി ബോംബെയിൽ ആ കാലഘട്ടത്തിൽ പടുത്തുയർത്തിയത്. വരദരാജൻ മുതലിയാരുടെ സംഘത്തിൽ ഏറ്റവും ആദ്യത്തെ തട്ടെന്ന് പറയുന്നത് വാറ്റാൻ അറിയാവുന്ന ആളുകളാണ്. കൃത്യമായി ചാരായം മിക്സ് ചെയ്തെടുക്കാൻ കഴിയുന്ന ആളുകൾ ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ്. ആ കോമ്പിനേഷൻ, മിക്സിംഗ് കോമ്പിനേഷൻ എന്നുള്ളത് ഒരു സീക്രട്ട് അല്ലെങ്കിൽ ഒരു രഹസ്യം എന്നൊക്കെ നമുക്ക് പറയാം. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വാറ്റ് ചാരായത്തെ തലച്ചുമടായി നടന്ന് ചതുപ്പ് നിലത്തിലൂടെ കരയിലെത്തിക്കണം. അതിൽ പലപ്പോഴും പുതുതായി റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ആളുകളാണ് വരുന്നത്. കരയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് വിവിധ കടകളിലേക്ക്, ബോംബെയിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ പെട്ടിക്കടകളിലേക്കും ചെറിയ കടകളിലേക്കും ഒക്കെ ഈ സാധനം എത്തുകയാണ്. ആ സാധനം കൊണ്ടുപോകുന്ന ആളുകളെ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിച്ചാൽ ഒരു കാര്യം നമ്മളെ അത്ഭുതപ്പെടുത്തും. ആ കൊണ്ടുപോകുന്നതിൽ പലരും മുമ്പ് പോലീസായിരുന്നു എന്നുള്ളതാണ്. പോലീസിൽ നിന്ന് റിട്ടയർ ആകുന്ന എല്ലാ ആളുകൾക്കും വരദരാജൻ മുതലിയാർ ജോലി കൊടുക്കുന്നു. എന്താണ്? ചാരായം കടകളിൽ കൊണ്ടുകൊടുന്ന് വിൽക്കുന്ന പണി. പോലീസായിരുന്നപ്പോൾ കിട്ടുന്നതിനേക്കാൾ കാശ് ഇവിടെ വരദരാജൻ മുതലിയാരുടെ ആളുകളായി മാറുമ്പോൾ ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസിൽ നിലവിലിരിക്കുന്ന ആളുകൾ ഏത് ശൈലിയിൽ പെരുമാറും എന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ചോദ്യമൊന്നുമില്ലല്ലോ. ബോംബെയുടെ വിദൂര ഭാഗങ്ങളിലേക്ക് കള്ളച്ചാരായം എത്തിക്കുന്നതിന് വരദരാജൻ മുതലിയാർക്ക് അതിനൂതനമായ ചില സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ കൂടുതലായി ഉപയോഗിച്ചിരുന്നത് വലിയ ട്രക്കുകളാണ്. ട്രക്കുകളുടെ ടയറിനകത്ത് നിറയെ ഈ ചാരായമാണ് നിറയ്ക്കുന്നത്. ട്രക്കിൽ ഒരു ടയർ അധികം ഉണ്ടാവുമല്ലോ, ആ ടയർ എന്ന് പറയുന്നത് പൂർണ്ണമായും ചാരായമായിരിക്കും. ഹൈവേയിൽ ആളൊഴിഞ്ഞ ഭാഗത്ത് ആ ട്രക്കുകൾ നിർത്തിയിടുമ്പോൾ അതിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ വന്ന് ചാരായം ആവശ്യത്തിന് വാങ്ങിച്ചോളും. എന്നിട്ട് അവരത് വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകും.
ഈ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച്. അതിൽ ഒട്ടുമുക്കാൽ ആളുകളും പോലീസ് ആയിരുന്നവരോ അല്ലെങ്കിൽ സസ്പെൻഷനിലുള്ള പോലീസുകാരോ ആണ്. അവർക്ക് കൃത്യമായും ഏതൊക്കെ ഭാഗത്ത് പോലീസ് അന്വേഷിക്കാൻ വരുമെന്ന് വ്യക്തമായി അറിയാം. അവർ ഇല്ലാത്ത ഭാഗങ്ങളിൽ അത് വിതരണം ചെയ്യാൻ ഈ പോലീസുകാരെക്കാൾ മിടുക്കരായ ആളുകൾ വേറെ കിട്ടാൻ പാടാണ്. അതുപോലെ തന്നെയാണ് ടാക്സി കാറുകളുടെ കാര്യവും. ടാക്സി കാറുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം ഫിയറ്റ് കാറുകളും അംബാസഡർ കാറുകളും ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. അതിന്റെ പുറകുവശത്തെ സീറ്റ് എങ്ങ് ഒഴിവാക്കിയിട്ടുണ്ടാകും. അവിടെ മൊത്തത്തിൽ ചാരായ കന്നാസുകളിലാക്കി അടുക്കി അതുമായിട്ടാണ് വാഹനം മുന്നോട്ട് പോവുക. എല്ലായ്പ്പോഴും സൗഹൃദത്തിലുള്ള പോലീസുകാരുണ്ടായി എന്ന് വരത്തില്ലല്ലോ. ചില സ്ഥലങ്ങളിലെങ്കിലും പോലീസ് എതിരാളികളായി മാറും. അവിടെ അവർക്ക് നേരത്തെ അറിയാം അങ്ങനെ സംഭവിക്കുമെന്ന്. അതുകൊണ്ട് എസ്കോർട്ടിനായിട്ട് മറ്റൊരു വാഹനം ഉണ്ടാവും. ആ വാഹനത്തിന്റെ ജോലി വളരെ രസകരമായ ഒരു ജോലിയാണ്. പോലീസ് പാർട്ടി വരുന്നത് കണ്ടാൽ ഈ എസ്കോർട്ട് വരുന്ന വാഹനം റോഡിന് നടുക്ക് എല്ലാ വാഹനങ്ങളെയും ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. വാഹനത്തിലെ ഇഗ്നിഷൻ ഓണായിരിക്കും, താക്കോലിട്ട് കാണത്തുമില്ല. ഓണായ വാഹനം റോഡിന് നടുക്ക് നിന്നാൽ രണ്ട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെയും സ്റ്റോപ്പ് ആകുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. വൺ ട്രാഫിക് ആകുന്നു. ഇതിനിടയിൽ നമ്മുടെ അധോലോകത്തിന്റെ ഭാഗമായി മദ്യക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടി സ്ഥലം വിട്ടിട്ടുണ്ടാവും. പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അനവധി മാർഗങ്ങളിൽ ഒരെണ്ണമാണ് കൃത്രിമമായ ട്രാഫിക് സൃഷ്ടിക്കാന്നുള്ളത്. വളരെ വിജയകരമായി വരദരാജൻ മുതലിയാരുടെ ടീം ഇത് പലപ്പോഴും ചെയ്തിരുന്നത് പല പത്രപ്രവർത്തകരും ആ കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരദരാജൻ മുതലിയാരുടെ മദ്യക്കച്ചവടം കൊഴുത്തു വരുമ്പോൾ മറ്റൊരു കാര്യം സംഭവിക്കുകയാണ്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ബോംബെയിലേക്ക് ഒഴുകുകയാണ്. ബോംബെയിലെ ചേരികളും മറ്റ് സ്ഥലങ്ങളും ഒക്കെ വലുതാവുകയാണ്. പുതിയ 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 താമസ സ്ഥലങ്ങൾ വരികയാണ്. ആ താമസ സ്ഥലത്ത് എത്തിച്ചേരുന്ന ആൾക്കാർക്ക് വളരെ വേഗത്തിൽ വരദരാജൻ മുതലിയാരുമായി ബന്ധപ്പെട്ടാൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ ലഭിക്കുന്നു, വാട്ടർ കണക്ഷൻ ലഭിക്കുന്നു, വീടിന്റെ പെർമിറ്റ് ലഭിക്കുന്നു. അവിടുത്തെ കോർപ്പറേഷൻ ഓഫീസിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിലോ ചെന്നാൽ കാലങ്ങളെടുക്കുന്ന വർഷങ്ങളെടുക്കുന്ന പ്രോസസ്സാണ്. ഇവിടെ ദിവസങ്ങൾ കൊണ്ട് അത് തയ്യാറാക്കി കൊടുക്കുന്നു. വരദരാജൻ മുതലിയാർ മറ്റൊരു ഗവൺമെന്റായി മാറുന്നു എന്നർത്ഥം. വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടക്കാൻ ആരെ സമീപിക്കണം എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് വരദരാജൻ മുതലിയാരാകുന്നു. സ്വാഭാവികമായും സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകളുടെയൊക്കെ കാണപ്പെട്ട ദൈവമായി വരദരാജൻ മുതലിയാർ മാറുകയാണ്. വരദരാജൻ മുതലിയാർ കള്ളവാറ്റ് നടത്തുന്ന ഒരു ചാരായ കച്ചവടക്കാരിൽ നിന്ന് ഒരു ഡോണായി അധോലോക രാജാവായി പതുക്കെ 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 മാറുകയാണ്. അധോലോകം, അതെ, സകല കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഓംനി പ്രസന്റ് ആയിട്ടുള്ള ഓംനി പൊട്ടന്റ് ആയിട്ടുള്ള സർവശക്തനായ അധോലോകം. ആ ശൈലിയിലേക്ക് പതുക്കെ പതുക്കെ ഇതാ വരദരാജൻ മുതലിയാർ വളർന്നു വരികയാണ്. അതിൽ മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി ഏതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ധാരാവിയാണ്. ധാരാവിയെ അങ്ങനെ ആക്കിയത് ആരെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിയായ ധാരാവി സൃഷ്ടിച്ച ആരെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ഉത്തരം വരദരാജൻ മുതലിയാരെന്നാണ്. വരദരാജൻ മുതലിയാരാണ് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ മുംബൈയിലേക്ക് എത്തിച്ചതിന്റെ പ്രചോദനം എന്ന് പറയുന്നത്. അവർക്ക് താങ്ങും തണലുമായത് ആരെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, വരദരാജൻ മുതലിയാർ. അവർക്ക് വീടുകൾ ഉണ്ടായതിന്റെ പിന്നിൽ, അവർക്ക് ഇലക്ട്രിസിറ്റി കാർഡ് ഉണ്ടായതിന്റെ പിന്നിൽ, അവർക്ക് വാട്ടർ കണക്ഷൻ ഉണ്ടായതിന്റെ പിന്നിൽ, അവർക്ക് എല്ലാവിധ റേഷൻ സംവിധാനങ്ങളും കിട്ടാനുള്ള സൗകര്യം ഉണ്ടായതിന്റെ പിന്നിൽ ഒക്കെ ആരെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് വരദരാജൻ മുതലിയാരാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം ഒരു ഡോണായി മാറി എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് അതിശയമൊന്നുമില്ലല്ലോ. 1960കളിൽ വരദരാജൻ മുതലിയാരുടെ ഒരു വർഷത്തെ ടേൺ ഓവർ എന്ന് പറയുന്നത് 12 കോടി രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ളതാണ് ഏകദേശ കണക്ക്. 12 കോടി രൂപ 1960 എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്, വളരെ വലിയ സംഖ്യയാണ്. നമുക്ക് സങ്കല്പിക്കാനാവുന്നതിനേക്കാൾ വളരെ വലിപ്പമുള്ള ഒരു സംഖ്യ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായി വരദരാജൻ മുതലിയാർ മാറുന്നു എന്നർത്ഥം. സ്വാഭാവികമായും വരദരാജൻ മുതലിയാർ വൈകുന്നേരം ഭക്ഷണം കൊടുക്കുന്ന ആളുകളുടെ എണ്ണവും കൂടിക്കൊണ്ടേയിരുന്നു. തന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്ന ആക്ടിവിറ്റീസിന് നീക്കി വെക്കണമെന്നുള്ളത് വരദരാജൻ മുതലിയാരുടെ നിർബന്ധ ബുദ്ധിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബാബയുടെ ആശ്രമത്തിന് ചുറ്റുമുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പ്രക്രിയ അദ്ദേഹം തുറന്നുകൊണ്ടിരുന്നു. ഭക്ഷണം കഴിക്കുന്നവരുടെ എണ്ണം 2, 3, 5, 10 എന്നൊക്കെ മാറി 10,000 അതെ, ദിവസവും വരദരാജൻ മുതലിയാർ ഭക്ഷണം കൊടുക്കുന്ന ആളുകളുടെ എണ്ണം 10,000. 10,000 ആളുകൾക്ക് ദിവസവും അന്നം കൊടുക്കുന്ന ആളായി ഒരാൾ മാറിയാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് ചുറ്റും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വലയം, ഒരു സ്നേഹത്തിന്റെ, ഒരു കരുതലിന്റെ വലയത്തെക്കുറിച്ച് പ്രത്യേകം സൂചിപ്പിക്കേണ്ടതില്ലല്ലോ. ഇതേ സമയത്ത് വരദരാജൻ മുതലിയാർക്ക് അധികാര മേഖലകളിലുള്ള
ആളുകളുമായിട്ടുള്ള ബന്ധവും വർദ്ധിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ മിക്കവാറും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കൂടെ ചായ് വാല എന്ന് വിളിക്കുന്ന ആളുകൾ ചായയുമായി എത്താറുണ്ട്. എല്ലാ കോൺസ്റ്റബിൾസിനും പോലീസിന്റെ ഉദ്യോഗസ്ഥർക്കൊക്കെ ചായ കൊടുക്കുന്ന പതിവുണ്ട്. കൃത്യമായിട്ട് പൈസ കിട്ടും. തൊട്ടടുത്തുള്ള ഒരു തട്ടുകട പോലുള്ള സംവിധാനമായിരിക്കാം ഉണ്ടായിരിക്കുക. ചായ് വാലകൾ വരും, ചായ കൊടുക്കും. ഇതൊരു പ്രോസസ്സാണ്. അങ്ങനെ ചായ് സപ്ലൈ ചെയ്യുന്ന ചായ് വാല ഒരു പ്രാവശ്യം ചായയ്ക്ക് പകരം കറുത്ത നിറത്തിലുള്ള ഒരു പാനീയം പോലീസുകാർക്ക് വിതരണം ചെയ്യുന്നു എന്ന് വിചാരിക്കുക. കാലാപാനി എന്നാണ് ആ പാനീയത്തിന്റെ പേര്. ആ ചായ് വാല കാലാപാനീയമായി വരുന്ന സമയത്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു വരുന്നു. സാധാരണ പോലീസുകാർക്കൊന്നും കാലാപാനി കൊടുക്കുന്നില്ല. നടന്ന് നേരെ വന്ന് പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ മേശപ്പുറത്ത് ഒന്നും സംസാരിക്കാതെ കാലാപ്പാനി ഒഴിച്ച് ഗ്ലാസ് വെക്കുന്നു. അങ്ങനെ ഒരു 4-5 പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകും. എന്നിട്ട് ഒരു ശബ്ദവും ഉണ്ടാക്കാതെ നിശബ്ദനായി പൈസ പോലും വാങ്ങാതെ അയാൾ പുറത്തേക്ക് പോകുന്നു. ആ ചായ് വാല പുറത്തേക്ക് പോകുന്നതോടൊപ്പം നമ്മൾ വേറെ ചില രംഗങ്ങളും കാണുകയാണ്. ആ സ്റ്റേഷനിൽ കാലാപ്പാനി കിട്ടിയിരിക്കുന്നത് 2, 3, 4 ആളുകൾക്കായിരിക്കും. അവരൊഴികെ ആ സ്റ്റേഷനിലുള്ള മുഴുവൻ പോലീസുകാരും പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷൻ പുറത്തേക്ക് ഇറങ്ങുന്നു. അവർ മാത്രമല്ല, ആ സ്റ്റേഷനിൽ ആ സമയത്ത് പരാതികളുമായി എത്തിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും പുറത്തേക്ക് ഇറങ്ങുന്നു. അവരെല്ലാം ഒഴിഞ്ഞു മാറുകയാണ്. കാലാപ്പാനി ഇരിക്കുന്ന മേശയുടെ പുറകുവശത്തുള്ള ഓഫീസേഴ്സ് മാത്രമാണ് പിന്നീട് ആ സ്റ്റേഷനിൽ അവശേഷിക്കുക. അത് ഒരു സൂചനയാണ്. അദ്ദേഹം വരുന്നു എന്ന് പോലീസുകാർക്ക് ലഭിക്കുന്ന സൂചനയാണ്. അദ്ദേഹം എന്ന് ഞാനിവിടെ സൂചിപ്പിച്ചത് വരദരാജൻ മുതലിയാരെയാണ്. വരദരാജൻ മുതലിയാർ ഒരു ആവശ്യമായി ഇതാ സ്റ്റേഷനിലേക്ക് വരുന്നു. എല്ലാവരും റെഡിയായിരിക്കൂ എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ കണ്ടതൊക്കെ. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഉഷാറാകുന്നു. പോലീസ് റെഡിയായിരിക്കുന്നു വരദരാജ മുതലിയാരെ സ്വീകരിക്കാനായിട്ട്. അധോലോക രാജാവ് എങ്ങനെയാണ് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. വരദരാജൻ മുതലിയാരെ ഈ ശൈലിയിൽ സ്വീകരിക്കുന്നതിന് ആ പോലീസുകാർക്ക് അവരുടേതായ ന്യായമുണ്ട്. ഏകദേശം 75 മുതൽ 100 കേന്ദ്രങ്ങളാണ് ഒരു പോലീസ് സ്റ്റേഷന്റെ കീഴിൽ കള്ളച്ചാരായം വിൽക്കുന്നതായിട്ടുണ്ടാവുക. ഓരോ കള്ളച്ചാരായം വിൽക്കുന്ന സ്ഥലത്തു നിന്നും കള്ളച്ചാരായം വിൽക്കുന്നതിന് 5000 രൂപയാണ് പോലീസിന് ലഭിക്കുന്ന കമ്മീഷൻ. 100 എണ്ണം ഉണ്ടെങ്കിൽ ഗുണിച്ചു നോക്കാം, 5 ലക്ഷം രൂപ ആ സ്റ്റേഷനിലേക്ക് സ്ഥിരമായി എത്തുന്നു എന്നർത്ഥം. പോലീസുകാർക്ക് വീതം വെച്ചെടുക്കാൻ നല്ലൊരു തുക ലഭിക്കുന്നു എന്നർത്ഥം. അങ്ങനെ എല്ലാ പോലീസ് സ്റ്റേഷനിലെയും എല്ലാ പോലീസുകാരെയും കൃത്യമായും പണം മുടക്കി തൻ്റെ അനുയായികളാക്കി മാറ്റിയാണ് വരദരാജ മുതലിയാർ ആ ബിസിനസ് ബിൽഡ് ചെയ്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വരദരാജൻ മുതലിയാരുടെ ബിസിനസിന്റെ ശൈലി തന്നെ കിട്ടുന്ന കാശിൽ ഒരു നല്ല പങ്ക് തിരിച്ച് താഴോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് പോലീസിന്റെ രൂപത്തിലായാലും ഭക്ഷണം കൊടുക്കുന്ന രൂപത്തിലായാലും സാധാരണ ആളുകളുമായിട്ട് പങ്കുവെക്കുന്നതിലായാലും വരദരാജ മുതലിയാർ ഒരു ഐക്കൺ തന്നെയായിരുന്നു. അതുമാത്രമല്ല, വരദരാജൻ മുതലിയാർ തൻ്റെ ബിസിനസ്സിനെ ചെറിയ ചെറിയ ഭാഗങ്ങളായി തിരിച്ചിരുന്നു, ഏരിയകളായി തിരിച്ചിരുന്നു. ഓരോ ഏരിയയുടെയും ചുമതല നോക്കാനായിട്ട് ഓരോ ആളുകളുണ്ടായിരുന്നു. അതിന് ലാഭവും അവർക്ക് തന്നെയായിരുന്നു. വരദരാജ മുതലിയാർക്ക് ഒരു നിശ്ചിത പെർസെൻറ്റേജ് മാത്രം കിട്ടിയാൽ മതി. നമ്മുടെ ഒരു ഫ്രാഞ്ചൈസി ബിസിനസ്സിന്റെ ശൈലി. ഈ ഫ്രാഞ്ചൈസികൾ ഒന്നും തന്നെ അടുത്ത ഫ്രാഞ്ചൈസിയുടെ ഏരിയയിൽ കയറി ഇടപെടാൻ പാടുള്ളതല്ല. അത് വരദരാജൻ മുതലിയാർ ഉണ്ടാക്കിയിരിക്കുന്ന നിയമമാണ്. കൃത്യമായി ഏരിയ തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. കള്ളവാറ്റും അതിന്റെ വിതരണവും നടത്തുന്നതിന് ഏരിയ തിരിച്ച് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് അങ്ങനെ തന്നെ നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്താനായിട്ട് അദ്ദേഹത്തിന് 2 കൂട്ടാളികളുണ്ട്. ഒരു തമിഴ്നാട്ടുകാരൻ തന്നെയായ ഹാജാബായി എന്നറിയപ്പെടുന്ന തോമസ് കുര്യനാണ് അതിലൊരാൾ. മറ്റൊരാൾ ബെഡ സോമ എന്നറിയപ്പെടുന്ന മൊഹീന്ദർ സിംഗ് ആണ്. അപ്പൊ 2 വിശ്വസ്തരായ ലഫ്റ്റനന്റുമാര് വരദരാജ മുതലിയാർക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായി വരികയാണ്. ഇതേ സമയത്ത് തന്നെ വരദരാജ മുതലിയാർ മറ്റൊരു ബിസിനസ്സിലൂടി കാലുവെക്കുകയാണ്. ഗവൺമെന്റ് വക സ്ഥലം, പുറമ്പോക്ക് എന്ന് പറയാവുന്ന സ്ഥലം, അത് കണ്ടെത്തി അവിടെയെല്ലാം വീടുണ്ടാക്കി വിൽക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് കടക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും അനവധി ആളുകൾ ബോംബെയിൽ വരുമ്പോൾ അവർക്ക് വീട് എന്നുള്ളതൊരു സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഗവൺമെന്റ് വക പ്രോപ്പർട്ടി തന്നെ പതുക്കെ അടിച്ചു മാറ്റി അവിടെയെല്ലാം നികത്തിയെടുത്ത്, ചതുപ്പുകളായിരിക്കും പലത്, നികത്തിയെടുത്ത് വീട് വെച്ച് വിൽക്കുന്ന ഒരു വലിയ പ്രോസസ്സും കൂടി ഇതിനിടയിൽ വരദരാജ മുതലിയാർ തുടങ്ങിയാണ്. അതൊരു വലിയൊരു ബൂമായി മാറുകയാണ്. ഇതേ സമയത്ത് തന്നെ വരദരാജ മുതലിയാർ 3ാമതൊരു ബിസിനസ്സിലൂടെ പങ്കെടുക്കുകയാണ്. അത് വരദരാജ മുതലിയാർ നേരിട്ട് ഒരിക്കലും ചെയ്തിട്ടില്ല. വരദരാജൻ മുതലിയാരുമായി ബന്ധിപ്പിച്ച അനുയായികളുടെ ബിസിനസ്സാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ കാമാത്തിപുര എന്നൊക്കെ പറയുന്ന സംഭവത്തെക്കുറിച്ച് ധാരാളമായി ബോംബെയെ കുറിച്ച് പറയുമ്പോൾ കേൾക്കാറുണ്ട്. ധാരാളം പാവപ്പെട്ട സ്ത്രീകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവിടെ വന്ന് പ്രോസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാകുന്നത് അതിനെ അറിഞ്ഞോ അറിയാതെയോ വരദരാജ മുതലിയാർ ഒരു കാരണമായിട്ടുണ്ടെന്നുള്ളതാണ് സത്യം.
60കളിലാണ് ഈ കഥയൊക്കെ നടക്കുന്നത്. 60കളിൽ കള്ളച്ചാരായ വിൽപ്പനയും റിയൽ എസ്റ്റേറ്റും അതുപോലെ പ്രോസ്റ്റിറ്റ്യൂഷനും ഒരു വലിയ ബിസിനസ് ആണെങ്കിലും ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് രാജാവ് ഏതെന്ന് ചോദിച്ചാൽ അത് കള്ളക്കടത്ത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും കള്ളക്കടത്ത് രാജാവായി ഹാജി മസ്താൻ വിലസി വരുമ്പോഴാണ് വരദരാജ മുതലിയാർ ആ മേഖലയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നത്. രണ്ടുപേരും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ. അവിടെ മറ്റൊരു ബന്ധം ആരംഭിക്കുകയാണ്. വരദരാജൻ മുനിസ്വാമി മുതലിയാർ സാവധാനം സെൻട്രൽ ബോംബെ ബേസ് ചെയ്ത് വളർന്നു വരികയാണ്. വരദരാജൻ മുനിസ്വാമി മുതലിയാർക്ക് കള്ളച്ചാരായ ബിസിനസ്സും പ്രോസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത ബിസിനസ്സും അതുപോലെ കുറച്ച് റിയൽ എസ്റ്റേറ്റുമാണ് ഉള്ളതെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന് അതിൽ നിന്ന് കുറെ കൂടി വളരണമെന്നാണ് താല്പര്യം. അത് കള്ളക്കടത്ത് മേഖലയിലേക്കാണ്. കള്ളക്കടത്ത് മേഖലയിൽ ഇടപെടുന്ന ആളുകളെയാണ് സാധാരണഗതിയിൽ അധോലോക രാജാക്കന്മാരായിട്ട് ആ കാലത്ത് വിലയിരുത്തിയിരുന്നത്. ലോകത്ത് എല്ലായിടത്തും കള്ളക്കടത്തുമായി ബന്ധിപ്പിച്ച ആൾക്കാർക്ക് അങ്ങനെ ഒരു ഡിമാൻഡുള്ള സമയമാണ്. കള്ളക്കടത്തിലാണ് പ്രോഫിറ്റ് ഉള്ളതെന്നും വരദരാജൻ മുതലിയാർക്ക് അറിയാമായിരുന്നു. കള്ളക്കടത്തിലേക്ക് കടക്കാൻ വേണ്ടി വരദരാജൻ മുതലിയാർ അതിനൂതനമായ ഒരു ടെക്നോളജി ബിൽഡ് ചെയ്യണം. അതിനൂതനം എന്ന് പറഞ്ഞാൽ കേട്ടാൽ നമ്മളെ അതിശയപ്പെടുത്തുന്ന ശൈലിയിലുള്ള നെറ്റ്വർക്കാണ് മുതലിയാർ അതിനുവേണ്ടി ഉണ്ടാക്കിയെടുത്തത്. ബോംബെ ഷിപ്പ്യാർഡിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന അനവധി ജോലിക്കാരുണ്ട്. അവരൊക്കെ വരദരാജൻ മുതലിയാരുമായി ബന്ധിപ്പിച്ചാണ് ഷിപ്പ്യാർഡിൽ ജോലിക്കാരായി മാറിയത്. ഷിപ്പ്യാർഡിലെ വിവിധ സ്ഥലങ്ങളിലാണ് അവർ ജോലി ചെയ്യുന്നത്. ഏകദേശം ഒരു 30,000-ഓളം ചതുരശ്ര അടി വിസ്തീർണമാണ് ഷിപ്പ്യാർഡുമായി ബന്ധിപ്പിച്ച് കസ്റ്റംസിലുള്ളത്. ആ സ്ഥലത്ത് 55ഓളം വെയർഹൗസുകളുമുണ്ട്. ആ വെയർഹൗസിലാണ് കപ്പൽ വരുന്ന സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചു കഴിഞ്ഞിട്ടാണ് ആൾക്കാർക്ക് ആ സാധനം അവിടുന്ന് കൈപ്പറ്റാൻ കഴിയുക. അപ്പൊ കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചതിന്റെ റെസിപ്റ്റ് അവിടെ കൊടുക്കുമ്പോൾ വെയർഹൗസിൽ നിന്ന് ആ സാധനം ആരാണോ ആ സാധനം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരിക്കുന്ന ആ ആൾക്ക് കിട്ടും. എല്ലാ ഷിപ്പ്യാർഡുമായി ബന്ധിപ്പിച്ചും വിമാനത്താവളവുമായി ബന്ധിപ്പിച്ചും റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചും ഏതാണ്ട് ഇതേ ശൈലിയിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുക. ഇവിടെ വരദരാജൻ മുതലിയാരുടെ നെറ്റ്വർക്ക് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യണം. വളരെ രസകരമായ ഒരു ബിസിനസ്സാണ്. ധാരാളം സാധനങ്ങൾ കപ്പലിൽ നിന്ന് ഷിപ്പ്യാർഡിലേക്ക് എത്തുമ്പോൾ ആ സാധനങ്ങൾ വെയർഹൗസിലേക്ക് എത്തുന്നതിനിടയിൽ പോർട്ടർമാരുടെ കൈകളിലൂടെ മാറി മറിഞ്ഞങ്ങ് പോകും. ഒരു പോർട്ടർ കയ്യിൽ നിന്ന് അടുത്ത പോർട്ടറിലേക്ക്, അടുത്ത പോർട്ടറിൽ നിന്ന് അതിന്റെ അടുത്ത പോർട്ടറിലേക്ക് ഇങ്ങനെ മാറി 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 യഥാർത്ഥത്തിൽ ആ സാധനം ഷിപ്പ്യാർഡിന്റെ ആ വെയർഹൗസിന്റെ പരിസരത്ത് തന്നെയുള്ള ഏതെങ്കിലും മൂലയിലോ ഏതെങ്കിലും സാധനത്തിന്റെ ചുവട്ടിലോ ഒക്കെ കിടക്കും. വെയർഹൗസിൽ സാധനങ്ങളുടെ ലിസ്റ്റ് അനുസരിച്ച് സാധനങ്ങളൊക്കെ അടുക്കി വെക്കുമ്പോൾ ഈ സാധനം കാണത്തില്ല, മിസ്സായിപ്പോയി. അവിടെയൊക്കെ തിരക്കി നോക്കുമ്പോൾ സാധനം വന്നില്ല, കണ്ടില്ല. 1, 2, 3 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും സാധനം തിരക്കി അതിന്റെ ഉടമകളെത്തും. സാധനം ആരാണോ ഇറക്കുമതി ചെയ്തിരിക്കുന്ന അവര് ആ ഓഫീസിലെത്തുകയാണ്. അവിടെ വന്നിട്ട് അവർ ബില്ല് കൊടുക്കും. ബില്ലനുസരിച്ച് വെയർഹൗസിൽ കയറി നോക്കുമ്പോൾ സാധനം കാണത്തില്ല. സാധനം കണ്ടില്ല അല്ലെങ്കിൽ സാധനം അവിടെ എത്തിയിട്ടില്ല, സാധനം മിസ്സായിരിക്കുന്നു എന്ന ശൈലിയിൽ ഒരു എഴുത്ത് ഈ സാധനം ഇറക്കുമതി ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് കസ്റ്റംസ് നിന്ന് കൊടുക്കും. അവർ അത് നേരെ കൊണ്ടുവന്ന് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും. ഏതെങ്കിലും കമ്പനിയുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും ഇൻഷുർ ചെയ്തിരിക്കുന്നത്. ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സാധനം നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ പൈസ കൊടുത്തേ പറ്റൂ. സാധനം ഇറക്കുമതി ചെയ്ത ആള് ബില്ല് സബ്മിറ്റ് ചെയ്യുന്നു, ഇൻഷുറൻസ് തുക ഈടാക്കുന്നു. 1, 2 മാസം കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സാധനം പതുക്കെ ആ ഇറക്കുമതി ചെയ്ത ഉടമയുടെ അടുത്ത് തന്നെ എത്തുന്നു. ഉടമയോട് പറയും, നിങ്ങൾക്ക് ഈ സാധനം ഞങ്ങൾ പകുതി വിലയ്ക്ക് തരാം. അങ്ങനെ പറയുന്നത് വരദരാജൻ മുതലിയാരുമായി ബന്ധിപ്പിച്ച ആളുകളാണ്. സാധനം ഇറക്കുമതി ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇറക്കുമതിക്ക് വേണ്ടി മുടക്കിയ മുഴുവൻ സംഖ്യയും ഇൻഷുറൻസ് വക തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇതാ സാധനം പകുതി വിലയ്ക്ക് കിട്ടിയിരിക്കുന്നു. സ്വാഭാവികമായും ആ ബിസിനസ്സിൽ അവർ താല്പര്യം കാണിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ആ ബിസിനസ് പതുക്കെ പതുക്കെ പടർന്ന് വലുതാവുകയാണ്. ഒരുപാട് ആളുകളുടെ സാധനം ഇതുപോലെ ഷിപ്പ്യാർഡിൽ വെച്ച് കാണാതാകുന്നു. ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് തുക കൊടുക്കുന്നു. കുറെ നാൾ കഴിയുമ്പോൾ ഉടമയ്ക്ക് സാധനം തിരിച്ചു കിട്ടുകയും ചെയ്യും. പതുക്കെ മുതലയാരുടെ ബിസിനസ്സും വളർന്നു വരികയാണ്. ഇത് പക്ഷേ ഇൻഷുറൻസ് കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു സംശയം, എന്തോ സംഭവങ്ങൾ ഈ ബോംബെ ഷിപ്പ്യാർഡിൽ സംഭവിക്കുന്നുണ്ട്. സാധനങ്ങൾ നഷ്ടമാകുന്നതുമായി ബന്ധിപ്പിച്ച്, കാണാതെ പോകുന്നതുമായി ബന്ധിപ്പിച്ച് അനവധി പരാതികൾ വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കാനായിട്ട് അവിടെ അവർ ഒരു ടീമിനെ ഡിപ്ലോയ് ചെയ്യുന്നു. അവർക്ക് ഈ വെയർഹൗസുകളുടെയൊക്കെ ചുമതലയാണ്. ഏതെങ്കിലും സാധനങ്ങൾ ഷിപ്പ്യാർഡിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്നുള്ള ചുമതല കൂടി അവർക്കുണ്ട്. നേരത്തെ വരദരാജ മുതലിയാർ നടപ്പിലാക്കിയിരുന്ന പദ്ധതി അനുസരിച്ചാണെങ്കിൽ വെയർഹൗസിനകത്തേക്ക് സാധനങ്ങൾ വെക്കത്തില്ല. ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ഒഴിഞ്ഞ സ്ഥലത്തോ ഏതെങ്കിലും കോർണറിലോ കൊണ്ട് സാധനം ഒളിപ്പിച്ചു വെക്കും. കുറെ നാൾ കഴിഞ്ഞിട്ട് ആ സാധനം പൊടി തട്ടി എടുത്ത് തിരിച്ചു കൊണ്ട് കൊടുക്കുകയാണ് പതിവ്. ഇപ്പോ
ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധിപ്പിച്ച ആളുകൾ ഷിപ്പ് യാർഡിൽ വന്നതോടുകൂടി അങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എത്തുകയാണ്. ഇവിടെ വരദരാജൻ മുതലിയാർ ഒരു സംഭവമായി മാറുകയാണ്. ഒരു പുതിയ ടെക്നോളജി അദ്ദേഹം അവിടെ വികസിപ്പിച്ചെടുത്തു എന്ന് തന്നെ പറയാം. വളരെ രസകരമായ ഒരു ടെക്നോളജിയാണ്. നേരത്തെ പോലെ തന്നെ കപ്പലിൽ നിന്ന് സാധനം ഷിപ്പ് യാർഡിൽ ഇറങ്ങുന്നു. അവിടെ നിന്ന് തലച്ചുമടായിട്ട് സാധനങ്ങൾ വെയർഹൌസിലേക്ക് കൊണ്ടുവരുന്ന വരവിൽ വരദരാജൻ മുതലിയാരുമായി ബന്ധപ്പെട്ട പോർട്ടർമാരും അതിൽ പല സാധനങ്ങളും മാറ്റും. ഒരു പോർട്ടർ കയ്യിൽ നിന്ന് വേറൊരു പോർട്ടർ കയ്യിലേക്ക് മാറ്റുന്നത്, ആ പോർട്ടർ കയ്യിൽ നിന്ന് മൂന്നാമത്തെ പോർട്ടറിലേക്ക്, ഇങ്ങനെ പോർട്ടർ കയ്യിൽ നിന്ന് മാറി മാറി വന്നിട്ട് ഒന്നാമത്തെ വെയർഹൌസിൽ വെക്കേണ്ട സാധനം 35ാമത്തെ വെയർഹൌസിൽ കൊണ്ടുവയ്ക്കും. 35ാമത്തെ വെയർഹൌസിൽ വെക്കേണ്ട സാധനം ചിലപ്പോൾ ഇരിക്കുന്ന 8ാമത്തെ വെയർഹൌസിലായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക എന്നുള്ള അർത്ഥം. അപ്പോൾ സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത ആളുകൾ വരുന്നു, അവര് സാധനത്തിന്റെ ലിസ്റ്റ് കൊടുക്കുന്നു. ഒന്നാമത്തെ വെയർഹൌസിൽ അവരുടെ സാധനം ഉള്ളതായിട്ട് ലിസ്റ്റ് ഉണ്ട്. നോക്കുമ്പോൾ അതിനകത്ത് പല സാധനങ്ങളും ഇല്ല. അത് മിസ്സായി. ഇൻഷുറൻസ് കമ്പനിയുടെ ആളുകൾ വെയർഹൌസിന്റെ പുറത്ത് തന്നെ നിൽപ്പുണ്ട്. അവിടെ ഷിപ്പ് യാർഡിന്റെ എല്ലാ ഭാഗങ്ങളും നോക്കുന്നു, അവിടെ സാധനം ഇല്ല. സാധനം എങ്ങോ മിസ്സായിരിക്കുന്നു. 2-3 ആഴ്ച കഴിയുമ്പോൾ ഇൻഷുറൻസുമായി ബന്ധിപ്പിച്ച ആളുകൾ ആ വിഷയം വിടും. സാധനം കാണാനില്ല. അവർ റിപ്പോർട്ട് ചെയ്യുന്നു, ഉടമയ്ക്ക് പൈസ കിട്ടുന്നു. 1 മാസമോ 1.5 മാസമോ അല്ലെങ്കിൽ 2 മാസമോ കഴിയുമ്പോൾ വരദരാജൻ മുതലിയാരുമായി ബന്ധിപ്പിച്ച് ചില ആളുകൾ ഷിപ്പ് യാർഡിൽ കസ്റ്റംസിന്റെ ഓഫീസിലേക്ക് വരുന്നു. ആരും ക്ലെയിം ചെയ്യാത്ത കുറെ സാധനങ്ങൾ ഈ സമയത്ത് ഷിപ്പ് യാർഡിലെ കസ്റ്റംസിന്റെ വിവിധ വെയർഹൌസുകളിൽ ഉണ്ടാവും. അതിനെ ക്ലെയിം ചെയ്യലാണ് ഇവരുടെ പരിപാടി. കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരു ടൈപ്പ് അവിടെ ഉണ്ട്. ആവശ്യമായ ഫീസ് അടയ്ക്കുന്നു, ആ സാധനങ്ങൾ അവർ കൈപ്പറ്റുന്നു. ഈ സാധനം നേരത്തെ അതേ ഉടമയുടെ അടുത്തേക്ക് വീണ്ടും മടങ്ങിയെത്തുകയാണ്. അല്ലെങ്കിൽ അത് വിൽക്കാൻ കഴിയുന്ന മറ്റൊരു സ്ഥലമുണ്ട്, അതാണ് ചോറി ബസാർ. മോഷ്ടിച്ച് കിട്ടുന്ന സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയുള്ള കള്ളന്മാരുടെ ഒരു ബസാർ, ഒരു ചന്ത, ഒരു മാർക്കറ്റ് എന്ന് പറയാം, ചോറി ബസാർ. അവിടേക്ക് ഈ സാധനം എത്തും. ഇത് വരദരാജൻ മുതലിയാർ ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്ന നെറ്റ്വർക്കാണ്. അവിശ്വസനീയമാം വിധം ഭംഗിയായിട്ട് മുതലിയാർ ഈ ബിസിനസ് ചെയ്യാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് ചോദിച്ചാൽ ഇവിടെ കള്ളക്കടത്ത് നടത്തുന്നില്ല. ഒറിജിനൽ സാധനമാണ് യഥാർത്ഥത്തിൽ മറിച്ചു വിൽക്കുന്നതെന്ന് മാത്രം. കള്ളക്കടത്തിന്റെ ഭാഗമായിട്ട് വരദരാജ മുതലിയാർക്ക് മാറാൻ പറ്റിയിട്ടില്ല. ഒറിജിനൽ ആയിട്ട് ഡ്യൂട്ടി അടച്ചു വരുന്ന സാധനങ്ങളെ കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് കസ്റ്റംസുമായി ബന്ധിപ്പിച്ചും അടിച്ചു മാറ്റി വിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വരദരാജ മുതലിയാർ ഒരു സാധനം അടിച്ചു മാറ്റുന്നു. ഇന്ന് നമുക്ക് പറഞ്ഞാൽ അതിശയം തോന്നുന്ന ഒരു സാധനമാണ്. ഒരു TV ആന്റിനയാണ് അടിച്ചു മാറ്റുന്നത്. അടിച്ചു മാറ്റി ഒളിപ്പിച്ചു. പക്ഷേ അവിടെ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ആന്റിന കൊണ്ടുവന്നിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിലെ ഒരു മന്ത്രിയുടെ വീട്ടിലേക്കാണ്. അന്ന് TV വളരെ വളരെ അപൂർവമായ കാലഘട്ടമാണ്. TV ആന്റിനകളും അതുപോലെ തന്നെ അപൂർവതയുള്ള ഒരു സംഭവമാണ്. ഇറക്കുമതി ചെയ്ത ആന്റിന ബോംബെയുടെ ഷിപ്പ് യാർഡിൽ നിന്ന് ആരോ അടിച്ചു മാറ്റിയിരിക്കുന്നു. കേന്ദ്രമന്ത്രി അവിശ്വസനീയമാം വിധം ഒരു പ്രഷർ കസ്റ്റംസിന് മേൽ ചെലുത്തുകയാണ്. കസ്റ്റംസിന്റെ മേലും പോലീസിന്റെ മേലും വൻ പ്രഷർ. എത്രയും പെട്ടെന്ന് ആന്റിനെ കണ്ടുപിടിച്ച് മടക്കി കൊടുക്കണം. അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതുമായി ബന്ധിപ്പിച്ച് സകല ഉദ്യോഗസ്ഥരുടെ മേലും നടപടി വരും. സസ്പെൻഷൻ ഉറപ്പാണ്. കേന്ദ്രത്തിലെ അതിശക്തനായ വകുപ്പ് മന്ത്രിയാണ്. സ്വാഭാവികമായും കസ്റ്റംസുകാർ നിരത്തിലോട്ട് ഇറങ്ങുകയാണ്. പേടിച്ചിട്ട് നിരത്തിലിറങ്ങുകയാണ്. അവർക്കറിയാം ഇത് വരദരാജൻ മുതലിയാരുടെ ടീമാണ് അടിച്ചു മാറ്റിയെന്നും. അവര് പല തരത്തിലും അന്വേഷണം നടത്തിയിട്ടും വരദരാജൻ മുതലിയാർ സമ്മതിക്കുന്നില്ല. അവസാനം അവർ വരദരാജൻ മുതലിയാരെ അറസ്റ്റ് ചെയ്യുന്നു. വരദരാജൻ മുതലിയാരുടെ വീട്ടിൽ വന്നിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. ധാരാവിയിൽ വരദരാജൻ മുതലിയാരുടെ വീട്ടിൽ വന്ന് വരദരാജൻ മുതലിയാരെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. അനവധി ആളുകൾ ദിവസവും വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ വരദരാജൻ മുതലിയാരെ അറസ്റ്റ് ചെയ്ത് നേരെ ആസാദ് മൈതാനത്തിന് സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ ഇതേ സമയത്ത് ബോംബെയിൽ തന്നെയുള്ള മറ്റൊരു ഭാഗത്ത് വേറൊരു കഥ നടക്കുകയാണ്. ഹാജി മസ്താൻ തന്റെ സാമ്രാജ്യം പതുക്കെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോംബെ എന്ന വലിയ സംസ്ഥാനം ഇതിനിടയിൽ 2ആയി വിഭജിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ആണ് ആ പേരുകൾ. നമുക്കറിയാവുന്ന സംസ്ഥാനങ്ങളാണ്. മഹാരാഷ്ട്രയിലെ ബോംബെയിൽ ബിസിനസ് ചെയ്യുന്ന ഹാജി മസ്താൻ തന്റെ ബിസിനസ് ഗുജറാത്തിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കഥ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ആ ബിസിനസ് ഇങ്ങനെ വ്യാപിപ്പിച്ചു വരുന്ന കണ്ടപ്പോ ഹാജി മസ്താന്റെ സുഹൃത്ത് ഹാജി മസ്താനോട് ഒരു കാര്യം പറഞ്ഞു. ബോംബെയിലെ രാജാവായിട്ട് പോരെ നമുക്ക് മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള യാത്ര? ആ ചോദ്യം ഹാജി മസ്താന്റെ മനസ്സിലേക്ക് പതിയുകയാണ്. അപ്പൊ താൻ ഇതുവരെയും ബോംബെയിലെ അധോലോക രാജാവ് ആയി തീർന്നിട്ടില്ല അല്ലേ എന്നതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥമെന്ന് ഹാജി മസ്താൻ മനസ്സിലാവുന്നു. ബോംബെയിലെ വളരെ ചെറിയൊരു ഭാഗത്ത് പടിഞ്ഞാറൻ തീരത്തും
തെക്കൻ തീരത്തും മാത്രമാണ് ഇപ്പോൾ ഹാജി മസ്താന് ഒരു മേൽക്കോയ്മ ഉള്ളത്. നടുക്കുള്ള സ്ഥലം സെൻട്രൽ ബോംബെ, ധാരാവി ഉൾപ്പെടെയുള്ള സ്ഥലമൊക്കെ ഇപ്പോൾ വരദരാജൻ മുതലിയാരുടെ കൈകളിലാണ്. അതുപോലെ പല മേഖലയിലും പലരുമുണ്ട്. പൂർണ്ണമായും ബോംബെ കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ അനവധി ആളുകളുടെ സഹായം വേണം, അല്ലെങ്കിൽ മറ്റുള്ളവരുമായി സഹകരിക്കണമെന്ന് ഹാജി മസ്താന് മനസ്സിലാവുകയാണ്. അതിനുവേണ്ട ആൾ ആരാണ് എന്ന് ഹാജി മസ്താൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പേര് ഹാജി മസ്താന്റെ മനസ്സിലേക്ക് വരുന്നത്: വരദരാജൻ മുതലിയാർ. വരദരാജൻ മുതലിയാരുമായിട്ട് എങ്ങനെ കമ്പനി അടിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ വരദരാജൻ മുതലിയാരെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത് ആസാദ് മൈതാനത്തിന് സമീപമുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ഹാജി മസ്താൻ അറിയുന്നത്. ഹാജി മസ്താൻ അവിശ്വസനീയമാം വിധം പോലീസ് സർക്കിളിൽ ബന്ധമുള്ള ആളാണ്. കസ്റ്റംസുമായിട്ട് നല്ല ബന്ധമാണ്. കാരണം കള്ളക്കടത്തിന്റെ രാജാവ് എന്ന നിലയിൽ കസ്റ്റംസുകാർ അറിയാതെ കള്ളക്കടത്ത് നടത്താൻ പറ്റില്ലെന്നറിയാമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായിട്ടും ഹാജി മസ്താന് നല്ല ബന്ധമാണ്. ഹാജി മസ്താൻ അവരോട് വിവരങ്ങൾ തിരക്കി. വിവരം വളരെ വളരെ ലളിതമാണ്. അവർക്ക് അവരുടെ തൊപ്പി സംരക്ഷിച്ചേ പറ്റൂ. അതിന് കാണാതെ പോയ ആന്റിനെ കണ്ടുപിടിച്ചേ പറ്റൂ. അത് വരദരാജൻ മുതലിയാർ തന്നെയാണ് അടിച്ചു മാറ്റിയത് എന്ന് കസ്റ്റംസിന് പൂർണ്ണ വിശ്വാസമാണ്. ഹാജി മസ്താൻ പറഞ്ഞു, ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, വരദരാജൻ മുതലിയാരുടെ പുറത്ത് നിങ്ങൾ തുടരുത്, അയാളെ ഉപദ്രവിക്കരുത്. ഞാൻ ആ ആന്റിനെ സംഘടിപ്പിച്ചു തരാം. ഹാജി മസ്താന്റെ ഉറപ്പിൽ പോലീസ് ഉദ്യോഗസ്ഥർ വരദരാജൻ മുതലിയാരെ ആസാദ് മൈതാനത്തിന് സമീപമുള്ള പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിൽ അടക്കുകയാണ്. അയാളുടെ പുറത്ത് ഇതുവരെയും കൈവച്ചിട്ടില്ല. സാധാരണഗതിയിൽ തൊപ്പി പോകുന്ന ഒരു സ്റ്റേജ് വന്നാൽ പോലീസുകാര് കള്ളനെ ഇടിച്ച് പിഴിഞ്ഞ് സാധനം എടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ ഹാജി മസ്താൻ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് വരദരാജൻ മുതലിയാർക്ക് ഇടി കിട്ടാതിരുന്നത്. ഇതിനിടയിൽ തന്നെ ചില പോലീസുകാർ വന്ന് വരദരാജൻ മുതലിയാരോട് ഒരു കാര്യം പറഞ്ഞു: നിങ്ങളെ കൈകാര്യം ചെയ്യാനാണ് മോളിൽ നിന്നുള്ള ഉത്തരവ്. കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് തന്നെ ദേഹത്ത് കൈവയ്ക്കാനാണ് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. ദേഹത്ത് കൈവയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇടിച്ചു പിടിയൂന്നർത്ഥം. ആന്റിനെ എവിടെയുണ്ടെന്ന് പറയുന്നവരെ, അല്ലെങ്കിൽ ആന്റിനെ എടുത്തു കൊടുക്കുന്നവരെ മർദ്ദന ഉറപ്പ്. വരദരാജൻ മുതലിയാർ ആകെ വിഷമിച്ച് ലോക്കപ്പിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ സ്റ്റേഷനിലേക്ക് കടന്നു വരികയാണ്. ആ മനുഷ്യൻ കടന്നു വരുമ്പോൾ തന്നെ സ്റ്റേഷനിലകത്തുള്ള ആളുകളുടെ പെരുമാറ്റത്തിൽ ഉണ്ടായ ഒരു മാറ്റം ലോക്കപ്പിന്റെ കമ്പി അഴികൾക്കുള്ളിലൂടെ തന്നെ വരദരാജൻ മുതലിയാർ കാണുകയാണ്. വെള്ള കുർത്ത ധരിച്ച ഒരു മനുഷ്യൻ, പാൻസാണ്, ഷൂ ധരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു 555 സിഗരറ്റ് അദ്ദേഹത്തിന്റെ ചുണ്ടിൽ കത്തിച്ചു പിടിച്ചിട്ടുണ്ട്. അത് എരിയുന്നുണ്ട്. അതിൽ നിന്ന് പുകച്ചുരുളുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് സിഗരറ്റ് വലിച്ചുകൊണ്ട് ഒരാൾ കടന്നു വരിക എന്നൊക്കെ പറയുമ്പോൾ അത് അസംഭവ്യമായ ഒരു സംഭവമാണ്. പക്ഷെ അതിവിടെ സംഭവിക്കുകയാണ്. ആ ആൾ അങ്ങനെ കടന്നു വരുമ്പോൾ പോലീസുകാരുടെ മുഖത്ത് ബഹുമാനം മാത്രമാണ് കാണുന്നതെന്നും വരദരാജൻ മുതലിയാർ കണ്ടു. വരദരാജൻ മുതലിയാർ ഇതുപോലുള്ള ചില പോലീസ് സ്റ്റേഷനുകളെ ചാക്കിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന കക്ഷിക്ക് എന്തോ ഈ മേഖലയിൽ സ്വാധീനമുണ്ടെന്ന് വരദരാജൻ മുതലിയാർക്ക് മനസ്സിലാവുകയാണ്. മുതലിയാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മനുഷ്യൻ നടന്ന് നേരെ ലോക്കപ്പിനടുത്തേക്കാണ് വന്നത്. ലോക്കപ്പിനടുത്ത് വന്നിട്ട് തമിഴിൽ മുതലിയാരോട് പറഞ്ഞു, വണക്കം തലവരെ. പെട്ടെന്ന് വരദരാജൻ മുതലിയാർ ഒന്ന് ഞെട്ടി. തമിഴ് ഭാഷയിൽ തന്നെ അഭിസംബോധന ചെയ്തിരിക്കുന്നു, അതും തലൈവർ എന്ന് പറഞ്ഞിട്ട്. കണ്ടാൽ തന്നെ ഒരു ഗെറ്റപ്പൊക്കെ ഉള്ള ഒരു മാന്യമായ വേഷം ധരിച്ച ഒരാളാണ് വന്നു എന്ന് പറയുന്നത്. വണക്കം തലൈവരെ എന്ന്. എന്നിട്ട് ഒരു കാര്യം കൂടി വന്നാൾ പറഞ്ഞു, ഞാൻ മസ്താൻ, ആളുകൾ എന്നെ ഹാജി മസ്താൻ എന്ന് വിളിക്കും. പേര് കേട്ടപ്പോൾ തന്നെ വരദരാജൻ മുതലിയാർക്ക് കാര്യം മനസ്സിലായി. ഓ, ഇതാണ് ഹാജി മസ്താൻ. ഹാജി മസ്താൻ ഒന്ന് കാണണം, അദ്ദേഹമായി ഒരു കമ്പനി ആകണമെന്നൊക്കെ വരദരാജൻ മുതലിയാർ ആലോചിച്ചു തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. ഇതാ എല്ലാവരും ശ്രദ്ധിക്കുന്ന, എല്ലാവരും ഭയപ്പാടോടെ കാണുന്ന ആ അധോലോക രാജാവ് തന്റെ കൺമുമ്പിൽ നിൽക്കുകയാണ്. പക്ഷെ താൻ അകത്തും അദ്ദേഹം പുറത്തുമാണെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഹാജി മസ്താൻ വരദരാജൻ മുതലിയാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കാം, ഒരു കാര്യം ചെയ്താൽ മതി, ആ ആന്റിന് അങ്ങ് തിരിച്ചു കൊടുക്കണം. അത് കേട്ടതും വരദരാജൻ മുതലിയാർ പറഞ്ഞു, ആന്റിന്? ഏത് ആന്റിന്? എന്താ ആന്റിന്? അതെന്താ? ഹാജി മസ്താൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് വരദരാജൻ മുതലിയാരോട് പറഞ്ഞു, കളി എന്നോട് വേണ്ട കേട്ടോ, എനിക്കറിയാം ആ ആന്റിന് നിങ്ങൾ തന്നെയാണ് എടുത്തത്. പിന്നെ കള്ളന്മാരുടെയും കള്ളികളുടെയും വിഹാര കേന്ദ്രമായ ചോരി ബസാറിൽ സാധനം അടിച്ചുകൊണ്ടൊന്ന് വിൽക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കളി വിടാം, നമുക്ക് കളിക്കാം. വെറും കളിയല്ല, സ്വർണവും വെള്ളിയും വെച്ചുള്ള കളി നമുക്ക് കളിക്കാം. ആ കളിയിൽ എന്റെ പാർട്ണറായിട്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. അതിന് ഈ കസ്റ്റംസിന്റെ കേസിൽ നിന്ന് നിങ്ങൾ ഒന്ന് ഇറങ്ങേണ്ടത് ആവശ്യമാണ്. എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ആ ആന്റിനെ അങ്ങ് കൊടുത്തേക്കും.
ബാക്കി കാര്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യാം. എന്തോ വരദരാജൻ മുതലിയാർക്ക് ഹാജി മസ്താൻ ആ പറഞ്ഞ വാചകത്തോട് വല്ലാത്തൊരു അടുപ്പം തോന്നി, അല്ലെങ്കിൽ അത് കേട്ടപ്പോൾ വല്ലാത്തൊരു പ്രതീക്ഷ തോന്നി. വളരെ വളരെ നാളായിട്ട് ആലോചിച്ചിരുന്ന ഒരു കാര്യമാണ് ഹാജി മസ്താനുമായി ചേർന്ന് ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ സ്വർണ്ണ കള്ളക്കടത്തിന്റെ ഭാഗമാകണമെന്നൊക്കെ വരദരാജ മുതലിയാർക്ക് ആഗ്രഹം തുടങ്ങിയിട്ട് കാലം ഒരുപാടായിരുന്നു. ഇപ്പൊ ഇതാ ഒരു അവസരം വന്നിരിക്കുന്നു. എന്തായാലും വരദരാജ മുതലിയാർ അല്പനേരം ആലോചിച്ചതിന് ശേഷം ഹാജി മസ്താൻ പറഞ്ഞ കാര്യത്തോട് സമ്മതിക്കുകയാണ്. രണ്ട് മനുഷ്യരും കൈകൊടുക്കുന്നു. ഒരാള് ലോക്കപ്പിനകത്തും ഒരാള് ലോക്കപ്പിന് പുറത്തും. അത് കണ്ട പോലീസുകാർ പിന്നീട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരാൾ ഒരു മുണ്ടുടുത്ത ആളാണ്, ഒരു ഷർട്ടുമുണ്ട്, കാലിൽ ഒരു സ്ലിപ്പറാണ്. മറ്റേയാൾ ഒരു കുർത്ത ധരിച്ച, പാൻസ് ഇട്ട്, ഷൂ ധരിച്ച്, ഗ്ലാസ് വെച്ച്, വായിൽ അപ്പോഴും എരിയുന്ന 555 സിഗരറ്റ് സൂക്ഷിക്കുന്ന ആൾ. രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആളുകൾ. പക്ഷെ രണ്ടുപേരും സംസാരിക്കുന്നത് തമിഴ് ഭാഷയിലാണ്. ഹാജി മസ്താൻ മനഃപൂർവ്വമാണ് തമിഴ് ഭാഷ അവിടെ ഉപയോഗിച്ചത്. അടുത്ത് നിൽക്കുന്ന പോലീസുകാർക്ക് ഇവർ തമ്മിൽ എന്താ സംസാരിക്കുന്നതെന്ന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് തമിഴ് സംസാരിച്ചത്. എന്തായാലും അവിടെ ഒരു ഡീല് ഉരുത്തിരിയുകയാണ്, ഒരു പുതിയ സൗഹൃദം ഉണ്ടാവുകയാണ്. ഹാജി മസ്താനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ സെൻട്രൽ ബോംബെയും കൂടി തന്റെ അധീനതയിൽ എത്തുകയാണ്. വരദരാജൻ മുതലിയാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രൊട്ടക്ഷനാണ് വന്നു ചേർന്നത്. അതുമാത്രമല്ല, സ്വർണ്ണ കള്ളക്കടത്തിന്റെ ഭാഗമാകാനുള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ വരദരാജ മുതലിയാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ഹാജി മസ്താനും വരദരാജ മുതലിയാരും കൂടി ലോക്കപ്പിന്റെ മുൻവശത്ത് വെച്ചുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഹാജി മസ്താൻ തിരികെ പോകുന്നു. വരദരാജ മുതലിയാരെ കുറെ കഴിഞ്ഞതിന് ശേഷം കസ്റ്റംസ് എല്ലാ കേസുകളിൽ നിന്നും വിടുവിക്കുന്നു. കൃത്യമായ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ആന്റണി എവിടെയാണ് ഉള്ളതെന്ന് പോലീസുകാർക്ക് വിവരം കിട്ടുന്നു. പോലീസ് അത് കണ്ടുപിടിക്കുന്നു. എന്തായാലും കേസ് അങ്ങ് തേഞ്ഞു വാഞ്ഞു പോവുകയാണ്. വരദരാജ മുതലിയാർ തിരിച്ചു വീട്ടിലേക്ക് വരികയാണ്. ആളുകൾ നോക്കി നിൽക്കുകയാണ്. രാവിലെ കസ്റ്റംസും പോലീസും കൂടെ ചേർന്ന് വരദരാജൻ മുതലിയാരെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. സ്വാഭാവികമായും പോലീസിനോട് കണക്ക് തീർക്കാൻ വരദരാജൻ മുതലിയാർ മടങ്ങി വരും എന്നൊരു പ്രതീക്ഷയാണ് വരദരാജ മുതലിയാരുമായി ബന്ധിപ്പിച്ച ആളുകൾക്കുള്ളത്. അനുയായികളൊക്കെ സംഘടിച്ചു നിൽക്കുകയാണ്. പോലീസിന് ഒരു പാഠം പഠിപ്പിക്കണം, അതുപോലെ കസ്റ്റംസിനെയും ഒരു പാഠം പഠിപ്പിക്കണം. ഇതാണ് അവരുടെ ആഗ്രഹം. അപ്പോഴാണ് സന്ധ്യയായപ്പോൾ വരദരാജൻ മുതലിയാർ തിരികെ എത്തുന്നത്. തിരികെ എത്തിയ വരദരാജൻ മുതലിയാരോട് പോലീസിന് പണി കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അനുയായികൾ എപ്പോഴും ചോദിക്കുകയാണ്. വരദരാജ മുതലിയാർ അതിനെ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. അതിനു പകരം ശരിക്കും സന്തോഷവാനായിട്ടാണ് വരദരാജ മുതലിയാർ അവരോടൊക്കെ ഇടപെടുന്നത്. ജയിലിലായ ആൾക്ക് ഇത്രയും സന്തോഷമോ എന്നുള്ളൊരു ചോദ്യമാണ് പല അനുയായികളും പരസ്പരം ചോദിച്ചു തുടങ്ങിയത്. സന്തോഷമാണെന്ന് മാത്രമല്ല, വരദരാജ മുതലിയാർ പറഞ്ഞു, നമുക്കിതൊന്ന് ആഘോഷിക്കണം. അങ്ങനെ എന്താ ഈ പറഞ്ഞ, ജയിലിലായതിനെ ആഘോഷിക്കൂ, അതൊക്കെ ഉണ്ട്, നമുക്കൊന്ന് ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ട് വൻ ആഘോഷ പരിപാടികളാണ് വരദരാജ മുതലിയാർ തുടർന്ന് അവിടെ നടത്തുന്നത്. ഒരു ഗണേശ ഉത്സവം സംഘടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ വരദരാജ മുതലിയാർ ചെയ്തത്. ആ കാലഘട്ടം മുതൽ തുടർന്ന് എപ്പോഴും ഗണേശ ഉത്സവ സമയത്ത് അതീവ ശ്രദ്ധയോടുകൂടി ആ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വരദരാജ മുതലിയാർ എല്ലായ്പ്പോഴും ശ്രമിച്ചിരുന്നു. വലിയ പന്തലൊക്കെ ഇട്ട് വലിയ ഉത്സവമാണ് ഗണേശ ഉത്സവത്തിന്റെ ഭാഗമായി വരദരാജ മുതലിയാർ എപ്പോഴും ബോംബെയിൽ നടത്തിയിരുന്നത്. കാലം ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ അമിതാഭ് ബച്ചൻ കൂലി എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു എന്താ പറയുക, സ്റ്റണ്ട് സീൻ ചെയ്തപ്പോൾ മേശ അമിതാഭ് ബച്ചന്റെ വയറിൽ കുത്തിക്കേറുകയും വയർ മുറിഞ്ഞ് അതീവ ഗുരുതരമായ രക്തസ്രാവത്തോടുകൂടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അമിതാഭ് ബച്ചൻ മരിച്ചു പോകും എന്നുള്ള ഒരു വാർത്തയാണ് പൊതുവെ ലോകത്ത് എല്ലായിടത്തും കിട്ടിയിരുന്നത്. ആ സമയത്ത് എല്ലാ ദിവസവും അമിതാഭ് ബച്ചന്റെ ഭാര്യ ജയാ ബച്ചൻ ഈ ഗണേശ ഉത്സവം നടക്കുന്ന പന്തലിൽ വരുമായിരുന്നു. വന്ന് എന്താ പറയുക, എത്രയെങ്കിലും മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുമായിരുന്നു. അതെല്ലാവരും കാണുന്ന ഒരു കാഴ്ചയാണ്. അത്ര വിശ്വാസപൂർവ്വമാണ് ആ ഗണേശ ഉത്സവത്തെ അവിടെ കൊണ്ടാടിയിരുന്നത്. അതിന് മിക്കവാറും നേതൃത്വം വഹിക്കുന്നത് ഈ വരദരാജ മുതലിയാരാണ്. വരദരാജ മുതലിയാർ ഈ ശൈലിയിൽ മുന്നേറുമ്പോൾ മറുഭാഗത്ത് ഹാജി മസ്താൻ തന്റെ ബിസിനസ് വിപുലപ്പെടുത്തി വരികയാണ്. ഹാജി മസ്താന്റെ ബിസിനസ് എന്ന് പറയുന്നത് ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും സ്വർണം ഇറക്കുമതി ചെയ്യുക എന്നുള്ളതാണ്. ഡ്യൂട്ടി അടച്ചും ഡ്യൂട്ടി അടയ്ക്കാതെയും. ഡ്യൂട്ടി അടയ്ക്കാതെ വരുന്ന സ്വർണം പുറംകടലിൽ വരുന്ന കപ്പലിൽ നിന്ന് ആരും അറിയാതെ കരയിലെത്തിച്ച് മറിച്ച് വിൽക്കുന്ന ഒരു ബിസിനസ്സാണ് പൊതുവെ ഹാജി മസ്താന്റെ കാതൽ എന്ന് പറയുന്നത്. എന്നാൽ ഡ്യൂട്ടി അടച്ച് ഒരു ബിസിനസ് ഹാജി മസ്താൻ വേറെ ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയിൽ നിന്ന് നല്ല വെള്ളി വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന ബിസിനസ്സാണ്. മിഡിൽ ഈസ്റ്റിലേക്കും അതുപോലെ ഈസ്റ്റ് ആഫ്രിക്കയിലേക്കും ആഫ്രിക്കയിലെ മറ്റ് രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യും. അത് പൂർണ്ണമായും ശുദ്ധമായ വെള്ളിയാണ്. അതിന് ആ മേഖലയിൽ വൻതോതിൽ ഡിമാൻഡാണ്.
ഹാജി മസ്താൻ അയക്കുന്ന വെള്ളിയാണെങ്കിൽ അതിനകത്ത് കലർപ്പുണ്ടാവില്ല എന്നൊരു പേര് ആ ഭാഗത്ത് ആ സമയത്ത് ഉണ്ടാവുകയാണ്. ഹാജി മസ്താൻ ഒരു വിശ്വാസ്യതയുടെ പര്യായമായി മാറുകയാണ്. ബിസിനസ് വലുതാകുമ്പോൾ പ്രശ്നങ്ങളും ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ നേരിടുവാൻ സ്വാഭാവികമായിട്ടും തണ്ടും തടിയുമുള്ള ആളുകളുടെ ആവശ്യം ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാവും. വൻതോതിൽ ബിസിനസ് വളർന്നപ്പോൾ പല ഭാഗങ്ങളും നോക്കി നടത്താൻ ഹാജി മസ്താന് പറ്റാതെ വരികയാണ്. അപ്പോഴാണ് ഹാജി മസ്താൻ തന്റെ സഹായിയായിട്ട് യൂസഫ് പട്ടേലിനെ രംഗത്ത് അവതരിപ്പിക്കുന്നത്. കുറെ ഏറെ മേഖലകളുടെ ചുമതല യൂസഫ് പട്ടേലിനായി. സെൻട്രൽ മേഖല ഇപ്പോ വരദരാജൻ മുതലിയാരായി. എന്നിട്ടും ഇനിയും ആള് വേണം. ശരിക്കും കയ്യൂക്കുള്ള, എന്തിനേയും നേരിടാൻ കപ്പാസിറ്റി ഉള്ള ഒരാളുടെ ആവശ്യകത ഹാജി മസ്താന് ഫീൽ ചെയ്തു തുടങ്ങുന്ന സമയമാണ്. അങ്ങനെ ഒരാളുണ്ടോ എന്ന് ഹാജി മസ്താൻ തലങ്ങും വിലങ്ങും അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് ആ ഒരാൾ ഹാജി മസ്താന്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്. കരീം ലാല. 1920-കൾ ഏഷ്യയിലെ വിവിധ നഗരങ്ങളിലുള്ള ആളുകൾക്ക് ബോംബെ സ്വപ്നമായി മാറിയ കാലഘട്ടമാണ്. നേപ്പാളികളാണെങ്കിലും ശ്രീലങ്കക്കാരാണെങ്കിലും ബംഗാളികളാണെങ്കിലും അഫ്ഗാനിസ്ഥാനികളാണെങ്കിലും നേരെ വന്ന് അണയുന്നത് ബോംബെയിലാണ്. അതുപോലെ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങൾ, ഉത്തർപ്രദേശ് ആവട്ടെ, മധ്യപ്രദേശ് ആവട്ടെ, സൗത്ത് ഇന്ത്യ ആവട്ടെ, എല്ലാവരും വന്ന് അണയുന്നത് ബോംബെയിലാണ്. എല്ലാവർക്കും ഉള്ള വിഭവങ്ങൾ ബോംബെയിൽ കിട്ടും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അങ്ങനെ 1920-നും 30-നും ഇടയിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നണഞ്ഞ ഒരു ഫാമിലിയിലെ ഒരു ചെറുപ്പക്കാരനാണ് കരീം, ഒരു പത്താൻ. ആ പത്താൻ അവിടേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ ഒരു മെന്റർ അല്ലെങ്കിൽ ഗുരു എന്ന് പറയാവുന്ന ഒരു ആളെ ഫോളോ ചെയ്താണ്. ആ ആളെ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിർത്തി ഗാന്ധി അഥവാ ഹാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഹാൻ അബ്ദുൾ ഗാഫർ ഖാൻ അഥവാ അതിർത്തി ഗാന്ധിക്ക് ഗാന്ധിസത്തോടാണ് പ്രത്യേക മമതയുള്ളത്. ഗാന്ധിജി 1915 കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലേക്ക് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരം ചൂടുപിടിച്ചു വരുന്ന കാലഘട്ടമാണ്. 1920 മുതൽ 30 വരെയുള്ള കാലഘട്ടത്തിൽ ഗാന്ധിജി അനവധി സമരമാർഗങ്ങൾ ഇന്ത്യയിലെമ്പാടും അവതരിപ്പിച്ചു വരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൽ ആകൃഷ്ടരായി പല ആളുകളും ബോംബെയിലേക്കും അതുപോലെ ഗുജറാത്തിലെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്കും വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെയാണ് അതിർത്തി ഗാന്ധിയോടൊപ്പം നമ്മുടെ ഈ ഖാനും സ്ഥലത്തെത്തുന്നത്. കരീം ഖാൻ. കരീം ഖാൻ ബോംബെയിൽ വന്നു കഴിഞ്ഞപ്പോൾ പതുക്കെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്ന കാര്യത്തിൽ ഒരു മടി വന്നു. ജീവിക്കാനുള്ള ഒരു ഓട്ടത്തിലായി കരീം ഖാൻ. ജീവിക്കാനുള്ള ഓട്ടം വിജയിക്കണമെങ്കിൽ വിദ്യാഭ്യാസം വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സ്കില്ല് വേണം. ഇന്നാണെങ്കിൽ ഭാരത് സേവക് സമാജ് പോലുള്ള സംഘടനകൾ ഇന്ത്യയിലെമ്പാടും തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ നടത്തുന്നതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ പഠിപ്പിക്കാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ തൊഴിൽ പഠിച്ചിറങ്ങാൻ പറ്റുന്നുണ്ട്. അന്ന് അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പൊ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. ഇവിടെ കരീം ഖാനെ സംബന്ധിച്ചിടത്തോളം സ്കില്ലുമില്ല, അതുപോലെ തന്നെ വിദ്യാഭ്യാസവുമില്ല. പിന്നെ എന്താ ചെയ്യാൻ കഴിയുക? ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ആലോചനയിലായി കരീം ഖാൻ. കരീം ഖാൻ അവസാനം തനിക്ക് പറ്റിയ ഒരു പണി കണ്ടുപിടിക്കുകയാണ്. ഒരു ക്ലബ്ബ് തുടങ്ങുക. 20കളിൽ തുടങ്ങിയ ആ ക്ലബ്ബ് സംവിധാനം നമുക്കൊക്കെ പരിചയമുണ്ട്. ഏകദേശം 2000 ആണ്ട് വരെ കേരളത്തിലൊക്കെ വ്യാപകമായിരുന്നു. ധാരാളം ക്ലബ്ബുകൾ ഉണ്ടാവും, സോഷ്യൽ ക്ലബ്ബുകൾ എന്ന് പറയാം. പക്ഷേ കരീം ഖാൻ തുടങ്ങിയ ക്ലബ്ബ് സോഷ്യൽ ക്ലബ്ബ് എന്നാണ് പറച്ചിലെങ്കിലും അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് ചൂതുകളിയാണ്, ചീട്ടുകളിയാണ്. ചീട്ടുകളി മാത്രമല്ല, വ്യത്യസ്ത ഇനത്തിലുള്ള ഗെയിമിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഗാംബ്ലിംഗ് എന്ന് തന്നെ വിളിക്കാം. ഗാംബ്ലിംഗ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുക എന്നുള്ളത് പലർക്കും ഒരു ഹരമാണ്. പലപ്പോഴും നമ്മൾ പല മേളകൾക്കും പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു വലിയ വൃത്തം, അതിനകത്തേക്ക് ഒരു അമ്പെയ്ത് കൊള്ളിക്കുക, അല്ലെങ്കിൽ എറിഞ്ഞു കൊള്ളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്, കറക്കിക്കുത്തുണ്ട ശൈലിയുള്ള ആക്ടിവിറ്റീസ്, ചീട്ട് വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇങ്ങനെ അനവധി ഗാംബ്ലിംഗ് പരിപാടികളുണ്ട്. ഗാംബ്ലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം, കിട്ടിയാ കിട്ടി, പോയാ പോയി. ഇവിടെ ശരിക്കും ദരിദ്ര നാരായണന്മാർ എന്ന് പറയാവുന്ന ആളുകളാണ് പലപ്പോഴും ഈ ആക്ടിവിറ്റീസിൽ സജീവമായി പങ്കെടുക്കുക. ഒരു ഫോർച്യൂൺ ലഭിക്കാൻ അവർ ആഗ്രഹിക്കും. സൂപ്പർ ലോട്ടോ ഒക്കെ നടന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അനവധി ആളുകൾ പണം കൊണ്ട് കളയുന്നത്. അതുപോലെ എല്ലാ ദിവസവും കരീം ഖാൻ നടത്തുന്ന ഈ സോഷ്യൽ ക്ലബിൽ ആളുകൾ എത്തുകയും ഗാംബ്ലിംഗ് ആക്ടിവിറ്റീസിൽ ഇടപെടുകയും ചെയ്യും. അവസാനം പണമൊക്കെ പോകും. പണം പോയി കഴിയുമ്പോഴാണ് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടില്ല എന്നറിയുന്നത്. അപ്പൊ സാധനം വാങ്ങാൻ കാശ് വേണം. കരീം ഖാനോട് തന്നെ കാശ് കടം ചോദിക്കും. കരീം ഖാൻ കാശ് കടം കൊടുക്കുകയും ചെയ്യും. പലപ്പോഴും ആവശ്യക്കാർക്ക് ഇതുപോലെ കടം കൊടുത്തു വന്നപ്പോൾ ക്രമേണ കരീം ഖാൻ ഇതിനകത്തൊരു അപകടം തിരിച്ചറിയുകയാണ്. കടം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി കരീം ഖാൻ ഒരു അടവിറക്കി. കടം വാങ്ങുന്ന ആള് ആരായാലും അയാള് എല്ലാ മാസവും 10-ാം തീയതി
കടം വാങ്ങിച്ച പണത്തിന് ഒരു പലിശ തരണം. കടം വാങ്ങുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയാണ് അത് ചെയ്തതെങ്കിലും കുറെ ആളുകൾ അതിന്റെ ഫലമായി കടം വാങ്ങിക്കുന്ന ആ പ്രക്രിയയിൽ നിന്ന് മാറിയെങ്കിലും സംഭവിച്ചത് മറ്റൊരു കാര്യമാണ്. അനവധി ആളുകൾ കടം വാങ്ങാനായിട്ട് പുതുതായിട്ട് വരികയും കൃത്യമായി എല്ലാ മാസവും 10-ാം തീയതി കരീം ഖാന്റെ പെട്ടിയിൽ പലിശ വന്ന് വീഴാനും തുടങ്ങി. ആ ആക്ടിവിറ്റി പതുക്കെ പതുക്കെ വളർന്നു വന്ന് കരീം ഖാൻ മണി ലെൻഡറായി മാറുകയാണ്, ഒരു ലാലയായി മാറുകയാണ്. അങ്ങനെ കരീം ഖാന്റെ വിളിപ്പേര് പതുക്കെ പതുക്കെ കരീം ലാല എന്ന് മാറുന്നു. പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന ആളുകൾ പണമെടുക്കുന്നു, കൃത്യമായി എല്ലാ മാസവും 10-ാം തീയതി പലിശ ഉൾപ്പെടെ തിരിച്ചടയ്ക്കുന്നു, അല്ലെങ്കിൽ പലിശ തിരിച്ചടയ്ക്കുന്നു. കരീം ലാലയെ പോലെ തന്നെ കരീം ലാലയുടെ സഹോദരൻ റഹീം ലാലയും ഇതുപോലെ ഒരു ക്ലബ്ബ് തുടങ്ങിയും അവിടെയും ഈ പണം കടം കൊടുക്കുന്ന ആക്ടിവിറ്റി തുടങ്ങുകയും ചെയ്തു. പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന ആക്ടിവിറ്റി, അവിടെയും ഗാംബ്ലിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. ചിലരൊക്കെ ഇവരെ അനുകരിച്ച് ക്ലബ്ബുകൾ തുടങ്ങി. എന്നാൽ വേറെ ചില പത്താന്മാർ അങ്ങനെ ക്ലബ്ബൊന്നും ഇല്ലാതെ തന്നെ പണം കടം കൊടുക്കുന്ന ബിസിനസ്സിലേക്ക് കടക്കുകയാണ്. പണം കടം കൊടുക്കുന്ന പലിശക്കാരായ പത്താന്മാർ പതുക്കെ പതുക്കെ ബോംബെയുടെ ചില ഭാഗങ്ങളിൽ ഉണ്ടായി വരികയാണ്. ഗാംബ്ലിംഗ് ആക്ടിവിറ്റീസ് ശക്തമായി വരുന്നു, അതോടൊപ്പം പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആക്ടിവിറ്റീസും ശക്തമായി വരുന്നു. സ്വാഭാവികമായും ഇത് രണ്ടും ഒന്നിച്ച് ചേരുന്നിടത്ത് ക്രൈം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. കുറ്റകൃത്യങ്ങളുടെ ഒരു കേന്ദ്രമായി നമ്മുടെ കരീം ലാലയുടെ ക്ലബ്ബ് മാറുകയാണ്. അനവധി കുറ്റകൃത്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുടെ ഒരു ശേഖരം ആ ക്ലബിന് അനുബന്ധമായി ഉണ്ടാവുകയാണ്. പലർക്കും പല കാര്യങ്ങളും ചെയ്യണമെങ്കിൽ അവർ വന്ന് കരീം ലാലയോട് കാര്യം പറയും. കരീം ലാലയും കൂട്ടരും ചെന്ന് ആ കൃത്യം ചെയ്തു കൊടുക്കും. പതുക്കെ പതുക്കെ പിടിച്ചു പറയും, തട്ടിക്കൊണ്ടുപോകൽ, ആളുകളെ തടഞ്ഞു വെച്ച് പൈസ ഉണ്ടാക്കൽ, അങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങളിലേക്ക് കരീം ലാല കടക്കുകയാണ്. സ്വാഭാവികമായിട്ടും കരീം ലാലയും പോലീസും തമ്മിൽ ഒരു അവിശുദ്ധ ബന്ധവും ഇതിന്റെ ഫലമായി ഉണ്ടാകുന്നു. കരീം ലാല പതുക്കെ പതുക്കെ പോലീസിലുള്ള ഓരോ ആളിനും കൈക്കൂലി കൊടുത്ത് അദ്ദേഹത്തിനോടൊപ്പം കൂട്ടുന്നതും ഈ കാലഘട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ കരീം ലാലയെ മറ്റു പത്താന്മാരൊക്കെ അവരുടെ ഒരു ലീഡറായും കണ്ടു തുടങ്ങിയാണ്. അവരിൽ പലരും പോലീസിന്റെ പിടിയിലാകുമ്പോൾ കരീം ലാല ഇടപെട്ട് അവരെ മോചിപ്പിച്ചു കൊടുക്കും. പത്താന്മാരുടെ മാത്രമല്ല, ആ പത്താന്മാർ മണി ലെൻഡിങ് ആക്ടിവിറ്റീസ് നടത്തുന്ന മേഖലയിലെ ഒട്ടുമുക്കാൽ ആളുകളുടെയും ലീഡർ ആരെന്ന് ചോദിച്ചാൽ അത് കരീം ലാല എന്ന പേരിലേക്ക് മാറുകയാണ്. അങ്ങനെ കരീം ലാലയുടെ പേര് ആളുകൾ മാറ്റി വിളിച്ചു തുടങ്ങി കരീം ദാദ. ഒരു പ്രത്യേക പ്രദേശത്തിന്റെ ധാതയായി ഇവിടെ കരീം ലാല മാറുന്നു. കരീം ഖാൻ ആദ്യം കരീം ലാലയായി, തുടർന്ന് കരീം ദാദയായി മാറുന്ന ഈ കാലഘട്ടത്തിൽ സുഹൃത്തുക്കൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിന്റെ മീഡിയേറ്റർ ആവുന്നത് മിക്കവാറും കരീം ലാലയാണ്. കരീം ലാല പറഞ്ഞാൽ രണ്ടു ഭാഗത്തുള്ള ആളുകളും കേട്ടു തുടങ്ങി. സുഹൃത്തുക്കളുടെ പ്രശ്നം വളരെ ഭംഗിയായി പരിഹരിക്കുന്ന കണ്ട ആളുകൾ അവരുടെ പ്രശ്നങ്ങളും കരീം ലാലയുടെ അടുത്ത് കൊണ്ടുവന്നു തുടങ്ങി. കരീം ലാല ശരിക്കും രണ്ട് ഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ടിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുത്തു തുടങ്ങി. കോടതിയിൽ പോയാലോ പോലീസിൽ പോയാലോ നടക്കാത്ത പല കാര്യങ്ങളും കരീം ലാലയുടെ മധ്യസ്ഥതയിൽ നടക്കും എന്ന് ഒരു ശ്രുതി, കിംവദന്തി പതുക്കെ പതുക്കെ നാട്ടിലെമ്പാടും പടരുകയാണ്. കരീം ലാല ഇടപെട്ടാൽ എന്ത് പ്രശ്നത്തിനും പരിഹാരമാകും. സ്വാഭാവികമായിട്ടും രണ്ട് പാർട്ടിക്കാർ തമ്മിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അതിൽ ഇടപെടാൻ അർഹതയുള്ള ആൾ, അല്ലെങ്കിൽ അതിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കേണ്ട ആൾ ആരാണെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രം ഉണ്ടാകുന്നു, അതാണ് കരീം ലാല. ഇതേ സമയത്ത് തന്നെ ബോംബെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സൗത്ത് ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാബൂളിൽ നിന്നും നേപ്പാളിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമൊക്കെ ആളുകൾ ബോംബെയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ താമസ സൗകര്യങ്ങൾ വേണം. ബോംബെയിൽ ആ സമയത്ത് സ്ഥിരതാമസമാക്കിയിരുന്ന ആളുകളോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നവരോ പുതുതായിട്ട് വരുന്നവർക്ക് വേണ്ടി ഒരു വീടുണ്ടാക്കും. ചെറിയ രീതിയിലുള്ള വീടുകളാണ്. എന്നിട്ട് ഒരു തുക ഡെപ്പോസിറ്റ് വാങ്ങിച്ചിട്ട് വീട് വാടകയ്ക്ക് കൊടുക്കും. എപ്പോഴാണോ അവർ ഒഴിയുന്നത് അപ്പോൾ ആ ഡെപ്പോസിറ്റ് തുക മടക്കി കൊടുക്കും. 5000 രൂപയോ 10000 രൂപയോ ഡെപ്പോസിറ്റ് കൊടുത്താൽ അന്നൊരു വീട് കിട്ടുമായിരുന്നു. അതിവേഗതയിലാണ് ബോംബെ വളർന്നത്. ബോംബെ വേഗത്തിൽ വളർന്നപ്പോൾ 5000 രൂപയ്ക്കും 10000 രൂപയ്ക്കും ഒക്കെ വീട് കൊടുത്തിരിക്കുന്ന ഉടമകളെ സംബന്ധിച്ചിടത്തോളം വാടകക്കാരിൽ നിന്ന് കൂടുതൽ കാശ് കിട്ടത്തുമില്ല. പറഞ്ഞിരിക്കുന്ന വാടക മാത്രമേ കിട്ടത്തുള്ളൂ. അത് ഒരു ശൈലി. മറ്റൊരു ശൈലിയാണെങ്കിൽ കൃത്യമായി ഒരു വാടക ചീട്ടൊക്കെ എഴുതിയിട്ടായിരിക്കും വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. വാടക ചീട്ടിന്റെ കാലാവധി കഴിഞ്ഞാലും പലരും ഒഴിയത്തില്ല. പ്രശ്നങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. കരീം ലാലയെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരവും ഇവിടെ ആരംഭിക്കുകയാണ്. ഇവിടെ രണ്ട് രീതിയിൽ പ്രശ്നമുണ്ടാകും. ഒന്ന്, വീടിന്റെ ഉടമ വാടകക്കാരനെ ബലാത്കാരമായി ഒഴിപ്പിക്കാൻ നോക്കും. അല്ലെങ്കിൽ വാടകക്കാരൻ വാടക കാലാവധി കഴിഞ്ഞിട്ടും ഒഴിയാതിരിക്കുക. ഈ രണ്ട് സംഭവങ്ങളും കരീം ലാലയുടെ അടുത്തേക്ക് എത്തുകയാണ്.
ആദ്യം പറഞ്ഞ കേസിലാണെങ്കിൽ വാടകക്കാരനായിരിക്കും കരീംലാലയെ കാണാൻ വരുന്നത്. രണ്ടാമത് പറഞ്ഞ കേസിലാണെങ്കിൽ ആരാണോ വീടിന്റെ ഉടമ ആ വീട്ടുടമയായിരിക്കും കരീംലാലയെ കാണാൻ വരുന്നത്. എല്ലാ മാസവും 10-ാം തീയതി താൻ കൊടുത്തിരിക്കുന്ന പണത്തിന്റെ പലിശ വരുന്നത് നോക്കിയിരിക്കുകയാണ് സാധാരണഗതിയിൽ കരീംലാലയുടെ രീതി. 10-ാം തീയതി ഒരുപാട് കാശ് വരും. അപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം ഉരുത്തിരിഞ്ഞു വരുന്നത്. വീടുകളിലെ താമസക്കാരും ഉടമയും തമ്മിൽ തർക്കമുണ്ടാകുന്നു. തർക്കം ഒഴിപ്പിച്ചു കൊടുത്താൽ അതിന് നല്ല പ്രതിഫലം കരീംലാലയ്ക്ക് കിട്ടും എന്നൊരു ശൈലിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. സ്വാഭാവികമായിട്ടും കരീംലാല ഇടപെടുന്നു. കരീംലാല ഇടപെട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് സ്വാഭാവികമായ ഒരു പരിണാമം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വാടകക്കാരൻ കാലാവധി കഴിഞ്ഞിട്ട് ഒഴിയാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ആ വീട്ടുടമ വാടകക്കാരനോട് ഒരേ ഒരു വാചകം മാത്രം പറയും. അപ്പോ ഞാനിത് കരീംലാലയോട് പറയാമല്ലേ? ആ ഒരു വാചകത്തിന്റെ റിഫ്ലക്ഷൻ ഉടൻ തന്നെ കാണാൻ കഴിയും. പിറ്റേന്ന് ആ വാടകക്കാരൻ ആ വീട്ടിലുണ്ടാവില്ല. അയാൾ സ്വമേധയാ ഒഴിഞ്ഞു പോയിക്കൊള്ളും. കരീംലാല ഇടപെട്ടാൽ പലതും സംഭവിക്കുമെന്ന് വാടകക്കാരൻ തിരിച്ചറിയുന്നു. കരീംലാല എന്ന പേര് പോലും ഒരു ടെററായി മുംബൈയിലെങ്ങും പ്രതിഫലിക്കുകയാണ്. കരീംലാല വരുന്നു, കരീംലാല ഇടപെടും. ഈ രണ്ട് പദപ്രയോഗങ്ങൾ മാത്രം മതി ഏത് പിടിവാശിക്കാരനായ വീട്ടുടമയും ആ പിടിവാശി ഉപേക്ഷിക്കും. അതായി തീർന്നു കരീംലാല. ടെറർ എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഒരു ടെറർ തന്നെയായി കരീംലാല മാറുകയാണ്. അങ്ങനെ ഇരിക്കെ കരീംലാല തന്റെ 50-ാമത്തെ ജന്മദിനം അതിവിപുലമായി ആഘോഷിക്കുകയാണ്. കരീംലാലയുമായി ബന്ധപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളൊക്കെ കരീംലാലയുടെ ജന്മദിന ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തുന്നു. എല്ലാവരും ധാരാളം സമ്മാനങ്ങൾ കരീംലാലയ്ക്ക് കൊടുക്കുന്നു. ആട്ടും പാട്ടവുമായി അടിച്ചു പൊളിച്ചുള്ള ഒരു ജന്മദിന ആഘോഷം. ആ ആഘോഷത്തിൽ വെച്ച് കരീംലാലയ്ക്ക് ഒരാൾ ഒരു വാക്കിംഗ് സ്റ്റിക്ക് സമ്മാനമായി കൊടുക്കുകയാണ്. അത് കണ്ടപ്പോൾ കരീംലാല പറഞ്ഞു, എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല ഈ വടി കുത്തി നടക്കാൻ. അത് കണ്ട മറ്റു സുഹൃത്തുക്കൾ പറഞ്ഞു, അല്ല കരീം ദാദാ, ഇത് കുത്തി അങ്ങ് നടക്കുമ്പോൾ അതിനൊരു വെയിറ്റ് ഉണ്ട്, അങ്ങനെ ഒരു പവർ അതനുസരിച്ച് കൂടുകയാണ്. അത് അങ്ങോട്ട് സുഖിച്ച കരീംലാല അതിനുശേഷം എവിടെ പോകുമ്പോഴും ആ വടി കയ്യിൽ പിടിച്ച് അത് കുത്തിയാണ് നടക്കുന്നത്. അതിനൊരു സ്റ്റൈല് തന്നെയുണ്ട്. അത് മുതൽ കരീംലാലയുടെ സ്റ്റൈൽ ഒന്ന് മാറുകയാണ്. അടിപൊളി ഒരു വാക്ക് സ്റ്റിക്കും തൂക്കി ആ നടക്കുന്ന ഒരു നടപ്പ് തന്നെ ഒരു എന്താ പറയാ, വൺ ഓഫ് ദ ലെജൻഡ് എന്ന് പറയാവുന്ന ശൈലിയിലേക്ക് വരികയാണ്. അധോലോകങ്ങളുടെ കഥ ലോകത്ത് ഒരുപാടുണ്ട്. പക്ഷേ കരീംലാലയുടെ ഈ വാക്കിംഗ് സ്റ്റിക്ക് പറയുന്ന കഥ അതിനൊക്കെ വളരെ വളരെ അപ്പുറമാണ്. കരീംലാല എല്ലാ വെള്ളിയാഴ്ചകളിലും പള്ളിയിൽ നിസ്കരിക്കാനായിട്ട് പോകും. നിസ്കാരപ്പായിൽ അദ്ദേഹം ഉണ്ടായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വടി മാറ്റി വെച്ചേക്കും. വടി ഇരിക്കുന്ന സ്ഥലത്ത് വടി അങ്ങനെ തന്നെ ഇരിക്കും. ഒരാൾ പോലും ആ വടി എടുത്തു മാറ്റാൻ ശ്രമിക്കില്ല എന്നതാണ് സത്യം. അതുപോലെ നിസ്കാരത്തിന് മുമ്പായി ശരീരശുദ്ധി വരുത്താനായിട്ട് വാഷ്റൂമിലേക്ക് കരീംലാല പോകുമ്പോൾ വടി അവിടെ പായിൽ വെച്ചിരിക്കും. അതങ്ങനെ തന്നെ ഇരിക്കും, ഒരാളും അതിൽ തൊടില്ല. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ഫംഗ്ഷനുകളിലൊക്കെ കരീംലാല പോകുമ്പോൾ ഈ വടി കൂടെ ഉണ്ടാകും. വടി അദ്ദേഹം ഒരു സീറ്റിൽ വെച്ചിട്ട് അകത്തേക്ക് എങ്ങാനും പോയി തിരിച്ചു വരുമ്പോഴും വടി അങ്ങനെ തന്നെ ഉണ്ടാവും. എല്ലാവരും വളരെ വളരെ ബഹുമാനത്തോടു കൂടി ആ വടിയെ വണങ്ങും എന്നുള്ളതാണ് സത്യം. വടി യഥാർത്ഥത്തിൽ കരീംലാലയുടെ പ്രതീകമായിട്ട് പതുക്കെ പതുക്കെ പ്രചരിച്ചു വരികയാണ്. അൺബിലീവബിൾ എന്ന് പറയില്ലേ, വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ വടി ഒരു സംഭവമായി അങ്ങോട്ട് മാറുകയാണ്. അതിനെ വളരെ മനോഹരമായി ചൂഷണം ചെയ്യുന്ന ആളുകളും ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള രണ്ടുപേരാണ് ചമൻ സിംഗും അബ്ദുൽ ഖുറൈഷിയും. രണ്ട് കുറുക്കന്മാർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. രണ്ടുപേരും സ്ഥിരമായിട്ട് നമ്മുടെ കരീംലാലയുടെ പാർട്ടികളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണ്. കരീംലാല നല്ല മൂഡിലിരിക്കെ അവർ ഒരു ദിവസം ഒരു കാര്യം കരീംലാലയോട് പറയുകയാണ്. കരീംലാല, എല്ലാ സ്ഥലത്തും ദാദ തന്നെ വന്ന് ഒഴിപ്പിക്കണമെന്നില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടും, പോലീസിന്റെ നോട്ടപ്പുള്ളിയാവും. എല്ലാ തരത്തിലുള്ള ഒഴിപ്പിക്കൽ പ്രക്രിയയിലും ദാദ മുന്നിൽ നിൽക്കുന്നത് ശരിയല്ല. അപ്പൊ കരീംലാല ചോദിക്കും, അല്ല പിന്നെ എങ്ങനെ നമ്മളത് ചെയ്യും? അതിനൊരു മാർഗമുണ്ട്, നമുക്ക് ഒഴിപ്പിച്ചാൽ പോരെ? അതിന് ദാദ വരണമെന്നില്ല, ദാദ വരുന്നു എന്ന് അവിടെ പറഞ്ഞാൽ മാത്രം മതിയാവും. അതിന് ഞങ്ങൾ ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ഈ രണ്ടുപേരും കരീംലാലയോട് പറയും. യഥാർത്ഥത്തിൽ അവർ എന്തിനാ ഈ ഒരു ആക്ടിവിറ്റി ഉണ്ടാക്കിയെടുത്തെന്ന് വെച്ചാൽ, കരീംലാല വന്ന് ഒഴിപ്പിച്ചാൽ നല്ലൊരു സംഖ്യ കരീംലാലയ്ക്ക് കൊടുക്കേണ്ടി വരും. ഇത് കരീംലാലയുടെ പേര് പറഞ്ഞ് ഒഴിപ്പിക്കുക, എന്നിട്ട് ഒരു ചെറിയ സംഖ്യ മാത്രം കരീംലാലയ്ക്ക് കൊടുക്കുക. ഇതാണ് ഇവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി മനോഹരമായൊരു പ്ലാനാണ് ആ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയത്. അത് രസകരമായൊരു പ്ലാനാണ്. ഏത് വീടാണോ ഒഴിപ്പിക്കേണ്ടത് ആ വീടിന്റെ മുൻവശത്ത് കരീംലാലയുടെ വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ടുവന്ന് തൂക്കുന്നു. രാവിലെ വാതിൽ തുറന്ന് പുറത്തിറങ്ങുന്ന വീട്ടുടമ അല്ലെങ്കിൽ വാടകക്കാരൻ കാണുന്നത് കരീംലാലയുടെ വാക്കിംഗ് സ്റ്റിക്കാണ്. അർത്ഥം വളരെ വ്യക്തം, ഒഴിയുക അല്ലെങ്കിൽ ഒത്തുതീർപ്പിന് വിധേയമാകുക.
രണ്ടായാലും അത് സംഭവിച്ചിരിക്കും. അങ്ങനെ വാക്കിംഗ് സ്റ്റിക്ക് ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് ഇങ്ങനെ പൊക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എവിടെയൊക്കെ വീട് ഒഴിപ്പിക്കുന്നുണ്ടോ അവിടെയെല്ലാം കരീംലാലയുടെ വാക്കിംഗ് സ്റ്റിക്കാണ് ആദ്യം എത്തുക. അതിമനോഹരമായിട്ട് ഈ രണ്ടുപേരും കൂടി ആ പദ്ധതി അങ്ങ് നടപ്പാക്കുകയാണ്. വല്ലപ്പോഴും ഒരു സംഖ്യ മാത്രമാണ് ഇതിന്റെ ഫലമായി കരീംലാലയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നതെന്നുള്ളതാണ് മറ്റൊരു കഥ. വെറും ഒരു വടിയുടെ പ്രസൻസിലൂടെ എത്ര കൊടികെട്ടിയ ആളെയും ഒഴിപ്പിക്കാൻ കരീംലാലയ്ക്ക് കഴിയുന്നുണ്ടെന്നുള്ള വിവരം പതുക്കെ പതുക്കെ മുംബൈ മുഴുവൻ പരക്കുകയാണ്. ഈ വാർത്ത ഹാജി മസ്താന്റെയും ചെവിയിലെത്തുന്നു. ഹാജി മസ്താൻ വളരെ കാലമായി കാത്തിരിക്കുകയാണ്. ശരിക്കും കയ്യൂക്കുള്ള എന്ത് കാര്യവും നേരിടാൻ ചങ്കുറപ്പുള്ള ഒരാളുടെ ആവശ്യം ഹാജി മസ്താന് ഉണ്ട്. അതിനുവേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരാളെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് കരീംലാല എന്ന ഒരു ദാത ഇങ്ങനെ ഉദയം ചെയ്ത് ബോംബെ മുഴുവൻ അടക്കി ഭരിക്കുന്നതിലേക്ക് എത്തുന്നത് ഹാജി മസ്താൻ അറിയുന്നത്. ഹാജി മസ്താൻ കരീംലാലയെ കാണാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഗ്രാൻഡ് റോഡിലുള്ള മോസ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും കരീംലാല പ്രാർത്ഥിക്കാനായിട്ട് എത്തും. അത് കണക്കാക്കി ഹാജി മസ്താനും അവിടെ എത്തുന്നു. വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കരീംലാലയോടൊപ്പം ഹാജി മസ്താൻ അങ്ങ് കൂടും. കരീംലാലയുടെ വീട്ടിലേക്ക് ഹാജി മസ്താൻ കൂടെ വരികയാണ്. ഹാജി മസ്താൻ തന്റെ കൂടെ വരുന്നതിൽ കരീംലാലയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ഹാജി മസ്താൻ ആ സമയമായപ്പോൾ വളരെ വളരെ പ്രസിദ്ധനായ ഒരു അധോലോക രാജാവാണ്. കരീംലാല ഹാജി മസ്താനെ വളരെ സൗഹൃദപൂർവ്വം വീട്ടിലേക്ക് ക്ഷണിക്കുകയും നല്ലൊരു ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും മനസ്സ് നിറയുന്ന ഒരു കാര്യമാണ്. അതാണ് കരീംലാല ചെയ്തത്. രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ ശരിക്കും സൗഹൃദത്തിലായി. ഹാജി മസ്താൻ പതുക്കെ തന്റെ ആവശ്യത്തിലേക്ക് കടക്കുകയാണ്. ഹാജി മസ്താൻ സംഭാഷണത്തിന് തുടക്കമിട്ടു. ഹാൻസപ്പ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഒരു ബിസിനസ് ഡീലിനെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. അത് കേട്ടപ്പോൾ കരീംലാലയ്ക്ക് ഭയങ്കര സന്തോഷമായി. അത്തരം ഒരു അവസരത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ കരീംലാല കാത്തിരിക്കുകയായിരുന്നു. മസ്താൻ ഭായി പറയണം, എന്താണ് അവസരം, അങ്ങ് പറയണം. കരീംലാലയുടെ ഒരു ആകാംക്ഷ ആ വാക്കുകൾ പ്രകടമായിരുന്നു. മസ്താൻ തന്റെ അടുത്തിരുന്ന ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് കുറേശ്ശെ കുടിച്ചുകൊണ്ട് വളരെ സാവധാനമാണ് മറുപടി പറയുന്നത്. ഹാൻസപ്പ്, എനിക്കിവിടെ ഡോക്കില് കുറെ ബിസിനസ് ഉണ്ട്. കുറെ സാധനങ്ങൾ ഞാൻ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിന്റെ കയറ്റിറക്കുമായി ബന്ധിപ്പിച്ച് എനിക്ക് കുറെ ആളുകൾ വേണം. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് കേട്ടു. എനിക്ക് അവരെ ഒന്ന് തരാവോ? വളരെ വളരെ ലളിതമായ ഒരു ആവശ്യമായിട്ടാണ് ഹാജി മസ്താൻ തന്റെ ലക്ഷ്യം കരീംലാലയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അത് കേട്ടതും കരീംലാല കുറച്ചുകൂടി മുന്നോട്ടാഞ്ഞ് മസ്താനോട് ചോദിച്ചു, അല്ല അതിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? മസ്താൻ അല്പസമയം എടുത്തിട്ടാണ് കരീംലാലയോട് അതിന് മറുപടി പറഞ്ഞത്. അത് വളരെ ലളിതമായ ഒരു പരിപാടിയാണ്. പോർട്രസ്റ്റ് അറിയാലോ. പോർട്രസ്റ്റിന്റെ ഡോക്കില് എനിക്ക് ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. എന്റെ ആളുകൾ അവിടെ ധാരാളമായിട്ടുണ്ട്. അവർ ആ സാധനങ്ങൾ ഇറക്കും. അവർ തന്നെ അത് ചുമന്ന് വെയർഹൗസുകളിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്യും. അവിടെ നിന്ന് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് എന്റെ പണി. എനിക്ക് വേണ്ടത് ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ, ഒരു സംരക്ഷണം കൊടുക്കാൻ പറ്റുന്ന ചില ആളുകളെയാണ്. അത്തരം ആളുകൾ ഹാൻസ് സാഹിബിന്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. അതാ ഞാൻ വന്നത്. വളരെ വളരെ സൂത്രത്തിലാണ് ഹാജി മസ്താൻ കരീംലാലയോട് ബിസിനസ് അവതരിപ്പിക്കുന്നത്. ഇതുവരെ മുന്നോട്ടാഞ്ഞ് കഥ കേട്ടുകൊണ്ടിരുന്ന കരീംലാല പെട്ടെന്ന് സീറ്റിലോട്ട് വന്ന് ചാഞ്ഞു. കൈ നെഞ്ചിന് നേരെ കെട്ടി. എന്നിട്ട് സാവധാനം മസ്താന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, അല്ല ഇതിനകത്ത് എന്തെങ്കിലും അക്രമ പ്രവർത്തനങ്ങൾക്കുള്ള സാധ്യത ഉണ്ടോ? അത് കേട്ടതും ഹാജി മസ്താന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഹാജി മസ്താന് ഒരു കാര്യം മനസ്സിലായി, കരീംലാല പതുക്കെ കൊളുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ പറഞ്ഞ ആശയത്തോട് കരീംലാലയ്ക്ക് ഒരു താല്പര്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് വെച്ചുകൊണ്ട് ഹാജി മസ്താൻ കരീംലാലയോട് അതിന് മറുപടി പറയുകയാണ്, ഏയ് നിങ്ങളുടെ ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ ആരാ അതിനെ ആക്രമിക്കാൻ ധൈര്യപ്പെടുക? നിങ്ങളുടെ പേര് കേട്ടാൽ തന്നെ ആളുകൾ പേടിക്കത്തില്ലേ? ഹാൻസ് സാഹിബ്, താങ്കളും താങ്കളുടെ ആളും ഉണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടേ വരത്തില്ല. വളരെ ചെറിയ വയലൻസേ നമുക്ക് പിന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. ആ മറുപടിയിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഹാൻസ് സാഹിബ് എന്ന കരീംലാല വലിയൊരു സംഭവമാണെന്ന് ഹാജി മസ്താനെ പോലെയുള്ള ഒരു അധോലോക രാജാവ് സമ്മതിക്കുന്നു എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ട്, എന്താണ് ഹാൻസ് സാഹിബിന്റെ റോള് എന്ന് വളരെ വ്യക്തമായി ആ മറുപടിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വരികൾക്കിടയിലൂടെ കരീംലാലയ്ക്ക് അത് വായിച്ചെടുക്കാൻ പറ്റും. അത് കേട്ടതും കരീംലാല പറഞ്ഞു, ശരി, ഓക്കെ, ഞാനിത് ചെയ്താൽ നമുക്കെന്ത് കിട്ടും? മസ്താൻ ആ ചോദ്യത്തിന് വളരെ ശ്രദ്ധാപൂർവമാണ് മറുപടി പറഞ്ഞത്. നമ്മൾ കച്ചവടം ചെയ്യുന്ന സാധനങ്ങളുടെ മൂല്യം അനുസരിച്ച് ഒരു വിഹിതം എന്തായാലും ഞാൻ ഹാൻസ് സാഹിബിന് തരും. എങ്ങും തൊടാതെയുള്ള ഒരു മറുപടിയാണ് ഹാജി മസ്താൻ യഥാർത്ഥത്തിൽ കരീംലാലയോട് പറഞ്ഞത്. ഇത്ര പ്രസന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിഷയം വരാൻ സാധ്യതയുണ്ടെന്ന് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹാജി മസ്താൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുള്ള ഒരു മറുപടി. ആ മറുപടി കേട്ടപ്പോൾ കരീംലാല ഒന്നുകൂടി തന്റെ സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു.
നെഞ്ചിൽ കൈകെട്ടി കുറച്ചു നേരം ഇരുന്നു. അല്പം കഴിഞ്ഞ് കൈ നിവർത്തി ഒരു ദീർഘനിശ്വാസം വിട്ടിട്ട് കരീംലാല ഹാജി മസ്താനെ കൈ കൊടുക്കുകയാണ്. അവിടെ ഒരു പുതിയ ബന്ധം ആരംഭിക്കുകയാണ്. ശരിക്കും കൂർമ്മ ബുദ്ധിയുള്ള ഒരു കള്ളക്കടത്തുകാരന് ഹാജി മസ്താൻ. ആ കള്ളക്കടത്തുകാരന് ഇപ്പോൾ അതിശക്തമായ രണ്ട് കരങ്ങൾ കൂടെ വന്നിരിക്കുകയാണ്. എന്തിനെ നേരിടാൻ ചങ്കുറപ്പുള്ള ഒരു പത്താൻ, അതാണ് കരീം ഖാൻ എന്ന കരീം ലാല. അവർ തമ്മിലുള്ള അലയൻസ് ബോംബെയിലെ പോലീസിന് ഒരു പേടി സ്വപ്നമായി മാറുകയാണ്. എന്ത് കള്ളക്കടത്തും നടത്തും എന്നുള്ളതാണ് ഹാജി മസ്താന്റെ പ്രത്യേകത. കള്ളക്കടത്ത് നടത്തുന്നതിൽ ഒരു പ്രസ്ഥാനം തന്നെയാണ് ഹാജി മസ്താൻ. ആ ഹാജി മസ്താന്റെ ആ കള്ളക്കടത്ത് സാമ്രാജ്യത്തിലേക്ക് കരീം ഖാന്റെ നെറ്റ്വർക്ക് കൂടി ബന്ധമാകുന്നതോടുകൂടി, അതും ചങ്കുറപ്പുള്ള കൈക്കരത്തുള്ള ആളുകളോട് വന്നതോടുകൂടി കള്ളക്കടത്ത് ബോംബെയിൽ ഒരു വലിയ സംഭവമായി അങ്ങ് മാറുകയാണ്. ഒരു നിത്യചര്യയായി മാറുകയാണ്. പോലീസ് റെയ്ഡുകൾ ആരംഭിക്കുന്നു. കരീം ലാലയുടെയും അതുപോലെ കരീം ലാലയുടെ സഹോദരൻ റഹീം ലാലയുടെയും വീടുകളൊക്കെ റെയ്ഡ് ചെയ്യും. അവരുടെ സോഷ്യൽ ക്ലബ്ബുകളും റെയ്ഡ് ചെയ്യും. ഒരുപാട് വീടുകൾ റെയ്ഡ് ചെയ്യും. പക്ഷെ എല്ലാ റെയ്ഡിന്റെയും അവസാനം പോലീസുകാർ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടെ നിന്നൊക്കെ മടങ്ങുക. കാരണം പോലീസുകാരുടെ പോക്കറ്റുകളിൽ ആവശ്യത്തിന് കാശ് കരീം ലാല നിറച്ചു കൊടുത്തിട്ടുണ്ടാവും. എല്ലാ പോലീസുകാരും കരീം ലാലയുടെ കീഴിലായെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. പക്ഷെ ചില പോലീസുകാർ വഴങ്ങില്ലല്ലോ. അവർ ഒരു പ്രാവശ്യം കരീം ലാലയെ പിടിച്ച് ഡെപ്യൂട്ടി കമ്മീഷണർ മുമ്പിൽ എത്തിക്കും. ഹുസൂർ അഹമ്മദ് ഖാൻ എന്നാണ് ആ ഡെപ്യൂട്ടി കമ്മീഷണറുടെ പേര്. ഹുസൂർ അഹമ്മദ് ഖാൻ ആദ്യമൊന്നും വഴങ്ങില്ല. അവസാനം നോട്ടുകെട്ടുകളുടെ എണ്ണം കൂടിക്കൂടി വന്നപ്പോൾ ഹുസൂർ അഹമ്മദ് ഖാനും വഴങ്ങി. ഹുസൂർ അഹമ്മദ് ഖാനും കരീം ലാലയുടെ ഒരു അനുയായിയായി മാറി എന്ന് പറഞ്ഞാൽ അതിലും അതിശയോക്തിയില്ല. കരീം ലാല ബന്ധപ്പെടുന്ന എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും എല്ലാ പോലീസുകാരും കരീം ലാലയുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നവരാണ്. പക്ഷേ അക്കൂട്ടത്തിൽ ഒരാളുണ്ട്, ഒരു ഹവിൽദാർ. ആ ഹവിൽദാർ ഒരു പൈസയും കൈക്കൂലിയായിട്ട് ഈ കരീം ലാലയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടേയില്ല, വാങ്ങാനോട്ട് തയ്യാറാകുന്നുമില്ല. ആ ആളുടെ പേര് ഇബ്രാഹിം കാസ്കർ എന്നാണ്. ഒരു ഹവിൽദാർ, ഒരു പാവപ്പെട്ട ഹവിൽദാറാണ്. ഹവിൽദാറിന് ഈ കരീം ലാലയുടെ വലിയ ആരാധനയും ബഹുമാനവും ഒക്കെയാണ്. ഉപദ്രവിക്കത്തൊന്നുമില്ല. പക്ഷെ ഒരു പൈസയും കൈക്കൂലിയായിട്ട് വാങ്ങത്തില്ല, പണം വാങ്ങില്ല. അത് അയാളുടെ ഒരു ശീലമാണ്. ഈ ഇബ്രാഹിം ലാസ്കറിന്റെ മാസ വരുമാനം എന്ന് പറയുന്നത് ശമ്പളം മാത്രമാണ്, 75 രൂപ. 75 രൂപയിൽ അക്കാലഘട്ടത്തിൽ ബോംബെയിൽ താമസിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ദാരിദ്ര്യം നിറഞ്ഞ ജീവിതമാണ് ഇബ്രാഹിം ലാസ്കർക്കുള്ളത്. പക്ഷെ എന്നിട്ട് പോലും 1 രൂപ പോലും കൈക്കൂലി വാങ്ങാൻ ലാസ്കർ ശ്രമിച്ചിട്ടേയില്ല. പലപ്പോഴും ഒരുപാട് സഹായങ്ങൾ കരീം ലാലയ്ക്ക് ഇബ്രാഹിം ലാസ്കർ ചെയ്തു കൊടുക്കാറുമുണ്ട്. എന്നിട്ട് പോലും ഒരു പൈസയും വാങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഇബ്രാഹിം ലാസ്കറോട് മനസ്സിന്റെ ഉള്ളിൽ കരീം ലാലയ്ക്ക് വല്ലാത്തൊരു സ്നേഹവും ബഹുമാനവും ഉണ്ടായി വരികയാണ്, വല്ലാത്തൊരു കരുതൽ ഉണ്ടായി വരികയാണ്. ആ കരുതൽ പിന്നീട് ബോംബെയിൽ വലിയൊരു സംഭവമായി മാറുകയാണ്. കാരണം ഈ ഇബ്രാഹിം ലാസ്കറുടെ മകനാണ് ലോകം പിന്നെ അറിഞ്ഞ ഏറ്റവും വലിയ കുപ്രസിദ്ധ കുറ്റവാളിയായി തീർന്ന ദാവൂദ് ഇബ്രാഹിം. 1970 ഒരു ഡിസംബർ ബോംബെയിലെ ജെ ഹോസ്പിറ്റലിന് സമീപത്തുകൂടി ഒരു മെഴ്സിഡസ് കാർ പതുക്കെ വരികയാണ്. തേലി മൊഹല്ല ഏരിയയിലേക്കാണ് ആ കാർ കടന്നു വരുന്നത്. ജെ ഹോസ്പിറ്റൽ കഴിഞ്ഞ് തേലി മൊഹല്ലയിലേക്ക് ആ കാറ് വരുന്നത് കണ്ടതും റോഡിന്റെ ഇരുവശത്തും ഉണ്ടായിരുന്ന ആളുകൾ സാവധാനം എണീക്കുകയാണ്. വല്ലാത്തൊരു ബഹുമാനം ആ കാറിൽ ഇരിക്കുന്ന ആളോട് ചുറ്റും നിൽക്കുന്നവർക്ക് ഉണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാകുകയാണ്. ആ കാറ് സാവധാനം ഒരു ഓഫീസിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. കാറ് നിർത്തുന്നു. 2 പേര് ഓടി വരുന്നു. പുറകിലത്തെ ഡോർ തുറക്കുന്നു. അതിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങുന്നു. ഒരു നീല ജീൻസ് ധരിച്ച ഒരു ചെറുപ്പക്കാരനാണ്. ഒരു ടീഷർട്ടും ധരിച്ചിട്ടുണ്ട്. ആ ടീഷർട്ടിലൂടെ ആ ആളുടെ ബോഡി ശരിക്കും വിസിബിളാണ്. എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല ശക്തമായ മസിലുള്ള ഒരാളാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ബോധ്യമാകും. ആ ബോഡി ഒന്ന് വിശാലമായിട്ട് ഒന്ന് കൈയൊക്കെ ഒന്ന് അനക്കിയതിന് ശേഷം ആ മനുഷ്യൻ 2 സ്റ്റെപ്സ് അകത്തേക്ക് കയറി. അകത്ത് കയറിയപ്പോൾ ഒരു വിശാലമായ മുറ്റം പോലുള്ള സ്ഥലമാണ്. അവിടെ കുറച്ച് ആളുകൾ നിൽപ്പുണ്ട്. അതിൽ 2 പേർ, അവരും കണ്ടാൽ അതീവ ഭീകരന്മാരായ ബോഡി ബിൽഡേഴ്സ് ആണെന്ന് തോന്നും. ആ 2 പേരെ നോക്കിയിട്ട് ഈ വന്ന ആൾ പറഞ്ഞു, കണ്ടിട്ട് ഫൈനൽമാരുടെ ഒരു ലുക്കില്ലടേ, ഒരു കാര്യം ചെയ്യ്, നിർത്താതെ ഒരു 100 പുഷപ്പ് എടുക്ക്. ഈ വന്ന ആള് തമാശയായിട്ട് പറഞ്ഞതാണോ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ എന്നൊരു സംശയം ആദ്യം അവർക്ക് തോന്നിയെങ്കിലും പെട്ടെന്ന് തന്നെ അവർ 2 പേരും പുഷപ്പ് എടുക്കാൻ തീരുമാനിച്ചു. കാരണം അവരുടെ
ഒരു ആധികാരികതയാണ് ഇവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത്. തുടർച്ചയായി 100 പുഷപ്പ് എടുക്കാൻ കഴിയാത്തവരാണ് തങ്ങൾ എന്നൊരു ബോധം അവരോടത് ചെയ്യാൻ ആവശ്യപ്പെട്ട ആൾക്ക് ഉണ്ടോ എന്നൊരു സംശയം അവർക്ക് തോന്നിയതുകൊണ്ടാണ് അവർ രണ്ടുപേരും പെട്ടെന്ന് പുഷപ്പ് എടുക്കാൻ തീരുമാനിച്ചത്. രണ്ടുപേരും റെഡിയായി, കൈവിരൽ കുത്തി, കാൽവിരലുകൾ മാത്രമായിട്ട് ബോഡി നിർത്തുകയാണ്. ഇടുപ്പൊക്കെ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് പതുക്കെ അവർ താന്നു തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ആ ഓഫീസിന്റെ മുറ്റത്തേക്ക് വരികയാണ്. അനവധി ആളുകളാണ്. ഏതാണ്ട് തുറസായ സ്ഥലമാണ്. ആളുകൾ കൂട്ടത്തോടെ എണ്ണാൻ ആരംഭിച്ചു. 1, 2, 3. അങ്ങനെ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. ഒരു കോറസ് ആയിട്ടാണ് ശബ്ദം വരുന്നത്. അതിനനുസരിച്ച് പുഷപ്പ് അവർ താഴുന്നു പൊങ്ങുന്നു, താഴുന്നു പൊങ്ങുന്നു. 4, 5, 6 എന്നായപ്പോൾ അവരോട് പുഷപ്പ് എടുക്കാൻ പറഞ്ഞ ആളും വന്ന് പുഷപ്പ് എടുക്കാൻ തുടങ്ങി. അദ്ദേഹവും ചെരുപ്പൊക്കെ മാറ്റി മൂന്നാമതായിട്ട് ഒരു പുഷപ്പ് എടുക്കുന്ന രീതിയിലേക്ക് വന്നു. അയാളും പുഷപ്പ് എടുക്കാൻ തുടങ്ങി. പുഷപ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ പുഷപ്പ് എടുക്കുന്ന പ്രക്രിയയിൽ തുടരുകയാണ്. ആളുകൾ നമ്പർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 20 ആയപ്പോൾ ആദ്യത്തെ 2 ആളുകളുടെയും ശ്വാസം പുറത്ത് കേൾക്കാം. അതിവേഗതയിൽ ശ്വാസം എടുക്കുന്നത് നമുക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റും. എന്നാൽ മൂന്നാമന്റെ ഭാഗത്ത് യാതൊരുവിധ ശബ്ദവും കേൾക്കുന്നില്ല. അയാൾ ഇങ്ങനെ പുഷപ്പ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പതുക്കെ 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 ആ പുഷപ്പ് എടുക്കുന്നതിന്റെ വേഗത മൂന്നാമൻ്റെത് കൂടുകയാണ്. എന്നാൽ ഒന്നാമന്റെയും രണ്ടാമന്റെയും പുഷപ്പിന്റെ വേഗത കുറഞ്ഞു വരികയാണ്. ഏകദേശം ഒരു 70 ആയപ്പോൾ ആ പുഷപ്പ് എടുക്കുന്നതിൽ ഒന്നാമത്തെ ആള് റഹീം എന്നാണ് അയാളുടെ പേര്. അയാൾക്ക് ഓരോ പുഷപ്പിനും കൂടുതൽ സമയം എടുക്കുന്നതായിട്ട് കാണുന്നവർക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ആളുകളുടെ ശബ്ദം ഇങ്ങനെ ഉയർന്ന് കേൾക്കുകയാണ്. ആളുകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. കൂടെ നമ്പർ എണ്ണുന്നുമുണ്ട്. 70, 71 ഇങ്ങനെ നമ്പർ കൂടി 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 പതുക്കെ പതുക്കെ അത് 87 87 എന്ന് പറഞ്ഞതും റഹീം എന്ന കക്ഷി തറയിലേക്ക് വീണത് ഒരുമിച്ചായിരുന്നു. അയാൾ എന്താ പറയാ, മുഖം ഇടിച്ച് തറയിലേക്ക് വീണുകയാണ്. കുഴഞ്ഞു വീണുപോയെന്ന് പറയും പോലെ. ഇനി എണീക്കാൻ പറ്റാത്ത ശൈലിയിലേക്കായി, അത്രയേറെ ക്ഷീണിച്ചു പോയെന്നർത്ഥം. ഇത് രണ്ടാമത്തെ ആള് ഹാലിദ് കാണുന്നുണ്ട്. ഹാലിദ് ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു, ഒരു കാരണവശാലും റഹീം വീണതുപോലെ വീഴരുത്, എങ്ങനെയും 100 തികയ്ക്കണം. 87 ആയപ്പോഴാണ് റഹീം കുഴഞ്ഞു വീണത്. ഹാലിദ് തന്റെ ശക്തി മുഴുവൻ സംഭരിച്ച് 88, 89, 90 എന്ന് പറഞ്ഞതും ഹാലിദ് മറിഞ്ഞു വീണത് ഒരുമിച്ചായിരുന്നു. ഹാലിദിന് പൊങ്ങാൻ പറ്റിയില്ല. ഈ സമയത്ത് എല്ലാ ആളുകളുടെയും ശ്രദ്ധ മൂന്നാമനിലേക്ക് വരികയാണ്. ഹാലിദിനോടും റഹീമിനോടും പുഷപ്പ് എടുക്കാൻ പറഞ്ഞ ആള് കൂളായിട്ട് പുഷപ്പ് എടുത്തോണ്ടിരിക്കുകയാണ്. 91, 92, 90 അങ്ങനെ എടുത്ത് 100 അയാൾ നിർത്തുന്നില്ല. പിന്നെയും തുടരുകയാണ്. 105, 110 അങ്ങനെ എടുത്ത് 120 ആയപ്പോൾ പുള്ളി ഒന്ന് നിർത്തി പതുക്കെ എണീറ്റു. കൂളായിട്ട് എണീക്കുകയാണ്. എണീറ്റതിന് ശേഷം താഴെ തറയിൽ കിടക്കുകയായിരുന്ന ആ 2 പേർക്കും കൈ കൊടുത്തു. അവരെ എണീപ്പിച്ചു. അതിനുശേഷം കൂടെ നിൽക്കുന്നവരോട് പറഞ്ഞു, 3 ബദാം സർബത്ത് വരട്ടെ. ബദാം സർബത്ത് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം പുഷപ്പ് എടുക്കാൻ തുടങ്ങിയ ഹാലിദിനും റഹീമിനും സന്തോഷമായി. അവരുടെ ബോസ് അവരോട് ക്ഷമിച്ചിരിക്കുന്നു. അതാണ് ആ ബദാം സർബത്ത് വരുത്താൻ പറഞ്ഞതിന്റെ അർത്ഥം. അവരുടെ ബോസ് അഹമ്മദ് ഖാൻ അഥവാ ബാഷു ദാദയാണ് അവരോട് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞ ബാഷു ദാദ. തേലി മൊഹല മേഖല എന്ന് പറയുന്നത് ഡോങ്ക്രി എന്ന് പറയുന്ന ഏരിയയാണ്. ഡോങ്ക്രി ഏരിയയുടെ കിരീടം വയ്ക്കാത്ത രാജാവാണ് ബാഷു ദാദ. ബോംബെയുടെ തെക്കൻ ഭാഗങ്ങളിലും പടിഞ്ഞാറൻ മേഖലകളിലും ഹാജി മസ്താൻ രാജാവാണെങ്കിലും ഹാജി മസ്താനെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ബോംബെയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ അവിടെ വരദരാജൻ മുതലിയാരുടെ സഹായം ആവശ്യമുണ്ട്. അതല്ലെങ്കിൽ കരീം ലാലയുടെ സഹായം ആവശ്യമുണ്ട്. ഇവിടെ ഒരാളുടെ സഹായമില്ലാതെ സ്വന്തം കൈക്കര്യത്തിൽ ഒരു സാമ്രാജ്യം ബിൽഡ് ചെയ്തിരിക്കുന്ന ആളാണ് നമ്മൾ ഈ പരിചയപ്പെട്ട ബാഷു ദാദ. ബാഷു ദാദയുടെ പേര് തന്നെ ഒരു ഭയം ജനിപ്പിക്കുന്ന ഒന്നാണ്. പോലീസുകാരോട് ഒരു തരത്തിലും അടുപ്പം കാണിക്കാത്ത ഒരു വ്യക്തിയാണ് ബാഷു ദാദ. ബാഷു ദാദ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് ബോംബെയിൽ എത്തുന്നത്. സാധാരണ പയ്യന്മാരെ പോലെ തന്നെ ഒരു തരത്തിലുമുള്ള സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരു കാലഘട്ടം. അക്ഷരം എഴുതാനോ വായിക്കാനോ അറിഞ്ഞുകൂടാത്ത ആളാണ് ബാഷു ദാദ. ബാഷു ദാദ തന്റെ അധോലോക ജീവിതം ആരംഭിക്കുന്നത് പിടിച്ചുപറിയിൽ നിന്നാണ്. ഒരു മറാഠി ബിസിനസ്സുകാരൻ റോഡിൽ നിന്ന് നോട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പതുങ്ങി നിന്ന ബാഷു ആ നോട്ട് കെട്ടുകളും പിടിച്ചെടുത്തുകൊണ്ട് ഓടുകയാണ്. അന്ന് അയാൾക്ക് വെറും 15 വയസ്സ് മാത്രമാണ് പ്രായം. എന്തായാലും ആളുകൾ പുറകെ ഓടി ഒരു സ്ഥലത്തിട്ട് ബാഷുരെ പിടിക്കുന്നു. അവസാനം കുട്ടികളെ അടയ്ക്കുന്ന ജയിലിലേക്ക് കൊണ്ടുവന്നു. ജുവനൽ ഹോം എന്ന് നമ്മൾ പറയും. അവിടെ കുട്ടികളുടെ ജയിലാണെങ്കിലും ബാഷു തന്റെ ശരീരം ബിൽഡ് ചെയ്യുന്ന പ്രക്രിയയിൽ സജീവമായി ഇടപെട്ടിരുന്ന കാലഘട്ടമാണ്. വിവിധ ജോലികൾ ചെയ്യുമ്പോൾ
വിറക് കീറുന്നതായാലും ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് വയ്ക്കുമ്പോഴാണെങ്കിലും ബോഡി ബിൽഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കത്തില്ല. ഒരു പ്രാവശ്യം അടുക്കളയിൽ ഒരാളുമായി ഉടക്കി. ആ ഉടക്കിന്റെ എൻഡിൽ കയ്യിലിരുന്ന പാത്രമെടുത്ത് തലയ്ക്ക് ഒരു ഒറ്റ അടി. അയാളുടെ തല പൊട്ടി. അത് വലിയ വിഷയമായെങ്കിലും 18 വയസ്സ് തികയാത്തത് കൊണ്ട് വലിയ ശിക്ഷ കിട്ടാതെ ബാഷു അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. 18 വയസ്സിൽ അയാൾ പുറത്തിറങ്ങുമ്പോൾ അയാൾക്ക് ആ ജുവനൈൽ ഹോമിൽ വെച്ച് പരിചയപ്പെട്ട പലരും കൂട്ടുകാരായി മാറിയിരുന്നു. അവിടെ നിന്ന് ബാഷു ദാദ എന്ന ക്രിമിനൽ ഉണ്ടാവുകയാണ്. ബാഷു ദാദയും കൂട്ടുകാരും മോഷണത്തിലേക്ക് കടന്നത് രസകരമായ ഒരു മെക്കാനിസത്തിലൂടെയാണ്. തുറമുഖത്തിന് സമീപത്തായിട്ട് ശരിക്കും ചരക്ക് ലോറികൾ വന്നു നിൽക്കും. അതിനകത്ത് പലപ്പോഴും പല വലിയ സ്ഥാപനങ്ങളിലേക്കുള്ള സാധനങ്ങളായിരിക്കും. തുണിത്തരങ്ങൾ ഉണ്ടാവും, ഇലക്ട്രോണിക് സാധനങ്ങൾ ഉണ്ടാവും, അങ്ങനെ പലതും. വലിയ കണ്ടെയ്നർ ലോറികൾ നിർത്തിയിട്ടിരിക്കുമ്പോൾ രാത്രിയുടെ മറ പറ്റിക്കൊണ്ട് ഇവർ പതുക്കെ ലോറിക്ക് മുകളിൽ കയറുകയും അതിന് മുകളിൽ ഒളിച്ചിരിക്കുകയും ചെയ്യും. ആ ലോറി നേരം വെളുക്കാറാകുമ്പോൾ ഏതെങ്കിലുമൊക്കെ നഗരങ്ങളിൽ എത്താനുള്ളതാണ്. നഗരത്തിലേക്ക് പോകുന്നതിനിടയിൽ ആ കണ്ടെയ്നർ ലോറിയിൽ നിന്ന് ആവശ്യമായ സാധനങ്ങൾ ഇവർ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളാവാം, ചിലപ്പോൾ വലിയ തുണിത്തരങ്ങളാവാം. പതുക്കെ പതുക്കെ അവിടെ നിന്ന് ബാഷു ദാദ കള്ളക്കടത്തിലേക്ക് തിരിയുകയാണ്. പുറംകടലിൽ വരുന്ന കപ്പലുകളിൽ നിന്ന് വാച്ചും മറ്റു ഇലക്ട്രോണിക് സാധനങ്ങളും കടത്തിക്കൊണ്ടുവന്ന് വിൽക്കുന്ന അതേ ബിസിനസ്. അങ്ങനെ ഹാജി മസ്താൻ ഒരു വശത്തും മറുവശത്ത് ബാഷു ദാദയും മുംബൈയിൽ വളർന്നു വരികയാണ്. ഇതേ സമയത്ത് ബാഷു ദാദയ്ക്ക് പോലീസിന് തീരെ ഇഷ്ടമല്ല. പോലീസ് പലപ്പോഴും ബാഷു ദാദയെ അന്വേഷിച്ചു വരുമ്പോൾ പോലീസും ഒന്ന് ഭയപ്പെട്ടിട്ടാണ് അങ്ങോട്ട് കടന്നു വരിക. അതിനൊരു കാരണമുണ്ട്. ഒരു പ്രാവശ്യം ഒരു കേസുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ബാഷു ദാദയുടെ ഒരാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. അയാളെ പോലീസുകാരെ കൈവച്ചു. ആ വിവരം ബാഷു ദാദ അറിയുന്നു. ബാഷു ദാദ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വന്ന ബാഷു ദാദ ഇൻസ്പെക്ടർ ഇരുന്ന മേശ കൈകൊണ്ടെടുത്ത് മുകളിലേക്ക് പൊക്കി തറയിലേക്ക് ഒറ്റയാടി. തവിട് പൊടിയായി മേശ. ഇൻസ്പെക്ടർ ഉൾപ്പെടെ ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരും എന്താ പറയുക, രാമൻ വില്ലൊടിച്ചപ്പോൾ സകല ആളുകൾ ഞെട്ടി എന്ന് പറയില്ല, ആ ശൈലിയിൽ ഞെട്ടിത്തരിച്ചു നിന്നുപോയി എന്നാണ് പോലീസുകാർ പിന്നീട് റിപ്പോർട്ട് ചെയ്തത്. അത്രമാത്രം ശക്തിമാനായ ആളാണ് ബാഷു ദാദ. ബാഷു ദാദയുടെ നേരെ കൈ പൊക്കാനോ ബാഷു ദാദയുടെ നേരെ കൈ ഉയർത്താനോ ഒരാളും തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കേസുമായി ബന്ധിപ്പിച്ച് ബാഷു ദാദയെ അന്വേഷിച്ചു വരുമ്പോൾ പോലീസ് ജീപ്പ് വളരെ ദൂരെ നിർത്തും. എന്നിട്ട് ഇൻസ്പെക്ടറും ഒരു പോലീസുകാരനും കൂടി പതുക്കെ നടന്നു വന്ന് ബാഷു ദാദയുടെ ഒരു ദർബാറുണ്ട്, ദർബാറിൻ്റെ അവിടെ വരും, കാത്തു നിൽക്കും. ബാഷു ദാദ അങ്ങനെ കസേരയിൽ ഇരിക്കുകയായിരിക്കും. ചിലപ്പോൾ വരുന്ന ഇൻസ്പെക്ടർക്ക് ഒരു കസേര കൊടുത്താലായി. കസേര കൊടുത്താൽ അയാൾക്ക് ഇരിക്കാം. അങ്ങനെ ഇരിക്കാൻ പറ്റിയാൽ ഒരു സർബത്ത് കിട്ടും. ഇല്ലേ, ബാഷു ദാദ പറയും, എന്താ അല്ല ഒരു കാര്യമുണ്ട്, വെക്ക. ഒരു ആക്ഷൻ, ഒരു വാക്ക്, അതിനപ്പുറം ഒരു പറച്ചിലില്ല. ഇനിയൊന്നും നടക്കില്ല എന്ന് ഉറപ്പാണ്. ആ പോലീസുകാർ വന്ന വഴിയേ മടങ്ങും. ബാഷു ദാദ പോലീസിനെ അടക്കി ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു തെറ്റുമില്ല. പക്ഷെ ഇങ്ങനെയാണെങ്കിലും ബാഷു ദാദ ബഹുമാനിക്കുന്ന ഒരു പോലീസുകാരനുണ്ട്. അതാണ് ഇബ്രാഹിം കാസ്കർ. ഇബ്രാഹിം കാസ്കറോട് ഒരു വല്ലാത്ത സ്നേഹമാണ് ഈ ബാഷു ദാദയ്ക്കുള്ളത്. ഇബ്രാഹിം കാസ്കർ ബോംബെയിലെ അനവധി പോലീസ് സ്റ്റേഷനുകളിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസുകാരനാണ്. ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് സ്ഥലം മാറി പോകുമ്പോൾ അവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ നല്ല അടുപ്പമുണ്ടാക്കുന്ന ആളാണ് ഇബ്രാഹിം കാസ്കർ. ഒരു തരത്തിലുള്ള കൈക്കൂലിയും വാങ്ങാത്ത ആൾ, അതാണ് ഇബ്രാഹിം കാസ്കറുടെ പ്രത്യേകത. ഇബ്രാഹിം കാസ്കർ നേരത്തെ കരീം ലാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചെന്ന കഥ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ കരീം ലാലയുടെ ഏരിയയിൽ പ്രവർത്തിക്കുമ്പോൾ കരീം ലാലയായിട്ട് നല്ല അടുപ്പം സൂക്ഷിച്ചിരുന്ന ആളാണ് ഇബ്രാഹിം കാസ്കർ. ഇവിടെ ബാഷു ദാദ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഇബ്രാഹിം കാസ്കർ വരുമ്പോൾ ഇബ്രാഹിം കാസ്കറും ബാഷു ദാദയും തമ്മിൽ നല്ല അടുപ്പമാണ്. ബാഷു ദാദയ്ക്കോ കരീം ലാലയ്ക്കോ ഹാജി മസ്താനോ വരദരാജൻ മുതലിയാർക്കോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, കസ്റ്റംസ് ഏതെങ്കിലും സാധനങ്ങൾ പിടിച്ചു വെക്കുമ്പോൾ പലപ്പോഴും ഇബ്രാഹിം കാസ്കറാണ് ഇടപെട്ട് അത് വാങ്ങിച്ചു കൊടുക്കുന്നത്. അതിന് പ്രതിഫലമായി ഒരു പൈസ പോലും കൈപ്പറ്റില്ല എന്നുള്ളത് ഇബ്രാഹിം കാസ്കറിന്റെ പ്രത്യേകതയാണ്. മുസ്ലിം സമുദായത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ആദ്യം എത്തുന്നത് ഇബ്രാഹിം കാസ്കറുടെ അടുത്താണ്. ഇബ്രാഹിം കാസ്കറുടെ വീട്ടിൽ എല്ലാ ദിവസവും ഒരു ദർബാർ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. എല്ലാ ദിവസവും എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് ആരെങ്കിലും ഒക്കെ വരും. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്, അതിനൊരു മധ്യസ്ഥം വഹിക്കുന്നത്, അതിന് ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നത് ഇബ്രാഹിം കാസ്കറാണ്. അങ്ങനെയുള്ള ഇബ്രാഹിം കാസ്കറുടെ രണ്ടാമത്തെ മകന്റെ ജനനം ഇബ്രാഹിം കാസ്കർ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. അതൊരു ജോത്സ്യൻ ഇബ്രാഹിം കാസ്കറോട് പറഞ്ഞതാണ്. നിങ്ങളുടെ രണ്ടാമത്തെ കുട്ടി ഒരു ആൺകുട്ടിയായിരിക്കും. ഇബ്രാഹിം കാസ്കറുടെ ഭാര്യയുടെ പേര് ആമിന എന്നാണ്. ആമിന ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ജോത്സ്യനെ കാണുന്നത്. ജോത്സ്യനെ കണ്ടപ്പോൾ ജോത്സ്യൻ പ്രവചിച്ചു, നിങ്ങളുടെ രണ്ടാമത്തെ കുട്ടി ഒരു ആൺകുട്ടിയായിരിക്കും.
ഒന്നാമത്തെ കുട്ടിയും ആൺകുട്ടിയാണ്. നിങ്ങൾക്ക് ധാരാളം കുട്ടികളുണ്ടാകും. പക്ഷേ രണ്ടാമത്തെ കുട്ടി അവൻ ഈ ബോംബെ ഭരിക്കും, ഒരു രാജാവിനെ പോലെ ഭരിക്കും. അത് കേട്ടപ്പോൾ ഇബ്രാഹിം കാസ്കർക്ക് വലിയ സന്തോഷമായി. കാത്തിരുന്നു. അവസാനം ആ കുട്ടി ജനിച്ചു. ആ കുട്ടിക്ക് മുസ്ലിം മതവിശ്വാസ പ്രകാരവും ക്രിസ്തു മതവിശ്വാസ പ്രകാരവും ഏറ്റവും ബഹുമാനപ്പെട്ടത് എന്ന് തോന്നിയൊരു പേരാണ് അദ്ദേഹം കൊടുത്തത്, ദാവൂദ് ഇബ്രാഹിം കാസ്കർ. ദാവൂദ് ഇബ്രാഹിം കാസ്കർ തന്റെ സ്വപ്നമായിട്ടാണ് ഇബ്രാഹിം കാസ്കർ കരുതിയിരുന്നത്. തന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് മകൻ. അതുകൊണ്ട് തന്നെ മറ്റു മക്കളിൽ നിന്ന് വിഭിന്നമായി ദാവൂദ് ഇബ്രാഹിം കാസ്കർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് അയച്ചത്. 10 വയസ്സുവരെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തന്നെയാണ് ദാവൂദ് പഠിക്കുന്നത്. ബാക്കി കുട്ടികളെയൊക്കെ അയക്കുന്നത് മറാഠി സ്കൂളുകളിലോ ഗവൺമെന്റ് സ്കൂളുകളിലുമാണ്. 10 വയസ്സായപ്പോൾ 1964 ഇബ്രാഹിം കാസ്കർ അന്വേഷിച്ചിരുന്ന ഒരു പോലീസ് കേസിൽ ഒരു പ്രശ്നമുണ്ടാകുന്നു. ഒരു മർഡർ കേസാണ്. ആ കേസിൽ നിശ്ചിത സമയത്തിനുള്ളിൽ പ്രതികളെ പിടിക്കാൻ പറ്റാതെ വന്നപ്പോൾ അന്വേഷണ സംഘത്തെ മുഴുവൻ സർക്കാർ സസ്പെൻഡ് ചെയ്തു. ഇബ്രാഹിം കാസ്കറും സസ്പെൻഷനിലായി. 1 രൂപ പോലും കൈക്കൂലി വാങ്ങാത്ത ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന ഇബ്രാഹിം കാസ്കറെ സംബന്ധിച്ചിടത്തോളം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമായി മാറി. ഇബ്രാഹിം കാസ്കറെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഒരു വല്ലാത്ത ചോദ്യചിഹ്നമായി മാറുകയാണ്. മക്കളൊക്കെ വിവിധ സ്കൂളുകളിൽ പഠിക്കുകയാണ്. പ്രത്യേകിച്ചും തന്റെ സ്വപ്നമായ രണ്ടാമത്തെ മകൻ ദാവൂദ് ഇബ്രാഹിം കാസ്കർ പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന ദാവൂദിന് വേണ്ട ഫീസ് കൊടുക്കാൻ പറ്റാതെ അവസാനം ഇബ്രാഹിം കാസ്കർക്ക് മകന്റെ പഠനം അവസാനിപ്പിക്കേണ്ടി വരുന്നു. പഠനം അവസാനിച്ച് കിട്ടിയ ദാവൂദ് കൂട്ടുകാരുമായി ചേർന്ന് സ്ട്രീറ്റിലേക്ക് അലഞ്ഞു തിരിയുന്ന കാലഘട്ടമാണ്. ഈ സമയത്ത് ദാവൂദിനെയോ മക്കളെയോ ഒന്നും നേരെ ചൊവ്വേ നോക്കാൻ ഇബ്രാഹിം കാസ്കർക്ക് സമയം കിട്ടുന്നില്ല. കാരണം ഒരുപാട് അംഗങ്ങളുള്ള ഒരു വീടാണ് ഇബ്രാഹിം കാസ്കറുടേത്. എങ്ങനെയും വീടിന് ആവശ്യമായ ആഹാര സാധനം ഉണ്ടാക്കണമെങ്കിൽ ഇബ്രാഹിം കാസ്കർ എന്തെങ്കിലും പണിയെടുത്തേ പറ്റൂ. അറിയാവുന്ന പണികളിലേക്കൊക്കെ കടക്കുകയാണ്. ബാഷു ദാദയെ സഹായിക്കുന്നതിലേക്കാണ് അത് എത്തിച്ചേർന്നത്. ബാഷു ദാദയ്ക്ക് വേണ്ടി പല ഡോക്യുമെന്റ്സും പല ഓഫീസിലും എത്തിക്കാനും അത് ശരിയാക്കി കൊടുക്കാനുമുള്ള ജോലിയിലേക്ക് ഇബ്രാഹിം കാസ്കർ പതുക്കെ കടക്കുകയാണ്. സസ്പെൻഷനായ പോലീസുകാരനാണെങ്കിലും ഇബ്രാഹിം കാസ്കർ ഒരു വല്ലാത്ത ക്ലൗട്ടാണ്. ബോംബെയിലെ ഏത് പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും ഏത് ഓഫീസിൽ ചെന്നാലും ഇബ്രാഹിം കാസ്കർ എന്ന് പറഞ്ഞാൽ ആളുകൾ ബഹുമാനത്തോടെ എണീറ്റ് നിൽക്കും. അത്രയേറെ സ്വാധീനമുള്ള ഒരു പോലീസുകാരനാണ് ഇബ്രാഹിം കാസ്കർ. ഇബ്രാഹിം കാസ്കർ അന്വേഷിച്ച കേസുകൾക്കൊക്കെ തെളിവുണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം കാസ്കറുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു കുറ്റവാളിയും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ഇബ്രാഹിം കാസ്കർ പിടിച്ചാൽ ഇടി ഉറപ്പാണ്. കുറ്റവാളികളായ ആളുകൾ വളരെ ഭയത്തോടെയും അതേസമയം ബഹുമാനത്തോടെയാണ് ഇബ്രാഹിം കാസ്കറെ കണ്ടിരുന്നത്. ആ ഇബ്രാഹിം കാസ്കറെയാണ് ഇപ്പോൾ ബാഷു ദാദ തനിക്ക് വേണ്ടി ജോലി ചെയ്യാനായിട്ട് നിയോഗിച്ചിരിക്കുന്നത്. ജീവിതം ഒരു ചോദ്യചിഹ്നമായി മാറുമ്പോൾ കള്ളക്കിടത്തുകാരന് വേണ്ടിയും സഹായം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു പോലീസുകാരൻ എത്തിച്ചേരുകയാണ്. ജോലിയിലേക്ക് തിരികെ കയറിയെങ്കിലും ജോലി തുടരുവാൻ ഇബ്രാഹിം കാസ്കർ തയ്യാറായില്ല. ഇബ്രാഹിം കാസ്കർ ജോലി രാജിവെക്കുന്നു. ജോലി രാജിവെച്ചെങ്കിലും പലപ്പോഴും പല പോലീസ് ഉദ്യോഗസ്ഥരും പല ആവശ്യങ്ങൾക്കും ഇബ്രാഹിം കാസ്കറെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാറുണ്ട്. തെളിയാതെ കിടക്കുന്ന പല കേസുകൾക്കും ആവശ്യമായ തെളിവുകൾ ഉണ്ടാക്കി കൊടുക്കാനും അന്വേഷണത്തിന് ഗതി നിശ്ചയിക്കാനും പലപ്പോഴും അവരെ സഹായിക്കുന്നത് ഇബ്രാഹിം കാസ്കറാണ്. ഇബ്രാഹിം കാസ്കർ ആ മേഖലയിൽ അവിശ്വസനീയമാംവിധം സ്കിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ ACP ആണെങ്കിലും മുകളിലുള്ള ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും ഇബ്രാഹിം കാസ്കറെ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് സത്യം. അതേ സമയത്ത് തെരുവിൽ തന്റെ കൂട്ടുകാരുമായിട്ട് കളിച്ചു വളരുന്ന ദാവൂദ് പതുക്കെ വളർന്നു വരികയാണ്. എല്ലാ ദിവസവും തൻ്റെ അച്ഛൻ മടങ്ങി വരുന്നത് കാത്തിരിക്കുന്ന ദാവൂദിന് അച്ഛൻ വളരെ പാടുപെട്ടുണ്ടാക്കുന്നതാണ് വീട്ടിലെ ചെലവിന് ആവശ്യമായ പണം എന്നുള്ള കാര്യം ബോധ്യമാവുകയാണ്. അതുകൊണ്ട് തന്നെ പണം എങ്ങനെ ഉണ്ടാക്കാം എന്ന ചിന്തയിലേക്ക് ദാവൂദിന്റെ ചേട്ടനും അതുപോലെ മറ്റു കൂട്ടുകാരെയും ഒക്കെ തിരികെയാണ്. ചർച്ച ഒന്ന് മാത്രം, എങ്ങനെ എളുപ്പം പണം ഉണ്ടാക്കാം. ഒരു ദിവസം ദാവൂദ് നോക്കുമ്പോൾ ഒരാള് റോഡ് സൈഡിൽ നിന്ന് നോട്ട് എണ്ണുകയാണ്. ദാവൂദ് പതുങ്ങി വന്ന് ആ നോട്ട് കെട്ടും പിടിച്ചെടുത്തുകൊണ്ട് ഒരൊറ്റ ഓട്ടം. മിക്കവാറും ആ മേഖലയിലെ എല്ലാ റോഡുകളെ കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് ദാവൂദ്. അതുകൊണ്ട് തന്നെ ദാവൂദിനെ കണ്ടുപിടിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല എങ്കിലും അയാൾക്ക് ഒരു വിവരം കിട്ടി. അത് ഇബ്രാഹിം കാസ്കറുടെ മകനാണെന്നുള്ള വിവരം. അയാള് നേരെ വന്ന് ഇബ്രാഹിം കാസ്കറോട് വിവരം പറയുന്നു. വൈകുന്നേരം ദാവൂദ് വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ ഇബ്രാഹിം കാസ്കർ ദാവൂദിനെ കാത്ത് അവിടെ നിൽപ്പുണ്ട്. നേരെ വിളിച്ച് അകത്തേക്ക് കയറ്റുന്നു. അലമാര തുറക്കുന്നു, ബെൽറ്റ് എടുക്കുന്നു. ആ ബെൽറ്റ് ഇബ്രാഹിം കാസ്കർ പോലീസിലായിരിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന ബെൽറ്റാണ്. ആ ബെൽറ്റ് ഉപയോഗിച്ച് ദാവൂദിനെ നിർദ്ദയം തല്ലുകയാണ്.
നിർദ്ദയം എന്ന് വെച്ചാൽ ദേഹത്തിന് അടി കിട്ടാൻ വേറെ സ്ഥലമൊന്നും ബാക്കിയില്ല എന്ന് പറയുന്ന പോലെ തല്ലി പദം വരുത്തി എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഒന്നും തന്നെയില്ല. അവസാനം ഇബ്രാഹിം കാസ്കറുടെ ഭാര്യ ആമിനയും മറ്റു മക്കളെല്ലാം കൂടി ചേർന്ന് ഇടപെട്ട് ഒരു പരുവത്തിൽ ദാവൂദിനെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് ദാവൂദിനൊരു പാഠമായിരുന്നു. കുറെ നാളത്തെ ആ അടി എന്തായാലും സഹായിച്ചു. പക്ഷേ കാലം വേറെ ഒരുപാട് കാര്യങ്ങൾ ഈ ദാവൂദ് ഇബ്രാഹിം കാസ്കർക്ക് വേണ്ടി കാത്തുവച്ചിരുന്നു. അങ്ങനെ അങ്ങ് വീടിനകത്ത് നല്ല കുട്ടിയായി ഒതുങ്ങി മാറാൻ ദാവൂദിന് കഴിയുമായിരുന്നില്ല. പതുക്കെ പതുക്കെ ദാവൂദിന്റെ കൂട്ടാളികളും ദാവൂദും ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളിലേക്ക് കടക്കുകയാണ്. പിടിച്ചുപറിയും മോഷണവും തട്ടിക്കൊണ്ടുപോകലും ഭീഷണിപ്പെടുത്തലും ഒക്കെ ചെറിയ ചെറിയ അളവിൽ നടക്കുകയാണ്. ഇബ്രാഹിം കാസ്കറുടെ ശ്രദ്ധയിൽ അത് എപ്പോഴെങ്കിലും പെട്ടാൽ അപ്പോഴൊക്കെ തല്ല് കിട്ടും എന്നുള്ളത് മാത്രമാണ് അതിനുള്ള ഏക കുഴപ്പം എന്ന് പറയുന്നത്. നല്ല തല്ല് അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ് ദാവൂദ് വളരുന്നത്. അമ്മ പലപ്പോഴും ദാവൂദിനോട് പറയും, എന്തിനാ മോനെ നീ ഇങ്ങനെ തല്ല് വാങ്ങിച്ചു പിടിക്കുന്നത്, നിനക്ക് നേരെ ചൊവ്വേ ജീവിച്ചാൽ പോരെ. പക്ഷെ ആ ചോദ്യമൊന്നും ദാവൂദിന്റെ മനസ്സിലേക്ക് പതിയുന്നുണ്ടായിരുന്നില്ല. ദാവൂദിനെ സംബന്ധിച്ചിടത്തോളം ചുറ്റുപാടുമുള്ള പണക്കാരായ ആളുകൾ ജീവിക്കുന്നത് പോലെ ജീവിക്കണമെങ്കിൽ പണം വേണം, പണമാണ് സർവ്വപ്രധാനം, പണം ഉണ്ടാക്കിയേ പറ്റൂ എന്നൊരു വിശ്വാസം എങ്ങനെയോ ദാവീദിന്റെ മനസ്സിലേക്ക് വരികയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ദാവൂദ് ചെയ്യുന്നത്. അതുമാത്രമല്ല, വീട്ടിൽ ഏതെങ്കിലും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ അതിന്റെ അവസാനത്തെ വാക്ക് പതുക്കെ പതുക്കെ ദാവൂദായി മാറുകയാണ്. ദാവൂദിന്റെ ജ്യേഷ്ഠനായാലും അമ്മയായാലും വീട്ടിലെ മറ്റ് അംഗങ്ങളാണെങ്കിലും ദാവൂദ് പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന ശൈലിയിലേക്ക് വരികയാണ്. ദാവൂദിനൊരു നോട്ടമുണ്ട്, ഒരു വല്ലാത്ത നോട്ടമാണ്. ആ നോട്ടത്തിന് ആരെ കൊണ്ടും ഒരു തീരുമാനം എടുപ്പിക്കാനുള്ള ശക്തി സാവധാനം ഉണ്ടാവുകയാണ്. ഒരു വല്ലാത്ത നോട്ടമാണ്. രത്നഗിരി ജില്ലയിൽ നിന്നാണ് ദാവൂദിന്റെ കുടുംബം ബോംബെയിലേക്ക് വന്നിരിക്കുന്നത്. ബോംബെ വളരുന്നതനുസരിച്ച് രത്നഗിരി മേഖലയിലുള്ള കൊങ്കൺ മുസ്ലിംസ് പലരും ബോംബെയിലേക്ക് വരികയാണ്. അവരുടെയൊക്കെ പ്രധാന ആശ്രയം എന്ന് പറയുന്നത് ഇബ്രാഹിം കാസ്കറാണ്. ഇബ്രാഹിം കാസ്കർ വന്നു കണ്ടാൽ എന്തെങ്കിലുമൊക്കെ ഒരു നിവർത്തി ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് രത്നഗിരി മേഖലയിൽ നിന്ന് ഒട്ടുമുക്കാൽ ആളുകൾ ബോംബെയിലെത്തുന്നത്. ഇബ്രാഹിം കാസ്കർ അവരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പല സ്ഥലത്തും ജോലിക്ക് പോയി തുടങ്ങുമ്പോൾ അവരുടെയൊക്കെ കുട്ടികൾ പതുക്കെ പതുക്കെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഗ്രൂപ്പിൻ്റെ ഭാഗമാകുകയാണ്. ദാവൂദിൻ്റെ ജ്യേഷ്ഠൻ സാബിർ ആയാലും അനുജൻ അനീസ് ആയാലും ആ ഗ്യാങ്ങിൻ്റെ പാർട്ടായി മാറുകയാണ്. അപ്പോൾ സാബിറുണ്ട്, അനീസുണ്ട്, അതുപോലെ അലി സഹോദരന്മാരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ അടങ്ങിയ ഒരു ടീം ദോങ്ര എന്ന് പറയുന്ന ഒരു മേഖലയിൽ കേന്ദ്രീകരിച്ച് പതുക്കെ പതുക്കെ ഗുണ്ടാ പ്രവർത്തനത്തിലേക്ക് കടന്നു വരികയാണ്. ഇത് ഇബ്രാഹിം കാസ്കർക്ക് അറിയുന്നതിനും അപ്പുറത്തേക്കുള്ള ഗുണ്ടാ പ്രവർത്തനത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. നാഗ്പഥ, അഗ്രിപഥ, മുസഫർ ഖാന, ദോങ്രി മേഖലയിലൊക്കെ പതുക്കെ പതുക്കെ ദാവൂദ് ഗ്യാങ് അറിഞ്ഞു തുടങ്ങിയാണ്. ഒരു ഭയം ദാവൂദിന്റെ ഗ്യാങ്ങിനെ കാണുമ്പോൾ പലർക്കും ഉണ്ടാകും. സമാധാനം കാംക്ഷിച്ചുകൊണ്ട് പല കടകൾ നടത്തുന്ന ആളുകളും ചെറിയ ചെറിയ കച്ചവടം നടത്തുന്ന ആളുകളുമൊക്കെ ചെറിയ തോതിലുള്ള ഒരു പിരിവ് ദാവൂദിന്റെ ടീമിന് കൊടുത്തു തുടങ്ങുന്നത് ഈ കാലഘട്ടത്തിലാണ്. തല്ല് പേടിച്ചിട്ടും ആ ടീമിന്റെ സ്ട്രെങ്തിനെ കുറിച്ച് നല്ല ധാരണ ഉള്ളത് കൊണ്ടും ഒരു തരത്തിലുള്ള വഴക്കും ആഗ്രഹിക്കാത്ത ആളുകൾ ഫീസ് കൊടുക്കുന്നതിൽ ഒരു മടിയും കാണിക്കാതായി. പലപ്പോഴും ദാവൂദ് ഇബ്രാഹിം ചെല്ലാതെ തന്നെ ആ ടീം അംഗങ്ങൾക്ക് ആ പണം പിരിച്ചു കിട്ടുന്നതിലേക്ക് കഥ മാറി വരികയാണ്. ദാവൂദ് വീട്ടിലിരുന്നാൽ തന്നെ പണം പതുക്കെ പതുക്കെ ദാവൂദിനെ തേടി വരികയാണ്. തട്ടിപ്പ് പരിപാടികളുടെ കൂട്ടത്തിൽ ദാവൂദും ടീമും ഉണ്ടാക്കിയെടുത്ത ഒരു തട്ടിപ്പ് വളരെ ശ്രദ്ധേയമായ ഒരു തട്ടിപ്പാണ്. ഒരു കട അവർ തുടങ്ങിയാണ്. മാർക്കറ്റിന് സമീപത്താണ് ഒരു കട. ഇറക്കുമതി ചെയ്ത റാഡോ വാച്ചുകളും അതുപോലുള്ള വിലപിടിപ്പുള്ള വാച്ചുകളും വിൽക്കുന്ന ഒരു കട എന്നാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. ദാവൂദിന്റെ ടീമിലെ ആരെങ്കിലുമൊക്കെ മാർക്കറ്റിന് വിവിധ ഭാഗങ്ങളിൽ കറങ്ങി നടക്കുകയായിരിക്കും. പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ മാർക്കറ്റിൽ വരുമ്പോൾ അവരെ അടുത്ത് ചെന്ന് പതുക്കെ പറയും, 5000 രൂപയുടെ വാച്ച് 2000 രൂപയ്ക്ക് തരാം. പതുക്കെയാണ് പറയുന്നത്. അവർ പറയുന്നത് കേൾക്കുന്ന ആള് അതിനകത്ത് വീഴുന്നു എന്ന് തോന്നിയാൽ പതുക്കെ അയാളെയും കൂട്ടി നേരെ ഈ കടയിലേക്ക് വരികയാണ്. അടിപൊളി വാച്ച് കാണിക്കുന്നു. 2000 രൂപയ്ക്ക് 5000 രൂപയുടെ റാഡോ വാച്ച് സങ്കല്പിക്കാനാവുന്ന ഒരു കാര്യമല്ല പലർക്കും. പക്ഷേ ദാ കിട്ടിയിരിക്കുന്നു അടിപൊളി വാച്ച്. പിന്നെ നടക്കുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ്. ശരിക്കും വിലപേശലൊക്കെ നടന്ന് അവസാനം ഒരു 1500 രൂപയിലേക്ക് കാര്യം ഉറപ്പിക്കും. 1500 രൂപ എണ്ണി വാങ്ങുന്നു. അതിനുശേഷം വാച്ച് പൊതിയുകയാണ്. പൊതിഞ്ഞ് നല്ല വൃത്തിയാക്കി കവറ് സാധനം വാങ്ങുന്ന ആളെ ഏൽപ്പിക്കുകയാണ്. അയാളോട് പറയും, ഇവിടെ വെച്ചൊന്നും തുറന്നു നോക്കരുത്, ഈ മാർക്കറ്റ് കഴിഞ്ഞിട്ടേ നിങ്ങൾ തുറന്നു നോക്കാവൂ. ഇവിടെ വെച്ച് തുറന്നു നോക്കിയാൽ വില കുറച്ച് സാധനം വിൽക്കുന്നതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാകും. ഒരു പ്രശ്നവും നമുക്കായിട്ട് നിങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടാണ് അയാളെ വിടുന്നത്. അയാൾ ആ പൊതിയുമായിട്ട് മാർക്കറ്റ് കഴിഞ്ഞ് പോയ ഉടൻ തന്നെ തുറന്നു. കാരണം കൈ കെട്ടണ്ടേ, റാഡോ വാച്ച് കെട്ടി വീട്ടിലേക്ക് ചെന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് അയാൾ പൊതി തുറക്കുന്നത്. പൊതി തുറക്കുമ്പോഴാണ് അയാൾ അത്ഭുതപ്പെടുന്ന ഒരു സംഭവം അതിനകത്ത് കാണുന്നത്. അതിനകത്ത് വല്ല ചുടുകല്ലോ കല്ലോ മണ്ണോ ഒക്കെ ആയിരിക്കും. താൻ പറ്റിക്കപ്പെട്ട വിവരം അറിഞ്ഞ് അയാൾ തിരിച്ച് ഓടി കടലെടുത്ത് വരും.
കടലടുത്ത് വരുമ്പോൾ അയാളെ കണ്ട ഭാവം പോലും ആരും കാണിക്കത്തില്ല. ആരാ എന്താ എന്നൊക്കെയുള്ള ശൈലിയിലാവും ചോദ്യം. ഞാൻ നേരത്തെ ഇവിടെ വന്ന് വാച്ച് വാങ്ങിച്ചു, നേരത്തെ ഇവിടെ വന്ന് ഏത് വാച്ച്, എപ്പോ, എങ്ങനെ? ശരിക്കും ഇവരെ കൊണ്ട് തട്ടിക്കേറിയും തല്ല് കിട്ടുമെന്നുള്ള ശൈലിയിലേക്ക് കാര്യം എത്തുകയും ചെയ്യും. അയാൾ അവസാനം അവിടെ നിന്ന് പിരിഞ്ഞുപോയി ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കും. ആരാണെങ്കിലോ ഇത്തരം പരാതികളോട്ട് ഗൗനിക്കത്തുമില്ല. ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്ന പരിപാടിയിലേക്ക് ദാവൂദ് പതുക്കെ പതുക്കെ വളർന്നു വരികയാണ്. ദാവൂദ് ഇങ്ങനെ വളർന്നു വരുന്നതിനിടയിൽ 1972 ഇലക്ഷൻ എത്തുകയാണ്. നിയമസഭാ ഇലക്ഷൻ നടക്കുകയാണ്. ബാഷു ദാദ തന്റെ ഗ്യാങ്ങിനെ ബിൽഡ് ചെയ്തിരിക്കുന്ന ഏരിയയിലെ MLA എന്ന് പറയുന്നത് മൗലാന സിയാവുദ്ദീൻ ബുഖാരിയാണ്. മൗലാന സിയാവുദ്ദീൻ ബുഖാരി യഥാർത്ഥത്തിൽ ബാഷു ദാദ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് MLA ആയ ആളാണ് എന്നൊരു വിചാരമാണ് ബാഷു ദാദയ്ക്കുള്ളത്. ഇലക്ഷന്റെ സമയമായപ്പോൾ ബാഷു ദാദയോട് ചോദിക്കാതെ മൗലാന മത്സരിക്കാൻ തീരുമാനിക്കുകയാണ്. ഈ വിവരം ബാഷു ദാദയുടെ ലെഫ്റ്റും റൈറ്റുമായ ഹലീദും റഹീമും അറിയുകയാണ്. അവര് ബാഷു ദാദയുടെ വിവരം പറയുന്നു. ബാഷു ദാദയെ പറഞ്ഞ് ചൊടിപ്പിക്കുകയാണ്. മൗലാന ഇപ്പൊ നമ്മൾ പറയുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മൾ പറയുന്ന ഒരു കാര്യവും ചെയ്യുന്നില്ല, അയാൾ വീണ്ടും മത്സരിക്കാൻ തീരുമാനിക്കുകയാണ്, നമ്മളടുത്തൊന്നും ചോദിച്ചില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബാഷു ദാദയെ എരികേറ്റാണ്. അവസാനം ബാഷു ദാദ ഒരു വാക്ക് മാത്രം മറുപടി പറഞ്ഞു: മൗലാന ജയിക്കില്ല. തുടർന്ന് അതിശക്തമായ ഇലക്ഷൻ നടക്കുന്നു. മൗലാന 2 നിലയിൽ പൊട്ടുന്നു. അണ്ടർഗ്രൗണ്ട് കാര്യങ്ങൾ ഒരുപാട് നടന്നിരിക്കുന്നു. കള്ള വോട്ടിന്റെ ഒരു അതിപ്രസരം തന്നെ ആ കാലഘട്ടത്തിൽ മൗലാനയ്ക്കെതിരെ നടന്നു എന്നർത്ഥം. കള്ളവോട്ട് കൊണ്ടാണ് താൻ തോറ്റത് എന്ന വിവരം മൗലാനയ്ക്ക് നന്നായിട്ട് അറിയാം. മൗലാന ഒരു കേസുമായി മുന്നോട്ട് പോവുകയാണ്. അതിൽ തന്നെ സഹായിക്കാനായിട്ട് പറ്റിയ ഒരാളെ അന്വേഷിച്ച് അയാൾ എത്തിച്ചേരുന്നത് ഇബ്രാഹിം കാസ്കറുടെ അടുത്താണ്. ഇബ്രാഹിം കാസ്കറോട് പറയും, എന്നെ ഒന്ന് സഹായിക്കണം. അപ്പോൾ ഇബ്രാഹിം കാസ്കർ ചോദിക്കും, ഞാൻ എന്ത് സഹായമാണ് മൗലാനയ്ക്ക് നൽകേണ്ടത്? എനിക്ക് ഒരു സഹായം മാത്രം മതി. ഈ നാട്ടിൽ എനിക്ക് വേണ്ടി ഒരു ഓളം ഉണ്ടാക്കണം. അതിന് നിങ്ങളുടെ മകൻ ദാവൂദിനെയും ടീമിനെയും എനിക്ക് വിട്ടുതരണം. അവർ വിചാരിച്ചാൽ ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റും. ഇബ്രാഹിം കാസ്കർ വിചാരിച്ച ഒരു നല്ല കാര്യമല്ലേ, മൗലാന ആ മേഖലയിൽ അറിയപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ നല്ല കാര്യമാണെന്ന് കരുതി ദാവൂദിനോടും ടീം അംഗങ്ങളോടും പറയും, നിങ്ങൾ ഈ മൗലാനയ്ക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കണം. മൗലാന കേസുമായി മുന്നോട്ട് പോയി. കേസിൽ വിജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തനിക്ക് MLA ആകാൻ പറ്റും എന്നുള്ളൊരു ശൈലിയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ കേസിൽ മൗലാന തോക്കുന്നു. അതോടുകൂടി പിന്നെ ദാവൂദിന്റെ ടീമിന്റെ ആവശ്യമില്ലാതെ വരികയാണ്. പക്ഷെ ഇതിനിടയിൽ യുവ തുർക്കികൾ എന്ന ശൈലിയിൽ ദാവൂദൻ ടീമും ആ മേഖലയിൽ പടർന്ന് പന്തലിച്ചു കഴിഞ്ഞിരുന്നു. എല്ലാ മേഖലയിലും എന്താ പറയുക, റാലികളും ബഹളങ്ങളും ഒക്കെ ആയിട്ട് ദാവൂദിന്റെ ടീം ശരിക്കും തിളങ്ങി നിൽക്കുന്ന സമയമാണ്. നബിദിനത്തിന്റെ ആഘോഷ പരിപാടികളാണെങ്കിലും മറ്റേതെങ്കിലും ആഘോഷമാണെങ്കിലും ദാവൂദൻ ടീമുമാണ് മുന്നിൽ നിന്ന് നയിക്കുന്നത്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ദാവൂദൻ ടീം ഒരു പേരുണ്ടാക്കി വരുന്ന സമയത്താണ് മൗലാന പിൻവാങ്ങുന്നത്. മൗലാന പിന്മാറിയിട്ടും നഗരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രക്രിയയിൽ നിന്ന് പിന്മാറാൻ ദാവൂദിനും ടീമുകൾക്ക് കഴിയുമായിരുന്നില്ല. കാരണം അവർ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു. അങ്ങനെ ദാവൂദ് ആ നഗരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടാവുകയാണ്. ദാവൂദിന്റെ കൂട്ടത്തിലുള്ള കരീമിന്റെ അനന്തരവനെ ഒരാള് മർദ്ദിക്കുന്നു. അയാൾ വന്ന് കരീമിനോട് കരഞ്ഞ് കാര്യം പറയുകയാണ്. കരീം അത് ദാവൂദിനോട് പറയുന്നു. അനന്തരവനെ കണ്ട കരീമും ദാവൂദും സത്യത്തിൽ കരഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ അതിൽ അതിശയൊന്നുമില്ല. അത്രയേറെ മർദ്ദനം അയാൾ ഏറ്റിരിക്കുന്നത്. ഒരു ഹമീദാണ് മർദ്ദിച്ചിരിക്കുന്നത്. ഹമീദിനെ കാണാനായിട്ട് ദാവൂദും ടീമും ചെല്ലുകയാണ്. ഹമീദ് യഥാർത്ഥത്തിൽ ഈ ബാഷു ദാദയുടെ ടീം അംഗമാണ്. ഹമീദുമായിട്ട് ദാവൂദ് ഇബ്രാഹിം ഉരസുകയാണ്. ദാവൂദ് ഇബ്രാഹിം വളരെ വ്യക്തമായി പറഞ്ഞു, ബാഷു ദാദയുടെ ആളായതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ വെറുതെ വിടുന്നത്. ഇനി എൻ്റെ പിള്ളേരുടെ പുറത്തെങ്ങാനും നീ കൈവച്ചാൽ നീ ഇനി ഉണ്ടാവില്ല. വളരെയേറെ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ശൈലിയിലും സ്വരത്തിലുമാണ് ദാവൂദ് ഇബ്രാഹിം അത് പറഞ്ഞത്. ദാവൂദ് ഇബ്രാഹിമിന്റെ കണ്ണിലേക്ക് നോക്കിയ ഹമീദിന് മരണത്തൊട്ട് അടുത്ത് എത്തി നിൽക്കുന്ന പോലെയാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ദാവൂദ് ഇബ്രാഹിം പോയി കഴിഞ്ഞ ഉടൻ ഹമീദ് നേരെ ബാഷു ദാദയുടെ അടുത്ത് നിന്ന് കുറെ കാര്യങ്ങൾ അങ്ങ് പറയുകയാണ്. ബാഷു ദാദയെ ഇബ്രാഹിം കാസ്കറുടെ മകൻ ദാവൂദ് മോശമായി ചിത്രീകരിച്ചു. ബാഷു ദാദയെക്കുറിച്ച് വളരെ മോശമായി സംസാരിച്ചു. ആരാ ഈ ബാഷു ദാദ എന്നൊക്കെയാണ് ദാവൂദ് ഇബ്രാഹിം ചോദിച്ചത് എന്നും കൂടി ഹമീദ് ബാഷു ദാദയോട് പറയുകയാണ്. ശരിക്കും രാജാതിരാജനായി വിലസുന്ന ഒരാളാണ് ബാഷു ദാദ. ബാഷു ദാദയ്ക്ക് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു നാണക്കേടാണ് തോന്നിയത്. ഒരു ചെറിയ പയ്യൻ, ഒരു കൊച്ചു ചെറുക്കൻ തന്നെ അങ്ങനെ അങ്ങ് ആളുകളുടെ മുന്നിൽ വെച്ച് അപമാനിക്കുകയോ. റഹീമിനോട് ഉടൻ തന്നെ ബാഷു ദാദ ചട്ടം കെട്ടി ഇബ്രാഹിം കാസ്കറെ വിളിച്ചു വരുത്താനായിട്ട് ഇബ്രാഹിം കാസ്കറും മകൻ സാബിറും കൂടി സ്ഥലത്തെത്തുകയാണ്. സാബിർ കാണുകെ ഇബ്രാഹിം കാസ്കറോട് ബാഷു ദാദ വളരെ കയർത്ത് സംസാരിക്കുകയാണ്. ഞാൻ തന്നതും വാങ്ങിച്ച് നക്കി തിന്നിട്ട് കുറച്ച് ശരീരമൊക്കെ വെച്ചപ്പോൾ എനിക്കെതിരെ തിരികെയാണോ? ഒരുപാട് മോശമായിട്ട് ഇബ്രാഹിം കാസ്കറോട്
ബാഷുദാദ സംസാരിക്കുകയാണ്. സാബിർ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. സാബിറിനെയും അയാൾ ഒരുപാട് ചീത്ത പറഞ്ഞു. സാബിറും ഇബ്രാഹിം കാസ്കറും കൂടി നിശബ്ദമായി എല്ലാം കേട്ടതിന് ശേഷം തിരിച്ച് വീട്ടിൽ മടങ്ങി വന്നു. വൈകുന്നേരം ദാവൂദ് ഇബ്രാഹിം വീട്ടിലേക്ക് വന്നപ്പോൾ സാബിർ എല്ലാ വിവരങ്ങളും പറയുകയാണ്. ബാഷുദാദ തൻ്റെ അച്ഛനെയും ജ്യേഷ്ഠനെയും അപമാനിച്ച വിവരം ദാവൂദ് ഇബ്രാഹിമിന് സഹിക്കാവുന്നതിന് അപ്പുറത്തായിരുന്നു. ബാഷുദാദയ്ക്ക് ഒരു പണി കൊടുക്കണം, അതായി ദാവൂദ് ഇബ്രാഹിമിന്റെ ചിന്ത. സാബിറും അതിനോട് യോജിക്കുകയാണ്. ഇബ്രാഹിം കാസ്കറോട് ഈ വിവരങ്ങളൊന്നും അവർ പറഞ്ഞില്ല. അച്ഛൻ എത്ര തല്ലിയാലും അച്ഛനോട് വല്ലാത്തൊരു ബഹുമാനമുള്ള, വല്ലാത്തൊരു സ്നേഹമുള്ള വ്യക്തിയാണ് ദാവൂദ് ഇബ്രാഹിം. സഹോദരങ്ങളോടും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബാഷുദാദയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ദാവൂദ് ഇബ്രാഹിം തീരുമാനിക്കുകയാണ്. ബാഷുദാദ നമ്മൾ ബൈബിളിലെ കഥ പറയുമ്പോൾ ഗോലിയാത്താണ്. ദാവൂദ് ഇബ്രാഹിം ബൈബിളിലെ കഥയിൽ പറയും പോലെ ആ കുഞ്ഞ് ദാവീദാണ്. ഇപ്പൊ ദാവീദും ഗോലിയാത്തും കഥയിലെ പോകണം. ഒരു വലിയ ആചാരബാഹുവാണ് ബാഷുദാദ. ദാവൂദ് ഇബ്രാഹിം കൊച്ചു പയ്യനുമാണ്. എങ്ങനെ ബാഷുദാദയ്ക്ക് പണി കൊടുക്കും? ദാവൂദ് ഇബ്രാഹിമിന്റെ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാരെന്ന് പറയുന്നത് ഒരു 19 വയസ്സ് 20 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള പിള്ളേരാണ്. അവരെല്ലാം കൂടി ആലോചിച്ചു. അവരൊരു പ്ലാൻ ഉണ്ടാക്കി. അങ്ങനെ ആ ദിവസം എത്തുകയാണ്, ഒരു വെള്ളിയാഴ്ച. ബാഷുദാദ തൻ്റെ കറുത്ത മെഴ്സിഡസ് കാറിൽ പള്ളിയിൽ എത്തുകയാണ്. കാർ ഒതുക്കി നേരെ പള്ളിയിലേക്ക് പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരികെ വരികയാണ്. കാറ് കിടക്കുന്ന ഭാഗത്തേക്ക് ഒരു ഇടവഴി വഴിയാണ് നടന്നു വരുന്നത്. ബാഷുദാദ ഇങ്ങനെ നടന്നു വന്നു. കാറ് കിടക്കുന്നതിന് ഏകദേശം ഒരു 20 അടി എത്താറായപ്പോൾ പെട്ടെന്ന് ഒരു കൊച്ചു പയ്യൻ മുന്നിലോട്ട് കയറി വരികയാണ്. ബാഷുദാദയ്ക്ക് ആ പയ്യൻ അറിയാം, ദാവൂദ് ഇബ്രാഹിം കാസ്കർ. എന്താ ഇവൻ ഇവിടെ നടുക്കേറി നിൽക്കുന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന നിമിഷം പെട്ടെന്ന് ദാവൂദ് ഇബ്രാഹിമിന്റെ കൈ പുറകുവശത്ത് നിന്ന് മുന്നോട്ട് വന്നു. കയ്യിൽ ഒരു കുപ്പി. ആ കുപ്പി മിന്നൽ വേഗതയിൽ മുന്നോട്ട് പാഞ്ഞു. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഒന്ന് കുനിഞ്ഞ ബാഷുദാദയുടെ പുറകിൽ നിന്ന റഹീമിന്റെ തലയിലേക്ക് ആ കുപ്പി കൊള്ളുകയാണ്. പുറകിൽ നിൽക്കുന്ന റഹീമിന്റെ മുഖത്ത് കുപ്പി കൊണ്ടു എന്നുള്ള വിവരം മുന്നിൽ നിൽക്കുന്ന ബാഷുദാദയ്ക്ക് മനസ്സിലായ നിമിഷം തന്നെ അടുത്ത കുപ്പികൾ എവിടെ നിന്നില്ലാതെ പാഞ്ഞു വരികയാണ്. തലങ്ങും വിലങ്ങും കുപ്പികൾ വരികയാണ്. എല്ലാ ഭാഗത്തും സോഡ കുപ്പികൾ, സോഡ നിറച്ച കുപ്പികൾ തലങ്ങും വിലങ്ങും ബാഷുദാദയുടെയും കൂടെയുള്ള കൂട്ടാളിയുടെ നേരെ പാഞ്ഞു വരുന്നത്. എല്ലാവരും പുറത്ത് വന്ന് ഇടിച്ച് പൊട്ടുകയാണ്. നെഞ്ചിലും മുഖത്തും കാലിലും കയ്യിലും ഒക്കെ പറവറാ കുപ്പി കൊള്ളുകയാണ്. സകല സ്ഥലത്തു നിന്നും കരച്ചിലും ബഹളവും മാത്രം കേൾക്കുകയാണ്. ബാഷുദാദയ്ക്ക് തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ദാവൂദ് ഇബ്രാഹിമിനെ കാണാം. ദാവൂദ് ഇബ്രാഹിമിനെ അടിച്ചു വീഴ്ത്താനുള്ള ആരോഗ്യമുള്ള ആളാണ് ബാഷുദാദ. പക്ഷെ ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ കുപ്പികൾ ദേഹത്ത് ഇങ്ങനെ കൊണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ബാഷുദാദ ദാവൂദിനെ അടിക്കാനായിട്ട് മുന്നോട്ട് കാഞ്ഞതും അടുത്ത എറി നെഞ്ചിൽ കൊണ്ടതൊക്കെ ഒരുമിച്ചാണ്. അയാൾ താഴോട്ട് വീഴാൻ പോയതും പെട്ടെന്ന് എറി കൊണ്ട റഹീം അയാളെ താങ്ങിയെടുത്ത് മെഴ്സിഡസ് ബെൻസിലേക്ക് കയറ്റിയതൊക്കെ ഒരേ നിമിഷമാണ്. മെഴ്സിഡസ് ബെൻസ് പെട്ടെന്ന് അവിടെ നിന്ന് പാഞ്ഞു പോയെങ്കിൽ പുറകെ ഓടി ദാവൂദും ടീമും കുപ്പി എറിയുകയാണ്. മെഴ്സിഡസ് ബെൻസിന്റെ ഗ്ലാസുകൾ, സൈഡിലെ ലൈറ്റുകൾ ഒക്കെ എറിഞ്ഞ് പൊട്ടിക്കുകയാണ്. ഈ ബാഷുദാദ താമസിക്കുന്നത് മലബാർ ഹില്ലിലാണ്. മലബാർ ഹില്ലിലേക്കാണ് ആ കാറ് പോയത്. ആ കാറ് പോകുന്നത് നോക്കി നിന്ന ദാവൂദ് ഇബ്രാഹിം ടീമും നേരെ അവിടെ നിന്ന് ബാഷുദാദയുടെ ഓഫീസിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ബാഷുദാദയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഞാൻ കഥയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, 2 ആളുകൾ പുഷപ്പ് എടുക്കുന്ന രംഗം. ആ പുഷപ്പ് എടുക്കുന്ന രംഗം കാണാനായിട്ട് ഒരുപാട് ആളുകൾ വന്നിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അവിടെ അതീവ രസകരമായിട്ടാണ് ആ ഓഫീസ് ക്രമീകരിച്ചിരിക്കുന്നത്. ചുറ്റും ഗ്ലാസ്സാണ്. കണ്ണാടികൾ ഇങ്ങനെ, മിററുകൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഓരോ തവണ എക്സസൈസ് ചെയ്യുമ്പോൾ ആ മിററിൽ പ്രതിഫലിക്കും. എക്സസൈസ് ചെയ്യാനുള്ള എല്ലാ ഉപകരണങ്ങളും അവിടെ വെച്ചിട്ടുണ്ട്. എന്താ പറയാ, ഡംബലും വെയിറ്റും എല്ലാം ഉണ്ട്. എല്ലാ സാധനങ്ങളും നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊരു ഹരമാണ്. ഈ മല്ലന്മാർക്ക് മാത്രമല്ല, ബാഷുദാദയ്ക്ക് ഒരു ഹരമാണ്. അയാൾ സ്വന്തം ആരോഗ്യത്തെ വല്ലാതെ അങ്ങ് പുകഴ്ത്തി കാണിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കൂടെ ഇങ്ങനെ വെയിറ്റ് ഒക്കെ എടുത്ത് നോക്കുക, പുഷപ്പ് എടുക്കുക, ഇതൊക്കെ ഒരു ഇത് കണ്ണാടി കൂടെ കാണണം എന്നുള്ളത് ബാഷുദാദയുടെ ഒരു ആഗ്രഹമായതിനോട് ചുറ്റും കണ്ണാടി വെച്ചതാണ്. ദാവൂദ് ഇബ്രാഹിം കൂട്ടാളികളും നേരെ അവിടേക്ക് പാഞ്ഞു കയറിയ അവർ കയ്യിൽ കരുതിരുന്ന ഇരുമ്പ് വടി ഉപയോഗിച്ച് മുഴുവൻ ഗ്ലാസുകൾ അടിച്ച് പൊളിക്കുകയാണ്. അടിച്ച് പൊളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസും അവസാനം ഇല്ല. മൊത്തം അടിച്ചു പൊളിച്ച് ആ കെട്ടിടത്തിന്റെ അകത്തുണ്ടായിരുന്ന ഓഫീസ് തല്ലി പൊളിക്കുകയാണ്. ജനം പുറത്ത് കൂടി നിൽക്കുകയാണ്. ബാഷുദാദ ഡോങ്കരിയിലെ രാജാവാണ്, കിരീടം വയ്ക്കാത്ത രാജാവാണ്. പോലീസുകാർ പോലും നേരിട്ട് എതിർക്കാൻ തയ്യാറല്ലാത്ത ആ ബാഷുദാദയുടെ ഓഫീസ് ഇത് അടിച്ചു പൊളിക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ, കുറച്ച് കൊച്ചു പയ്യന്മാർ അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞാൽ നാമാവശേഷമാക്കുകയാണ്. ഒന്നുമില്ലാതെ ബാഷുദാദയുടെ പടമൊക്കെ എടുത്ത് വലിയ തറയിട്ട് ചവിട്ടി കൂട്ടുകയാണെന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെ കാണിച്ച് ആകെ ഒരു ബഹളം. സകല ആളുകൾ അന്തം വിട്ട് നോക്കിയാണ്. ഇതാരപ്പാ ഇതാര് ബാഷുദാദയ്ക്ക് പകരമായി ഏത് ദാതയാണിത്?
അവിടെ നിന്ന് ആ കഥ ആരംഭിക്കുകയാണ്. ദാവൂദ് ഇബ്രാഹിം എന്ന മുംബൈയുടെ അധോലോക ചക്രവർത്തി ഉദയം കൊള്ളുന്നത് ആ നിമിഷത്തിലാണ്. ഈ കഥ ഇതുവരെ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ.